വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര FAQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, സോ ഇന്നത്തെ FAQ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കുറച്ച് നിങ്ങൾ അയച്ചിട്ടുള്ള കുറച്ച് വാലിഡ് ആണെന്ന് നമുക്ക് തോന്നിയിട്ടുള്ള, വാലിഡ് ആണെന്ന് തോന്നിയിട്ടുള്ളതല്ല, മിക്കതും എടുത്തിട്ടുണ്ട് ആക്ച്വലി. അല്ല, വാലിഡ് ആണ്, മിക്കതും വാലിഡ് ആണ്, മിക്കതും എടുത്തിട്ടുണ്ട്. പിന്നെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒത്തിരി വന്നിട്ടുണ്ട്, അപ്പോൾ അതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ചോദിക്കുന്നത് ഓക്കെ. What's the difference between till and until? Until, repeated number 1. റിപ്പീറ്റ് ചെയ്ത് ഒത്തിരി ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. till and until ആക്ച്വലി സെയിം മീനിങ് ആണ്. ഓൾമോസ്റ്റ് till എന്ന് വെച്ചാൽ till now he hasn't called me, ഇതുവരെ അവനെ വിളിച്ചിട്ടില്ല. പിന്നെ until നമ്മൾ യൂസ് ചെയ്യുന്ന until you complete your homework I will not let you play. നീ ഹോംവർക്ക് ചെയ്യുന്നത് വരെ നിന്നെ കളിക്കാൻ സമ്മതിക്കില്ല. സോ till and until is almost the same. സിനോണിംസ് ആയിട്ട് മിക്ക സിറ്റുവേഷൻസിലും യൂസ് ചെയ്യാം. What is the meaning of outgrew? Outgrew would mean ഇപ്പം നമ്മളൊരു സർക്കംസ്റ്റാൻസിലാണുള്ളത്, ഒരു പ്രത്യേക സാഹചര്യത്തിലാണുള്ളത്, അത് നമ്മൾക്ക് കംഫർട്ടബിൾ അല്ല എന്ന് വിചാരിക്കും. പക്ഷെ അതിൽ നിന്ന് അത് വെച്ച് ജീവിക്കാനും അതിൽ നിന്ന് പുറത്തു വരാനെന്ന് വെച്ചാൽ അതിനോട് അതിൽ നിന്ന് ഔട്ഗ്രൂ ആയി ഫിസിക്കലി ഇമോഷണലി വളരുക, അതാണ് ഫിസിക്കലി വളരുന്നതിന് നമുക്ക് ഔട്ട്ഗ്രോൺ സംതിങ് എന്ന് പറയാം. ഇമോഷണലി വളരുന്നതിന് നമുക്ക് അത് പറയാം. കുറച്ചുകൂടെ സാഹിത്യപരമായ ഒരു യൂസേജ് ആണ്. ഔട്ട്ഗ്രോ എന്നാണ് ആക്ച്വലി ദ വെർബിന്റെ ബേസ് ഫോം. Then the past form is outgrew and the V3 form is outgrown. Yeah. Okay. What's the difference between should have and could have? Again, what is the different എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഡിഫറൻസിന്റെ സ്പെല്ലിംഗ് ഞാൻ കോമന്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. പക്ഷെ എന്തായാലും വീണ്ടും കോമന്റ്സ് ഇട്ടപ്പോഴും അതിന്റെ സ്പെല്ലിംഗ് തിരുത്തിയിട്ടില്ല. സോ ഫസ്റ്റ് കറക്റ്റ് ദ സ്പെല്ലിംഗ് കറക്റ്റ് ആണ് കേട്ടോ. കാരണം ഈ ഡിഫറെന്റ് നമുക്ക് ഡസന്റ് മേക്ക് സെൻസ്. പിന്നെ ഷുഡ് ഹാവ് ആൻഡ് കുഡ് ഹാവ്, എനിക്ക് തോന്നുന്നു ഷുഡ് ഹാവ് ആൻഡ് കുഡ് ഹാവ്. സോ ഷുഡ് ഹാവ് പറയുന്നത് ചെയ്യണമായിരുന്നു, ലൈക്ക് ഇറ്റ്സ് ലൈക്ക് എ റിഗ്രറ്റ് ആൻഡ് എൻ അക്യൂസേഷൻ. ഒരാളെ കുറ്റപ്പെടുത്തുന്നത് നമ്മുടെ കുറ്റബോധമാണ് ഷുഡ് ഹാവ് എന്ന് പറഞ്ഞാൽ. ഉദാഹരണത്തിന് ഐ ഷുഡ് ഹാവ് കോൾഡ് ഹിം, ഞാൻ അവനെ വിളിക്കണമായിരുന്നു. യു ഷുഡ് ഹാവ് ഡൺ ഇറ്റ്, നീ അത് ചെയ്യണമായിരുന്നു. സോ ഇറ്റ്സ് ലൈക്ക് നമ്മുടെ കുറ്റബോധം നമ്മളൊരാളെ കുറ്റപ്പെടുത്തുന്നതിനും യൂസ് ചെയ്യുന്ന വാക്കാണ് ഷുഡ് ഹാവ് എന്ന് പറയുന്നത്. കുഡ് ഹാവ് എന്ന് പറയുന്നത് വീണ്ടും കഴിയുമായിരുന്നു. ഐ കുഡ് ഹാവ് ഗോൺ ടു ദ പാർട്ടി, എനിക്ക് പറ്റുമായിരുന്നു, ബട്ട് ഐ ഡിഡ്ന്റ് ഗോ. ബോത്ത് ഓഫ് ദ കേസസ് നമ്മൾ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല, അതിനെ നമ്മളിങ്ങനെ ഇത് ചെയ്യുന്നതിനെയാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല, അതിനെക്കുറിച്ച് ഇങ്ങനെ കുത്തി സംസാരിക്കും. എന്ത് കാര്യമുള്ള കഴിഞ്ഞില്ലേ അതിനെ വേണ്ടിയിട്ടാണ് ഈ കുഡ് ഹാവ് സത്യത്തിൽ പാടില്ല. വാട്ട് ഈസ് ഡൺ ഈസ് ഡൺ. സോ ദെയർ ഇസ് നോ കുഡ് ഹാവ് ആൻഡ് ഷുഡ് ഹാവ്. യു കനോട്ട് ചേഞ്ച് ദ പാസ്റ്റ്. അല്ലേ? സത്യത്തിൽ ഇപ്പൊ നമ്മള് മോട്ടിവേറ്റേഴ്സ് ഒക്കെ പറയില്ലേ, നടന്നു അത് മറക്കണമെങ്കിൽ ഇങ്ങനത്തെ വാക്കുകൾ മാറ്റണം മിസ്റ്റർ. ഈ ചെയ്യണമായിരുന്നു, ചെയ്യാമായിരുന്നു, ഇതൊക്കെ എടുത്ത് മാറ്റണം. എന്നാ കുഴപ്പമില്ല, എന്നാ പിന്നെ നമുക്ക് മറക്കാം, വിട്ടുകളയാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തൊരു കാര്യമുണ്ട്. നമ്മള് FAQന്റെ ഫസ്റ്റ് പറയുന്നത് എന്തായിരുന്നു? ജാക്ക് ഓഫ്. ഞങ്ങളൊരു പ്രോവർബ്, നമ്മള് ഇംഗ്ലീഷ് അറിയാവുന്നവരൊക്കെ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന പ്രോവർബാ. Jack of all trades is a master of none. അത്രേ പറയത്തുള്ളൂ, നമ്മൾ അത്രേ പറയാറുള്ളൂ. അതിന്റെ അർത്ഥം എന്താ? ഒത്തിരി കാര്യങ്ങൾ അറിയാവുന്ന ഒരാളെന്ന് പറയുന്നത് ഒരു മിടുക്കനായിരിക്കത്തില്ല, ഒരു മാസ്റ്റർ ആയിരിക്കത്തില്ല. കുറെ കാര്യങ്ങൾ അറിയാം. അങ്ങനത്തെ ഒരു ഡീഗ്രേഡിങ് മീനിങ് ആണ് സത്യത്തിൽ ഇത് പറയുമ്പോൾ നമുക്ക് ഉള്ളത്. പക്ഷേ 4 ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന ആൾക്കാരോട് നമ്മൾ അങ്ങനെ പറയും, ഇങ്ങനെ 4 എണ്ണത്തിന്റെ പുറകെ പോയിട്ട് ഒന്നും ഇല്ലാതെ വാ എന്നുള്ളത്. ഒരെണ്ണത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നമ്മൾ പറയും. ഇപ്പൊ ഒരു കുട്ടി പാഠം വരയ്ക്കും, പാട്ട് പാടും, ഡാൻസ് ചെയ്യും, നന്നായിട്ട് പഠിക്കും. അപ്പൊ നമ്മൾ പറയുന്നത് എന്തെങ്കിലും ഒന്നിൽ കോൺസെൻട്രേറ്റ് ചെയ്യും, കാരണം എല്ലാത്തിനും കൂടി പോയാൽ എല്ലാം കൂടി പോകുന്നുള്ളത്. അന്നേരം നമ്മളൊരു വാലായിട്ട് പറയും ജാക്ക് ഓഫ് ഓൾ ട്രേഡ്സ് ഈസ് എ മാസ്റ്റർ ഓഫ് നൺ. പക്ഷെ ഇതിന് കംപ്ലീഷൻ ഉണ്ട്. ജാക്ക് ഓഫ് ഓൾ ട്രേഡ് ഈസ് എ മാസ്റ്റർ ഓഫ് നൺ, ബട്ട് ഓഫൺ ബെറ്റർ ദാൻ മാസ്റ്റർ ഓഫ് വൺ. അതായത് ഓഫൺ മിക്ക സിറ്റുവേഷനിലും ഒരു കാര്യത്തിൽ മാസ്റ്റർ ആയിട്ടിരിക്കുന്ന ഒരാളെക്കാട്ടും എത്രയോ ബെറ്റർ ആണ് എല്ലാ കാര്യത്തിലും കഴിവുള്ള ഒരാള്, അല്ലേ? മിക്ക കാര്യം ഇപ്പൊ പടം വരയ്ക്കും, പാടും, ഡാൻസ് കളിക്കും, പഠിക്കും. ഈ കുട്ടി ഇതെല്ലാം ചെയ്യും. പക്ഷെ കുട്ടിക്ക് ഒന്നിലും ഭയങ്കര കഴിവൊന്നുമില്ല, എല്ലാം ചെയ്യും. അപ്പം ഇത് പ്രോവർബ് ആക്ച്വലി പറയുന്നത് അതാണ് ബെറ്റർ എന്നാണ്. നമ്മളെന്ത് ചെയ്യും? നമ്മുടെ സൗകര്യത്തിന് പകുതി കട്ട് ചെയ്തത് ആക്ച്വലി ഷേക്സ്പിയറിന്റെ ഒരു ഷേക്സ്പിയറിന്റെ തന്നെ ഒരു വേർഡിംഗ് ആണ് ഇത്. പക്ഷെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി, അതുകൊണ്ട് ഷെയർ ചെയ്താ. ഇനി എന്തായിരുന്നു നമ്മുടെ ഇത്? ഗ്രൈൻഡഡ് ഷുഡ് ഹാവ് കുഡ് ഹാവ് എല്ലാം നമ്മൾ ഡിക്ഷണറിയിൽ നിന്ന് കളഞ്ഞു രേവതി. ഓക്കെ, ഡൗട്ട് ചോദിക്കില്ല.
ഗ്രൈൻഡഡ് ആപ്പിൾ എന്താണ്? ഗ്രൈൻഡഡ് ആപ്പിൾ രേവതി കഴിഞ്ഞ ദിവസം എടുത്ത ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ ഒരവസ്ഥ പറ്റിപ്പോയതാണ് എന്ന് വേണമെങ്കിൽ പറയാം. എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഈ കോമന്റ് മാത്രമേ കാണുന്നുള്ളൂ. ആ എക്സാമ്പിൾ വേറൊരു സിനാരിയോയിൽ പറഞ്ഞാണ് ഗൈസ്. അത് നമ്മൾ ആക്റ്റീവ് പാസീവ് വോയിസ് ആണ് അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, ഗ്രൈൻഡഡ് ആപ്പിൾ ഇസ് നത്തിങ് ബട്ട് ആപ്പിൾ മുറിച്ചിട്ട് നമ്മൾ മുറിക്കുമല്ല, അതെ മിക്സിയിലിട്ട് എന്താ മലയാളം, അതെ ഗ്രൈൻഡ് ചെയ്തെടുക്കുക, അല്ല ചതച്ചെടുക്കല്ല, മാവ് നമ്മൾ കുഴച്ചെടുക്കത്തില്ലേ, അതായത് ഉഴുന്നും അരിയും. മാവ് കുഴക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്, മാവ് ഉണ്ടാക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഉഴുന്നും പിന്നെ നമ്മൾ പച്ചരിയും ഒക്കെ വെള്ളത്തിൽ കുതിർത്തിട്ട് അത് അരച്ചെടുക്കുകയാണ്. അതുപോലെ ആപ്പിൾ അരച്ചെടുക്കുന്നതിനാണ് ഗ്രൈൻഡ്. അരച്ചെടുക്കുമ്പോൾ കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ഗ്രൈൻഡഡ് ആപ്പിൾ എന്ന് പറഞ്ഞത്. കുട്ടികൾക്ക് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് എൻ്റെ ഫോൺ. നിനക്ക് ലഞ്ച് കഴിക്കാറായോ? Is it time for you to have lunch? അത്രേ ഉള്ളൂ. പിന്നെ അല്ല, I am shocked to hear that you had an accident. മാം ഇതിൽ ആം കഴിഞ്ഞിട്ട് ഷോക്ക്ഡ് വന്നാൽ തെറ്റല്ലേ? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുമോ പ്ലീസ്? ഇതിൽ ഷോക്ക്ഡ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവ് ആണ്. അഡ്ജക്റ്റീവ് ആവുമ്പോൾ നമുക്ക് ഷോക്ക്ഡ് എന്നും എന്താ ആമിന്റെ കൂടെയോ വാസിന്റെ കൂടെയോ ഒക്കെ ചേർക്കാം. ഇറ്റ്സ് എൻ ആഡ്ജക്റ്റീവ്. അതൊരു ഒരാളുടെ ഫീലിങ്ങിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു വാക്കാണ്. ഇതൊരു വേർബ് അല്ല, ഒരു ആക്ഷൻ അല്ല. അതെ, ഒരു അവസ്ഥയാണല്ലോ. ഷോക്ക്ഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് എ ഷോക്കിംഗ് ന്യൂസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഷോക്കിങ്ങും വേർബ് അല്ല, ഒരു അവസ്ഥയാണ്, ഒരു ഫീലിംഗ് ആണ്, ന്യൂസിന്റെ ഒരവസ്ഥ. അതെ, ഐ വാസ് ഷോക്ക്ഡ് എന്നും പറയാം കേട്ടോ. ഐ ആം ഷോക്ക്ഡ് എന്നുള്ളത് തെറ്റല്ല എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷ് ന്യൂസിൽ കേൾക്കുന്ന കോട്ട് ആൻഡ് കോട്ട് എന്ന യൂസേജ് എന്താണ്? ആക്ച്വലി കോട്ട് ആൻഡ് കോട്ട് അല്ല, കോട്ട് ആൻഡ് കോട്ട് എന്നാണ്. കോട്ട് ആൻഡ് കോട്ട് എന്ന് വെച്ചാൽ കൊട്ടേഷൻ മാർക്ക് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ തുടങ്ങും എന്നിട്ട് ഇങ്ങനെ താഴെ കുനിപ്പിട്ട് അവസാനിപ്പിക്കും. ആരെങ്കിലും പറഞ്ഞ ഒരു കാര്യത്തിനെ നമ്മൾ ബുക്സിലൊക്കെ കണ്ടിട്ടില്ലേ, ഡബിൾ ഇൻവേർട്ടഡ് കോമ എന്ന് പറയുന്നേ. കോമ മേളിൽ വരുന്ന ഇങ്ങനെ രണ്ടെണ്ണം ഇങ്ങനെ വരും ആദ്യം. അത് വേണമെങ്കിൽ നമുക്ക് വീഡിയോക്കകത്ത് കുട്ടികളോടൊക്കെ കാണിച്ചു തരാം. അത് ഞാനിങ്ങനെ ഇപ്പൊ ഇങ്ങനെ എഴുതുന്നിടത്ത് ഇപ്പൊ വരും. ഞാൻ എന്നാ ഇതിടാം. അങ്ങനെ വരും. ആ സാധനത്തിനാണ് നമ്മൾ കോട്ട് ആൻഡ് കോട്ട് എന്ന് പറയുന്നത്. നമ്മൾ ന്യൂസിൽ കോട്ട് അക്സ സെഡ് കോട്ട് ആൻഡ് കോട്ട് ബച്ചു ഇസ് എ ഗുഡ് പേഴ്സൺ എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അക്സ പറഞ്ഞ എക്സാക്ട് കാര്യമാണ് പറയുന്നത്. ഇപ്പം ന്യൂസുകാരൻ പറയുന്നത് ദ ചീഫ് മിനിസ്റ്റർ സെഡ് കോട്ട് ആൻഡ് കോട്ട് ദിസ് ആൻഡ് ദാറ്റ്. അപ്പം അതിനുശേഷം പറയുന്ന സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റർ പറഞ്ഞ എക്സാക്ട് വേർഡ്സ് ആയിരിക്കും പറയുന്നത്. അതാണ് കോട്ട് ആൻഡ് കോട്ട് എന്ന് പറയുന്നത്. പിന്നെ അക്സ പറഞ്ഞത് മറ്റേ ഐ കോട്ട് ഷേക്സ്പിയർ, Jacob Alfred is a master of none but often better than master of one. അങ്ങനെ എനിക്ക് പറയാം ഐ കോട്ട് ഷേക്സ്പിയർ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് ഐ കോട്ട്, ഇത് കോട്ട് എന്ന് നമ്മൾ പറയും. ടു കോട്ട് സംവൺ സോ ആൻഡ് സോ. ഓക്കെ, പുള്ളി അത് അവർ പറഞ്ഞ എക്സാക്ട് കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഈ കോട്ട് എന്ന് പറയുന്ന വാക്ക് തന്നെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി അടുത്തത് കണ്ണും പൂട്ടി ഓക്കെ പറഞ്ഞു. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ? ബ്ലൈൻഡ്ലി സേ സംതിങ് ഓർ ബ്ലൈൻഡ്ലി ഡു സംതിങ്. ബ്ലൈൻഡ്ലി സെഡ് യെസ് ടു ദാറ്റ്. ഇപ്പം അക്സ എൻ്റെ അടുത്ത് കണ്ണും പൂട്ടി യെസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അക്സ കണ്ണും പൂട്ടി വെച്ചിട്ട് യെസ് എന്ന് പറഞ്ഞെന്നല്ലോ. ഒരു മിനിറ്റ് പോലും ചിന്തിക്കാതെ എന്നോട് യെസ് എന്ന് പറഞ്ഞു എന്നല്ലേ. അപ്പൊ അതുപോലെയാണ് ബ്ലൈൻഡ്ലി സെഡ് യെസ്. ഒന്നും ചിന്തിക്കാതെ യെസ് പറയാ, അതാണ്. ഓക്കെ ഓക്കെ, ഇയാൾ മുന്നേ മോഷ്ടിച്ചിട്ടുണ്ട്. He has stolen before. ഇനി ആ കള്ളന്മാരെ പിടിക്കാൻ പോലീസിന് സാധിച്ചോ? Was the police able to catch the thieves? Where the police, because police is a plural form. So where the police able to catch അല്ലാതെ വേറെ better word ഉണ്ടോ? Catch the thieves, arrest the thieves, but then arrest is not really പിടിക്കാൻ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞോ? Were they able to find him? ഒന്നും പറഞ്ഞിട്ടില്ല. Were they able to find him? Was he able to find him? Were you able to find him? അങ്ങനെ എന്തുകൊണ്ടാണ് യൂസ് ചെയ്യാം. അതെ. വാട്ട് വുഡ് യു ലൈക്ക് ടു ഹാവ് എന്നതിലെ യുവിന് പകരം ഹി വന്നാൽ ലൈക്സ് എന്നാകുമോ ഓർ ഹാസ് എന്നാകുമോ? രണ്ടും ആകില്ല. വാട്ട് വുഡ് ഹി ലൈക്ക് ടു ഹാവ് എന്നേ ആകത്തുള്ളൂ. അതെ, കാരണം ഹാവ് ഇവിടെ അഗൈൻ ഒരു what would you like to have അല്ലെങ്കിൽ what would you അവിടെ സംഭവം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എൻ യൂസേജ്.
rather than grammar എന്നുള്ളതിന് പകരം it's an usage, so you don't. നിങ്ങൾ ഇവിടുത്തെ ഓരോ വാക്കിനെയും verb ആയിട്ട് കണ്ടതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വന്നു. ഇതൊരു would have ഇല്ല, would has എന്നുള്ളൊരു യൂസേജേ ഇല്ല, would have ആണുള്ളത്. What would you like to have എന്നേ വരത്തുള്ളൂ. No, the problem with this person is he has ആണ്. എനിക്ക് മനസ്സിലായി, I understood, but the problem is would has എന്നൊരു യൂസേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. he would has done it എന്ന് പറയില്ലല്ലോ, he would have done it എന്നല്ലേ പറയുള്ളൂ. would-ന്റെ കൂടെ has വരില്ല, have വരുള്ളൂ. Yes. Okay. could-ന്റെ കൂടെയും കേട്ടോ, could-ന്റെ കൂടെയും should-ന്റെ കൂടെയും might-ഉം may. This was the last question. Okay. Third question. Okay guys, so that was that. Cotton and caught അല്ല, cotton and caught ഒന്നും പറയാനില്ല. ശരി, ഓക്കെ, എന്ത് ചെയ്യാം. ഞങ്ങൾ ഒരെണ്ണം പറഞ്ഞില്ലേ, ജാക്ക് ഓഫ് ഓൾ ട്രേഡ്. ഞങ്ങൾ ഇനി എന്തെങ്കിലുമൊക്കെ പറയാം അല്ലേ? അതെ, എന്തെങ്കിലുമൊക്കെ പറയാമേ. ഓക്കെ, സോ എൻ്റെ ഇതിൽ ഫസ്റ്റിൽ പറഞ്ഞ ഷുഡ് ഹാവ് കുഡ് ഹാവ് ഇത് ഡിക്ഷണറിയിലെടുത്ത് കളയണം. പിന്നെ വുഡ് ഹാവും ഞാൻ അങ്ങനെ ആയിരുന്നെങ്കിൽ അങ്ങ് ചെയ്തേനെ, ഒരുറപ്പുമില്ല. ഇനി ആ ഒരു പണക്കാരനായിരുന്നെങ്കിൽ ഞാൻ കുറേ പൈസ പാവങ്ങൾക്ക് കൊടുത്തേനെ. ചുമ്മാതാ, പണക്കാരനായിട്ട് കൊടുത്തിട്ട് നമുക്ക് പറയാം ഞാൻ കൊടുത്തു എന്ന്. പണക്കാരനായിരുന്നെങ്കിൽ ഞാനങ്ങ് കൊടുത്തേനെ, വെറുതെ പറയുന്നതാസ്കേപ്പിസ്റ്റുകൾക്ക് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഞാൻ അങ്ങ് ചെയ്തേനെ. എന്ത് ചെയ്തേനെ? ഒന്നും ചെയ്യത്തില്ല, ചുമ്മാ പറയുന്നതാ. ലൈക്ക് നിങ്ങൾ എന്നിട്ട് പറ. സോ എനിവേ വുഡ് ഹാവ് കുഡ് ഹാവ് ഷുഡ് ഹാവ് എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. അറ്റ്ലീസ്റ്റ് കോമൻസ് എന്തെങ്കിലും എടുത്ത് കളയേണ്ട സമയം കഴിഞ്ഞു. അതെല്ലാ രീതിയിലും പഠിപ്പിച്ചു കഴിഞ്ഞു. ഇനി ആർക്കത് പഠിക്കണമെങ്കിൽ വീഡിയോസ് ഉണ്ട് ഇഷ്ടം പോലെ. പറഞ്ഞു കൊടുത്ത് മടുത്ത് പ്രാവശ്യം ഞാനൊരു എനിക്ക് തോന്നുന്നു 100th വീഡിയോ ആണ് ചെയ്തതെന്ന് തോന്നുന്നു. N number of videos on has, have, had. ദ്രോഹിക്കല്ലേ ഗൈസ്. ഓക്കെ സോ ഗൈസ്, നമ്മളെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമെൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. വിൽ റിപ്ലൈ ടു ദി ഡൗട്ട്സ്. ആൻഡ് ദെൻ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലേ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് താഴെ ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം, നിങ്ങൾക്ക് ആപ്റ്റായിട്ട് കംഫർട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ പിന്നെ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ signing off from English Mithra. Thank you. Have a nice day. Hi friends, welcome to English Mithra and welcome to a FAQ session. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഐ കുഡ് സ്വിം ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുമോ? ഐ കുഡ് സ്വിം ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത് ആക്ച്വലി ഡസൻറ്റ് മേക്ക് എനി സെൻസ്. കാരണം like I could swim, if you could swim when you were a child, then of course you can swim now. Yeah, like I used to swim regularly, അല്ലെങ്കിൽ I used to swim every day എന്നൊക്കെ പറയുകയാണെങ്കിൽ okay, now you don't swim every day. Specific ആണ്. അതെ, otherwise means നമ്മൾ അത് പറയാം. ലൈക്ക് ഇപ്പം നമുക്ക് പറ്റാണ്ടിരിക്കുകയാണ്. ഇപ്പം നമുക്ക് സ്വിം ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് ഇങ്ങനെ പഴയ കാലം ഓർത്തിട്ട് പറയാം, ഐ കുഡ് സ്വിം വെൻ ഐ വാസ് എ ചൈൽഡ്. അത് പറയാം. ആ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ഓക്കെ, ദിസ് ഇസ് കറക്റ്റ്. ബട്ട് ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് എന്ന് വെൻ ഐ വാസ് എ ചൈൽഡ് അത് ഓക്കെയാണ്. ബട്ട് ദ തിങ് ഈസ്, ഈ ഒരു ഐഡിയ കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണ്. ഡ്യൂറിങ് മൈ ചൈൽഡ്ഹുഡ് ഐ നോട്ട് heard. Yeah, I used to swim when I was a child. Oh, I used to swim. ആയിരുന്നപ്പോൾ എന്ന് വന്നപ്പോൾ റിലേറ്റീവ് പ്രോണൗൺ അവിടെ വെൻ ആണ് ആക്ച്വലി. സോ അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ വെൻ ആണ് അവിടെ വരേണ്ടത്. അതെ, ഇനി ഞാനല്ലേ ചോദിക്കണ്ടേ? യെസ്. ഓക്കെ, ഐ വിൽ ബി വർക്കിംഗ് അറ്റ് ദിസ് ടൈം ടുമോറോ. ഇത് ശരിയാണോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു ക്ലാരിറ്റി ഇല്ല. ലൈക്ക് ഇത് എപ്പോൾ എവിടെ ആരോട് പറയുന്നതനുസരിച്ചിരിക്കും. ഇപ്പം നമ്മൾ ഇന്ന് ഞാൻ രേവതിനോട്, ഇപ്പം ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുക, അപ്പം ഞാൻ വർക്കിലാണ്. അപ്പം ഞാൻ രേവതിയോട് പറയുക നാളെ ഞാൻ ഈ സമയത്ത് തന്നെയായിരിക്കും വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ദിസ് വുഡ് വർക്ക്. ഓക്കെ, പക്ഷെ അല്ലാതെ ഇതിൽ ഒത്തിരി സെൻസ് വരുന്നില്ല. ഓക്കെ, so if you want to like be clear about it, you can say I'll be working from itra time to itra time tomorrow. Okay, അല്ല ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലത്തെ ഒരു സാഹചര്യമാണ്. ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് നമ്മൾ at this time എന്ന് പറയുന്നത് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്ന ആളാണെങ്കിൽ ഓക്കെ, this is a valid right to say. Yeah, usage is right, then depends on whom you are telling this to. Okay, okay. ഇനി അടുത്തത് ഞാൻ ചോദിക്കട്ടെ? ഓക്കെ, അതെ, ബോട്ടിലിന്റെ നിറം വൈറ്റ് ആണ്. ഓക്കെ, ഇത് ആദ്യം ഇംഗ്ലീഷിലേക്ക് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാം. The bottle is
വൈറ്റ് ഇൻ കളർ. അപ്പൊ ഇതിലെ സബ്ജക്ട് വേർബ് ആൻഡ് ഒബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത്. സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് പറയാമോ എന്നാണ് ക്വസ്റ്റ്യൻ. ഇവിടെ ബോട്ടിൽ എന്ന് പറയുന്നത് ദ ബോട്ടിൽ ഇസ് വൈറ്റ് ഇൻ കളർ എന്നാണ് നമ്മൾ പറയാം. അതിന്റെ സബ്ജക്റ്റ് ഒബ്വിയസ്ലി ദ ബോട്ടിലാണ്. വേർബ് എന്ന് പറയുന്നത് ഇസ് ആണ്, കാരണം ഇവിടെ വേറെ വേർബ് ഇല്ല, ഓക്സിലറി വേർബ് ആണ് ഇവിടെ മെയിൻ വേർബ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ആൻഡ് വൈറ്റ് ഇൻ കളർ ആയിരിക്കും ഒബ്വിയസ്ലി ഒബ്ജക്റ്റ്, ബിക്കോസ് ഫ്രേസ് ക്യാൻ ഓൾസോ ബി ആൻ ഒബ്ജക്റ്റ്. ഇൻ സം കേസസ് അഡ്ജക്റ്റീവ്സ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ഒബ്ജക്റ്റ്. സോ adjective ആണ് ബേസിക്കലി വൈറ്റ് എന്ന് പറയുന്നത്, ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ആക്ട് ആസ് ആൻ ഒബ്ജക്റ്റ്. ഇവിടെ ശരിക്കും ദ ബോട്ടിൽ ഇസ് വൈറ്റ് എന്നുള്ള മീനിങ് വന്നാൽ മതി, അവിടെ കൊണ്ട് മീനിങ് ആണ്. But white actually is the adjective here. You cannot say that object ആയിരിക്കണം. But and then again, there is no mandatory rule which says that a sentence should have a subject, object, and a verb. A verb is important, subject is important, but there is no rule saying that there should be an object in a sentence. ബിക്കോസ് നമ്മളിപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ബേസിക് സെൻറ്റൻസ് ഒരാളെ പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈ ഒരു ഫോമുലയാണ് യൂസ് ചെയ്യുന്നത്, പക്ഷെ അതിൻ്റെ അർത്ഥം അവിടെ ഒബ്ജക്റ്റ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി ആൻ ഒബ്ജക്റ്റ്. ലൈക്ക് ഇൻ ഫാക്ട് I mean turn sentences into passive just to like avoid the object part of it. Object is subject ആവും, then subject is by me, by him, by someone else. അത് ചേർക്കത്തേ ഇല്ല. In some cases, in case mention I mean if you want you can. അപ്പം there's no mandatory rule again. For example, Aksa cleaned her room, then the sentence would be the room was cleaned. That's it. ഇനി വേണം അക്സയുടെ പേര് മെൻഷൻ ചെയ്യണമെങ്കിൽ ദ റൂം വാസ് ക്ലീൻ ബൈ അക്സ എന്ന് പറയാം. സോ ദാറ്റ് ഈസ് ദ കേസ്. സോ എല്ലാ സെന്റൻസിലും ഒബ്ജക്റ്റ് വേണം എന്ന് നിർബന്ധമില്ല. വൈറ്റ് ഈസ് ആക്ച്വലി ദ അഡ്ജക്റ്റീവ് ഹിയർ. അത് ഒബ്ജക്റ്റ് വേണം, നമുക്ക് വാഷ് പിടിക്കാൻ പറ്റത്തില്ല. എല്ലാ കേസിലും ഒബ്ജക്റ്റ് ഇല്ല. ദെൻ നമ്മൾ ബേസിക് സെന്റൻസ് കൺസ്ട്രക്ഷൻ പഠിക്കുമ്പോൾ ഒരു ബിഗിനറിന് പഠിക്കാനുള്ള ഏറ്റവും നല്ല വഴി എന്ന് പറഞ്ഞാൽ സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് എന്നുള്ള. മോറോവർ സെന്റൻസിൽ സബ്ജക്ട് വേർബ് ഒബ്ജക്റ്റ് മാത്രമല്ല അഡ്ജക്റ്റീവ്സ് വരാം, പ്രപ്പോസിഷൻസ്, ഇതൊക്കെ നമ്മൾ സെന്റൻസസിനകത്ത് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ then there is no like അങ്ങനത്തെ റൂൾ ഒന്നും ഇല്ല. ഒബ്ജക്റ്റ് നിർബന്ധമായിട്ട് വേണം എന്നൊന്നുമില്ല. നെക്സ്റ്റ് ഞാനല്ലേ ചോദിക്കണ്ടേ, യു ഹാവ് ടു ഡു, യു ഗോട്ട് ടു ഡു, ഡിഫറൻസ് എന്താണ്? It almost means the same because when you say you have to do this, you're asking the person to obligatorily അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പറയാണ്, as if it is their responsibility to do this. അതെ, അതേപോലെ തന്നെയാണ് you got to do this പറയുന്നത്. പക്ഷെ again you got to do this a little more informal actually speaking. you got to do അങ്ങനെയൊക്കെ പറയുന്നത് is informal, പക്ഷെ കറക്റ്റ് യൂസേജ് ആണ്. it is used. you got to do എന്ന് യൂസ് ചെയ്യാറുണ്ട്. ഫോർമലി നമ്മൾ പറയുമ്പോൾ you have വരണം എന്നാണ് അവിടെ. ബട്ട് ദർ ഇസ് നോ ലൈക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. ബിക്കോസ് ദർ ആർ സോ മെനി സീരീസ് വേർ യു ക്യാൻ സീ ദ യൂസേജ് യു ഗോട്ടാ ഡു ദിസ്. സോ യെസ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഡിഡ് യു റീച്ച് ദ റൂം കറക്റ്റ് യൂസേജ് ആണോ? Yeah, did you reach the room is correct usage with the full if it has a question mark. അതെ. Yes. Next question. What is the difference between you I chose you? It's the same. No. It's the same question. Same thing. Yeah, but then you sing so good. അന്ന് നമ്മൾ പറയുമോ എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് ആ ക്വസ്റ്റ്യൻ. ഐ മീൻ മറ്റത് കയറി വന്നതാണെന്ന് തോന്നുന്നു. You sing so good എന്ന് പറയില്ല. ഇല്ല. You sing well. You sing well. Really well. റിയലി വെൽ. അത് ആക്ച്വലി നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ കൂടി പറഞ്ഞാണ്. ആ സമയത്ത് വെരി ആയിരുന്നു. അപ്പൊ സോ ഗുഡ് എന്ന് പറയാൻ പറ്റുമോ ചോദിച്ചതായിരിക്കും. അതും പറ്റില്ല. സോ ഗുഡ് എന്നോ സോ വെരി ഗുഡ് എന്ന് നമ്മൾ പറയില്ല ആക്ഷന്റെ കൂടെ. അപ്പൊ നമ്മൾ ആ സമയത്ത് റിയലി വെൽ അല്ലെങ്കിൽ വെൽ എന്ന് മാത്രമേ പറയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബില്ല് അടിച്ചു എന്നെങ്ങനെ പറയും? The bill is ready. The bill is ready. The bill is ready for the payment. ബില്ല് നമ്മളുടെ അടുത്ത് ആരെങ്കിലും വന്ന് the bill is printed അങ്ങനെയൊന്നും പറയത്തില്ലല്ലോ. ഐ മീൻ ബില്ല് അടിച്ചു എന്നാണെങ്കിൽ കൂടെ the bill is ready എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ അങ്ങനെ ഒരു യൂസേജ് ആണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. ഞാൻ ക്വസ്റ്റ്യൻ മനസ്സിലാക്കി തരാവേ. നീദർ ബോത്ത് കറക്റ്റ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. അതിനുശേഷം പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ഉദ്ദേശിച്ചത് ഇത് രണ്ടുമല്ല എന്ന് ഇദ്ദേഹത്തിന് പറയണം. ഇപ്പൊ ഞാനൊരു കാര്യം പറയുമ്പോഴത്തേക്ക് രേവതിനോട് പറയണം അത് രണ്ടും അല്ല ഉത്തരം എന്നുള്ള പോലെ പറയുകയാണെന്ന് വിചാരിക്കും. അപ്പൊ അയാൾക്ക് ഇംഗ്ലീഷിൽ നീദർ ബോത്ത് എന്ന് പറയാൻ പറ്റുമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനത്തെ കേസിൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. നീദർ ബോത്ത് എന്ന് പറഞ്ഞിട്ട് യൂസേജ് ഇല്ല. നൺ ഓഫ് ദം എന്നാണ് പറയുന്നത്. നൺ ഓഫ് ദീസ്, നൺ ഓഫ് ദം എന്നുള്ളത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഡോണ്ട് യൂസ് നെയ്തർ ബോത്ത്. ഇറ്റ്സ് എ റോങ് യൂസേജ് എന്നല്ല, ഇറ്റ് ഡസന്റ് എക്സിസ്റ്റ്. നെയ്തർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? രണ്ടും അല്ല പറയുന്നത്. ബോത്ത് എന്ന് വെച്ചാൽ രണ്ടും എന്നാണ് അർത്ഥം തന്നെ വരുന്നത്. രണ്ടുമല്ല രണ്ടും എന്നുള്ളൊരു ഇത് നമുക്ക് വരത്തില്ല. ഓക്കെ, സോ നൺ ഓഫ് ദം.
ഓക്കെ. നീതർ നമ്മൾ യൂസ് ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് കേട്ടോ. ലൈക്ക് neither Aksa nor Revati came to office today. That can be said. Or neither of your answers are right എന്നൊക്കെ നമുക്ക് ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പറയാം. none of them എന്ന് പറയുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. കറക്റ്റ്. ഇനി അടുത്ത് ഞാനല്ലേ ചോദിക്കണ്ടേ, where do we use എന്നാണ് വരേണ്ടത്. where do we use as well as instead of and yeah. I've invited Revati as well as Divya for the party. Yeah. So I can just say and, but as well as is more posh type. Like when you see movies and all, ഈ class difference ഉണ്ടായിരിക്കുമല്ലോ. There is a class and education difference ഉണ്ടാവും. ഡിഫറൻസ് ബേസ്ഡ് ഓൺ എഡ്യൂക്കേഷൻ. അപ്പോൾ അതിൽ കുറച്ചുകൂടി ലോവർ ആയിട്ടുള്ള ആൾക്കാർ ആൻഡ് ഇങ്ങനെ ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യും. പിന്നെ there are so many posh people they use as well as and all. As well as and ആ കൈൻഡ് ഓഫ് വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യും. therefore, though, although ഇതൊക്കെ അങ്ങനത്തെ ടീംസ് ആണ് യൂസ് ചെയ്യുന്നത്. സോ both are correct, but if you need to know the usage and if you want to use the word, then you can use it instead of and. Moreover, like in writing, ഇങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ IELTS-ലൊക്കെ ആണെങ്കിൽ we can't like repeat using words. ഒത്തിരി റെപ്പിറ്റേഷൻ പറ്റത്തില്ലാത്തത് കൊണ്ട് നമ്മളിപ്പോൾ ആൻഡിന് പകരം ഓരോരുത്തരുടെ ആസ് വെൽ ആസ് ഇടും, വേറൊരിടത്ത് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഓൾസോ വെച്ചെടുത്ത സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യും. ദാറ്റ് ഓൾസോ ഐ മീൻ കുറച്ചുകൂടി റൈറ്റിങ്ങിലും നമ്മൾ ആസ് വെൽ ആസ് ഒത്തിരി കണ്ടിട്ടുണ്ട്. ആസ് ഇൻ ഐ മീൻ നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള എസ്സേസിലൊക്കെ നമ്മൾ അതെ. അടുത്ത ആരാ ചോദിക്കണ്ടേ? ലാസ്റ്റ് ക്വസ്റ്റ്യനാ എനിക്ക് തോന്നുന്നത്. ഞാനാ ചോദിക്കേണ്ടതെന്ന് തോന്നുന്നു. ഡോണ്ട് യു ഗോ, നീ പോകുന്നില്ലേ എന്നാണോ മീനിങ്? ഡോണ്ട് യു ഗോ is an expression, that's a separate thing. പക്ഷേ aren't you going എന്നുള്ളതാണ് നീ പോകുന്നില്ലേ എന്നുള്ളതിന്റെ. I think I've never heard don't you go, don't you dare go. അതെ, നീ പോകാതിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. നീ പോയാലുണ്ടല്ലോ മീൻസ് ഒരു ഭീഷണിയുടെ സ്വരം. don't you dare go അതിന് വരുന്നത്. അല്ലാതെ ആക്ച്വലി aren't you going ആണ് കറക്റ്റ്. അതെ. Okay, so we've covered 10 questions. Yes. അപ്പം we are forced to end it കാരണം 10 questions കഴിഞ്ഞു. അപ്പോൾ ലൈക്ക് ഈ ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാം. ഇനി ഇതുപോലത്തെ അവർക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അവർ കോമെന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് അടുത്തൊരു വീഡിയോ ചെയ്യുമ്പം ഈ കോമെന്റ്സ് അഡ്രസ് ചെയ്ത് നമ്മൾ അടിപൊളിയായിട്ട് വേറെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഇംഗ്ലീഷ് മിത്രയുടെ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ സവാള? Okay, so this is Revati Krishnan and Aksa Abraham signing off from English Mithra. Have a great day. Thank you. Bye. Hi friends, welcome to FAQ session. ഇന്നത്തെ സെഷനിലും നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻസ് നമ്മൾ ക്ലിയർ ചെയ്ത് തരാൻ പോവാണ്. കുറച്ച് വളരെ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു വന്നിട്ടുള്ളത്. അതെ. അപ്പം പറയുന്നത് നമ്മൾ വി ആർ നോട്ട് ഗെറ്റിംഗ് ഇൻ ടു ദ ലൈക്ക് ഡീപ്പ് ഇൻ ടു ദ ഗ്രാമർ പാർട്ട്. നമ്മൾ ബേസിക് ആയിട്ടുള്ള യൂസേജ് മാത്രമേ ഇത് പറയുന്നുള്ളൂ. കാരണം ഡീപ്പായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം ഇങ്ങനെ ഒരു ഇൻട്രാക്റ്റീവ് സെഷനിൽ അത് പറഞ്ഞാൽ ക്ലാരിറ്റി കിട്ടില്ല. രണ്ടാമത്തെ കാര്യം അത് ഒരു പ്രോപ്പർ ക്ലാസ് ആയിട്ട് തന്നെ എടുക്കണം. ബട്ട് ഇതിൽ ക്വസ്റ്റ്യൻസ് നല്ല ക്വസ്റ്റ്യൻസ് ആണെന്ന് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇത് എടുത്തിരിക്കുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ഇതിൽ അഡ്രസ് ചെയ്യാം. അതുകൂടാതെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കണം തോന്നുന്നതിന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ ശരി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. Could you please tell the difference between been and being and how to make a sentence? How to make a sentence എന്ന് നമുക്ക് എങ്ങനെ പറഞ്ഞുതരണ്ടെന്ന് എനിക്കറിയത്തില്ല. How to make a sentence using these two words. Usage പറഞ്ഞുതരാം. Been and being are two different forms of be. Be ഇല്ലടാ. Basic verb to be. B. Be. ആ be എന്ന basic ഫോമിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് been. പ്രസന്റ് പാർട്ടിസിപ്പിൾ ആണ് being. അതായത് ing വരില്ലേ നമ്മുടെ? അതെ. ഈറ്റിംഗ്, റൈറ്റിംഗ്, ലിസ്ണിംഗ്, ആ ING ഇല്ലേ, അത് ആ ഒരു ഫോമാണ് ബീയിങ് എന്ന് പറയുന്നത്. ബി പ്ലസ് ING. യെസ്, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോമാണത്. സോ നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന പാസ്റ്റിൽ ഒരു കാര്യം നടന്നു എന്നുള്ളത് പറയാനുണ്ട്. ഐ ഹാവ് ബീൻ വെയിറ്റിംഗ് ഫോർ ഹിം. അതായത് ഞാൻ അവന് വേണ്ടി വെയിറ്റ് ചെയ്യുകയായിരുന്നു, ഇത്രയും നേരം വരെ വെയിറ്റ് ചെയ്യുകയായിരുന്നു. ഇപ്പോഴും വെയിറ്റ് ചെയ്യുകയാണ്, പക്ഷേ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷനാണ്. അപ്പോൾ പാസ്റ്റിൽ തുടങ്ങിയ ഒരു ആക്ഷനെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീൻ യൂസ് ചെയ്യുന്നത്, പാസ്റ്റ് ആക്ഷൻസിന് വേണ്ടിയിട്ട്. ബട്ട് ബീയിങ്, you are being rude, you are being too nice to me. അപ്പം ബീയിങ് ഇപ്പോഴത്തെ കാര്യം, പ്രസന്റിലെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ബീയിങ് യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ദ
Basic difference. Basic difference. There are so many differences, but basically ഇതാണ് മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ബീൻ അങ്ങനെ യൂഷ്വലി തന്നെ നിൽക്കാറില്ല, ഇറ്റ്സ് ഓൾവേസ് വിത്ത് ഹാവ് ഓർ ഹാസ്. അതുപോലെ തന്നെ ബീയിങ്ങും എപ്പോഴും ഒരു അഡ്ജക്റ്റീവിന്റെ കൂടെ ആയിരിക്കും കൂടുതലായിട്ട്. ലൈക്ക് ബിഫോർ ദാറ്റ് ദെർ വിൽ ബി ആർ ഇസ്, അങ്ങനെ ബീയുടെ തന്നെ ഏതെങ്കിലും ഒരു ഫോം കാണും. ഈസ്, ആം, ആർ അല്ലെങ്കിൽ വാസ്, വെയർ ഏതെങ്കിലും ഒരു ഫോം ഉണ്ടായിരിക്കും പ്ലസ് ബീയിങ്. പിന്നെ ഒരു അഡ്ജക്റ്റീവ് ആയിരിക്കും ഹീസ് ബീയിങ് റൂഡ്, ഹീസ് ബീയിങ് നെയ്വ്, ഹീസ് ബീയിങ് നൈസ്, ഹീസ് ബീയിങ് റിഡിക്കുലസ്, അങ്ങനെ പല പല ആ ഒരു അഡ്ജക്റ്റീവ്സിന്റെ കൂടെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അതെ, ബി ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വേർബാണ് ടു ബി എന്ന് പറയുന്നത്. അതിനകത്ത് ഒത്തിരി സാധനങ്ങളുണ്ട്, അതിനകത്ത് പറയുന്ന രണ്ട് സാധനമാണിത്. തേർഡ് ക്വസ്റ്റ്യനും അതാണ്. അതെ, ഓക്കെ, ഇനി ഞാൻ ചോദിക്കാം. ഐ ഡിഡ്ന്റ് ഗെറ്റ് മൈ സാലറി യെറ്റ് ഓർ ഐ ഡിഡ്ന്റ് ഗെറ്റ് ക്രെഡിറ്റഡ് മൈ സാലറി. ഇസ് ഇറ്റ് റൈറ്റ് ഫോർ ദ മെൻഷൻഡ് സിറ്റുവേഷൻ? You didn't mention the situation by the way, but ഇതിൽ രണ്ടിലും ഇപ്പം നമ്മൾ ഇതാണല്ലോ പറയാൻ ഉദ്ദേശിക്കുന്നത്, എൻ്റെ സാലറി ഇതുവരെ ക്രെഡിറ്റ് ആയില്ല. So it'll be like my salary isn't credited yet, അതായത് my salary is not credited yet. അല്ലെങ്കിൽ you can say my salary hasn't been credited yet. Okay, I didn't get my salary is also correct, but my salary didn't get credited. I didn't get credited my salary നമ്മൾ പറയത്തില്ല. My salary didn't get credited will also do. Yeah, but I didn't get credited adu pattathilla. I didn't get credited my salary has not been credited yet. Yes. To be precise. Yeah, adana correct aayittulla oru uttaram ennu parayunnathu. I didn't get my salary is also very much fine, but you cannot use I didn't get credited my salary. Adu namukku use cheyan pattilla. Okay, adu tettana. Sentence inde order tettana. And by the way, situation mention ചെയ്തിട്ടില്ല, so it is difficult for us to എനിക്ക് എക്സാക്ട്ലി എന്താ പറയുന്നത് മനസ്സിലാവാത്തതുകൊണ്ട് ഗ്രമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് ആണ് നമ്മൾ അസ്യൂം ചെയ്ത് വെച്ചിട്ട് ഒരാളുടെ സാലറി ഇതുവരെ കേറിയിട്ടില്ല, അതാണ് അവർ ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇതുപോലത്തെ ഒരു സെന്റൻസ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ട്. മനുവിന്റെ കയ്യിൽ ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്. മനുവിന്റെ കയ്യിൽ ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ട്, മനുവിന്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്, മനു തിരിച്ചു വന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു വീക്ക് മൊത്തം മനു, അതും ഒരു കോമെന്റിലല്ല, ഒരു വീഡിയോ ചെയ്തു അതിന്റെ കോമെന്റില് മനുവിന് ചെക്ക് കൊടുത്തു വിട്ടിട്ടുണ്ടെന്ന് പറഞ്ഞു. വേറൊരു വീഡിയോയില് മനുവിന് ചെക്ക് കിട്ടി, മനുവിന്റെ ചെക്ക് വേറൊരാളുടെ കയ്യിൽ കൊടുത്തു വിട്ടേക്കാമെന്ന് പറയാം. ലൈക്ക് ടു കോംപ്ലിക്കേറ്റഡ് സെന്റൻസസ് സംതിങ് ലൈക്ക് ദാറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു ബി എന്ന ഫോം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യോ? ടു ബി എന്ന ഫോം ആക്ച്വലി നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ബോർഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ടു ബി എന്നുള്ളതിന്റെ ഡീറ്റെയിൽ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ ടു ബി എന്ന ഫോമിൽ രണ്ട് തരത്തിൽ നമുക്ക് പറയാം ഈ ഒരു കോമ്പിനേഷൻ. ഒന്ന്, ഐ വോണ്ട് ടു ബി എ ഡോക്ടർ, അല്ലെങ്കിൽ ഐ വോണ്ടഡ് ടു ബി എ ടീച്ചർ, അങ്ങനെയൊക്കെ ആകാൻ, എനിക്ക് ആകണമായിരുന്നു, അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ ഷീ വാണ്ടഡ് ടു ബി ദർ, അതായത് അവൾക്ക് അവിടെ വരണം ഉണ്ടായിരിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. സോ യു ക്യാൻ ആയിരിക്കണം, ആകാൻ എന്നുള്ള അർത്ഥത്തിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, ഡിപ്പെൻഡിങ് ഓൺ ദ ടെൻസ്, ഏത് ടെൻസിലാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ. ബട്ട് ടു ബിക്ക് വേറൊരു കോംപ്ലിക്കേറ്റഡ് ഫോമും ഉണ്ട്, അതായത് നമ്മുടെ ഈസ്, ആം, ആർ, വാസ്, വെയർ, ആസ് ഇൻ ടു ബി എന്ന വേർബാണ് ഉദ്ദേശിക്കുന്നത്. വേർബ്, ആ വേർബ് ആ വേർബ് എന്ന് പറയുന്നത് ബേസ് വേർബാണ്. ടു ബിയുടെ നമ്മൾ സിമ്പിൾ പ്രസന്റ് ടെൻസിൽ എടുക്കുമ്പോൾ ഉള്ള ഫോംസ് ആണ് ഈസ്, ആം, ആർ എന്നുള്ളത്. പ്രസന്റ് ടെൻസിലെ ഫോംസ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസ് മാത്രമല്ല, പ്രസന്റ് ടെൻസിലെ ഫോം. അതിനുശേഷം ടു ബിയുടെ പാസ്റ്റ് ടെൻസിലെ ഫോം ആണ് വാസ്, വെയർ, അത്രയേ ഉള്ളൂ. പിന്നെ അതിനുശേഷം ടു ബിയുടെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീൻ, പ്രസന്റ് പാർട്ടിസിപ്പിൾ ഫോം ആണ് ബീങ്. അപ്പൊ ഇതിന്റെ ഈ ടു ബി എന്ന് പറയുന്നത് ബേസ് വേർബായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് ഓക്സിലറി വേർബ്സിൽ. ഓക്കെ, ഒത്തിരി ബ്രാഞ്ചസ് ഉണ്ട് അതില്. പക്ഷെ അതിന്റെ വീഡിയോ ചെയ്തിട്ടുള്ളത് നിങ്ങൾ നോക്കണം, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാൻ ശ്രമിക്കാം. ബിയുടെ വീഡിയോ, ബീന്റെ വീഡിയോ ലിങ്ക് ഇടാനായിട്ട് ശ്രമിക്കാം, സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ക്ലാരിറ്റി. ഓക്കെ, ഞാൻ ചോദിക്കാം, നീ അവനെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, നമ്മൾ ഉദ്ദേശിച്ചത് നീയൊക്കെ പഠിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല, അത് നന്നാവില്ല, നമ്മൾ ഉദ്ദേശിച്ചിട്ടോ നല്ല രീതി. ഓക്കെ, എനിവേ, നീ അവനെ പഠിപ്പിച്ചിട്ട് there's no use teaching him. There is no use teaching him, or nothing is, like you said, you're not gonna get nothing is come out, going to come out of it. അങ്ങനെ അത്രയും കോംപ്ലിക്കേറ്റഡ് ആക്കണ്ട. there's no use teaching him is a small sentence. Nothing is going to come out of it. You won't gain anything by teaching him. അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. അടുത്ത ക്വസ്റ്റ്യൻ ഞങ്ങൾ 2 minutes എടുത്ത് മനസ്സിലാക്കിയെടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഞാൻ മനസ്സിലായത് വെച്ച് പറയാം. അല്ലല്ല, അക്ഷയാണ് മനസ്സിലായി, എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഓക്കെ, ഐ വിൽ ടെൽ യു. യു ജസ്റ്റ് ഹാവ് ടു ആൻസർ. ഓക്കെ, ഇങ്ങനെയാണ് സംഭവം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു
എനിവേസ് എന്ന വാക്കിനെ കാണിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരുന്ന് പറഞ്ഞു എനിവേസ് എവറിത്തിങ് വെന്റ് വെൽ എന്നൊക്കെ ഒരു എക്സാമ്പിൾ പറഞ്ഞു. ഓക്കെ, അപ്പം എവറിത്തിങ് വെന്റ് വെൽ എന്ന് വെച്ചാൽ എല്ലാം നന്നായി നടന്നു എന്നാണ്. ഓക്കെ, അപ്പം എല്ലാം നന്നായി നടക്കും എന്ന് ഇദ്ദേഹത്തിന് പറയണം. അപ്പൊ അത് എവറിത്തിങ് വിൽ ഗോ വെൽ എന്ന് പറയാമോ എന്നാണ് ക്വസ്റ്റ്യൻ. അദ്ദേഹം ഇത്രയാണ് എഴുതിയേക്കുന്നത്. വായിക്കാം. വെന്റ് വെൽ നടന്നു, നടക്കും. എവറിത്തിങ് വിൽ ഗോ വെൽ. എങ്ങനെ മനസ്സിലാക്കേണ്ടത്? അപ്പം ഞാൻ വിചാരിച്ച നടന്നു എന്നുള്ളതിന് ഞാൻ കോമന്റ് റിപ്ലൈ കൊടുത്തു. നടന്നു എന്നുള്ളതിന് walked എന്നാണ് പറയുന്നത്. നടക്കും എന്നുള്ളതിന് വിൽ വാക്ക് ആണ്. നന്നായി ഒരു കാര്യം നടന്നു എന്ന് പറയാനാണ് നമ്മൾ വെന്റ് വെൽ എന്ന് പറയുന്നത്. ഓക്കെ, അത് അങ്ങനെ ഒരു കൊളോക്കിയൽ യൂസേജ് ആണ്. അതായത് നടക്കും എന്നുള്ളതിന് നമ്മൾ അങ്ങനെ ഞാൻ കോമന്റ് റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു ചെക്ക് ദ കോമന്റ് യു ക്യാൻ സീ ദാറ്റ്. അങ്ങനെ റിപ്ലൈ കൊടുത്തിരിക്കുന്നത് എനിക്ക് മനസ്സിലായതേ ഇല്ല എന്താന്ന്. ഓക്കെ, ഇനി അടുത്തത് ഭാഗ്യവതി. ഇല്ല, ഇത് കറക്റ്റ് ആണ്. എവറിത്തിങ് വിൽ ഗോ വെൽ, എല്ലാം നന്നായി നടക്കും. എന്നിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്, എക്സ്ക്ലമേറ്ററി മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് എനിക്ക് മനസ്സിലാകത്തില്ല. ക്വസ്റ്റ്യൻ മാർക്ക് പ്ലസ് എക്സ്ക്ലമേറ്ററി മാർക്ക് എന്ത് ഉദ്ദേശിച്ചാണ്? ഇത് ശരിയാണോ എന്ന് അതിശയായിരിക്കും അല്ലേ? അല്ല, ഇത് ശരിയായിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് അവോയ്ഡ് ചെയ്യട്ടോ. Everything will go well. You can just say everything will go well. അത് കറക്റ്റ് ആണ് കേട്ടോ. ഉദ്ദേശിച്ചത് ഇതാണെങ്കിൽ, താങ്കൾ ഉദ്ദേശിച്ചത് ഇതാണെങ്കിൽ ഇറ്റ് ഈസ് ദ റൈറ്റ് ആൻസർ. ബട്ട് കോമന്റ് ഇടുമ്പോൾ നമ്മൾ മറുപടി തരാൻ വേണ്ടിയിട്ടാണെങ്കിൽ യു ഹാവ് ടു മേക്ക് ഇറ്റ് സ്പെസിഫിക്. കുറച്ച് ക്ലിയർ ആയിട്ട് എഴുതുന്നതായിരിക്കും. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഇതുപോലെ, ചെറിയ വായിൽ വലിയ വർത്താനം വേണ്ട എന്നെങ്ങനെ പറയും? നമുക്ക് ക്ലിയർ ആണ്. ഇതാണ് ആശാൻ എന്നെങ്ങനെ പറയുന്നത് ചോദിച്ചിട്ടുള്ളൂ. എന്നെങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നൊന്നും ചോദിച്ചിട്ടില്ല. സോ ഞാനാണെങ്കിൽ പറയും ചെറിയ വായിൽ വലിയ വർത്താനം പറയണ്ട. ഓബ്വിയസ്ലി ഇംഗ്ലീഷ് മിത്രയുടെ വീഡിയോയുടെ താഴെ കോമന്റ് ചെയ്യുമ്പോൾ ഉറുദുവിൽ കേൾക്കാൻ വേണ്ടിയിട്ടാണ് കോമന്റ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ സി ഇതിനൊരു എക്സാക്ട് ട്രാൻസ്ലേഷൻ ഒന്നും ഇല്ല. ബട്ട് ദെൻ യു കെൻ ജസ്റ്റ് സേ സ്പീക്ക് അക്കോർഡിംഗ് ടു യുവർ ഏജ് ഓർ സംതിങ്. ഡോണ്ട് സ്പീക്ക് ഔട്ട്. സ്പീക്ക് ഔട്ട് എന്ന് പറയും നമ്മൾ. ഡോണ്ട് സ്പീക്ക് ഔട്ട്. Don't speak out can mean many things. Many things, yes. അത് സത്യമാണ്. സ്പീക്ക് ഒരു പിള്ളേരോടൊക്കെ ആയിരിക്കും നമ്മൾ ഇത് പറയുന്നത്. അപ്പോൾ നമ്മൾ സ്പീക്ക് അക്കോർഡിംഗ് ടു യുവർ ഏജ് എന്ന് പറയാൻ പാടില്ല. ഓക്കെ, അതെ. You have to listen what they have to say. They have to say, right? ആദ്യം കേൾക്കണ്ടേ, എന്നിട്ട് തീരുമാനിക്കണ്ടേ. ഓക്കെ, have had, has had. ഇതിന്റെ യൂസേജ് ഇതിന്റെ യൂസ് എങ്ങനെയാണെന്ന് ഒരു വീഡിയോ ചെയ്യോ? സെപ്പറേറ്റ് വീഡിയോ ആണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. പക്ഷെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് വിടാൻ തോന്നി എനിക്ക്. ഹാവ് ഹാഡ് ഹാസ് ഹാഡ്. ഇപ്പം സത്യം നമ്മൾ ഹാഡ് എന്ന് പറയുന്നത് ഹാവിൻ്റെ പാസ്റ്റ് ഫോം ആണ്. ഓക്കെ, അപ്പം ഹാവ് എന്ന് പറയുന്നത് നിനക്കറിയാലോ, ഈറ്റിന് പകരം നമുക്ക് യൂസ് ചെയ്യാം. എസ്പെഷ്യലി വിത്ത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ഫുഡ്, ഈ വാക്കുകളുടെ കൂടെ. സോ യു ഇൻസ്റ്റെഡ് ഓഫ് യു സേയിങ് I ate my breakfast, you say I had my breakfast. So instead of saying I have eaten my breakfast, you can say I have had my breakfast. So adana basic aayittulla usage. But then again there is this usage where having ennullathu oru verb form aayittu, have inde oru verb form aayittu, auxiliary verb form aayittu nammal consider cheyilla. Aa situations ilalla nammal have had aanu use cheyyunnathu. Adoru korchude complicated aayittulla sambhavana. I am not going detail into it, but ഇതാണ് ബേസിക് യൂസേജ്. അതുപോലെ തന്നെ സബ്ജക്റ്റ് സിംഗുലർ ആകുമ്പോൾ ഹി ഹാസ് ഈറ്റൻ ഫുഡ് എന്ന് പറയുന്നതിന് പകരം ഹി ഹാവ് ഹാഡ് ഹിസ് ഫുഡ് എന്ന് പറയാം. ആൻഡ് ദെൻ അഗെയിൻ ഹാഡ് വരുന്നത് ഞാൻ എന്നോട് നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക് നമ്മളിപ്പോൾ പറയാണ് ഐ ഹാഡ് എ ഗുഡ് നൈറ്റ്സ് സ്ലീപ്പ് എന്ന് ഞാൻ പറയാണ്. സോ എനിക്കിങ്ങനെ പറയണം, അവൻ വരുന്നത് വരെ ഐ ഹാഡ് എ ഗുഡ് നൈറ്റ്. സോ അപ്പം ഒരു പാസ്റ്റ് ഓഫ് പാസ്റ്റ് ആണ് അവിടെ അല്ലേ, പാസ്റ്റ് ഓഫ് പാസ്റ്റ്. അപ്പം ആ സമയത്ത് ഏത് ആക്ഷൻ ആണോ ആദ്യം നടന്നത് അത് നമ്മൾ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ പറയും. അപ്പം അങ്ങനത്തെ കേസസിൽ ഐ ഹാഡ് എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് അൺടിൽ ഹി കെയിം. ഓക്കെ, അങ്ങനെ നമുക്ക് പറയാം. സോ അതാണ് ഹാഡിന്റെ യൂസേജ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇതും പറയാം, ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിൽ ഐ ഹാഡ് മൈ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയാം. സോ ഇറ്റ്സ് ഓൾ ദാറ്റ്. അപ്പൊ അതാണ് ഇതിന്റെ യൂസേജ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് വീഡിയോ ചെയ്യാട്ടോ, നമ്മൾ മെൻഷൻ ചെയ്തേ ഉള്ളൂ. ഓക്കെ, ഇനി അടുത്തത് എന്ത്? പരീക്ഷയ്ക്ക് ആരും കോപ്പി അടിക്കരുത് അങ്ങനെ പറയാം ഇംഗ്ലീഷിൽ. അത് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഡു നോട്ട് കോപ്പി പറഞ്ഞാൽ മതി. ഒരു എക്സാം ഹാളിൽ നിന്നിട്ട് പറയുന്ന പോലെ ആണെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു സേ ഡു നോട്ട് കോപ്പി ഡ്യൂറിംഗ് ദി എക്സാം. ഇഫ് യു വാണ്ട് യു ക്യാൻ മെൻഷൻ ദാറ്റ്. അല്ലെങ്കിൽ പ്ലീസ് പറയണോ കോപ്പി അടിക്കാതിരിക്കാൻ പറയാൻ വേണ്ടി കുട്ടികളെ. ഡു നോട്ട് കോപ്പി ഡ്യൂറിംഗ് ദി എക്സാം. ചീറ്റ്. No malpractices. Okay. കോപ്പി അടിച്ചാൽ പേപ്പർ തിരിച്ചു വാങ്ങിച്ച് തുടർന്ന് പരീക്ഷ എഴുതാൻ അനുവദിക്കുന്നു. കോപ്പി അടിച്ചാൽ പേപ്പർ തിരിച്ചു വാങ്ങിച്ച്. ഇന്നലത്തെ ആളാണോ? ഇഫ് യു ചീറ്റ്
If you cheat, If your paper will be taken away and you won't be allowed to attend the exam. or continue writing the exam. അത്രേ ഉള്ളൂ. Or continue writing the exam. വളരെ അച്ചടക്കത്തോടെ മാത്രമേ പരീക്ഷ എഴുതാൻ അനുവദിക്കൂ. Okay. You'll have to keep the discipline and decorum During the in an exam hall or during the exam. While writing the exam. ഓക്കെ, ഇത്രേ ഉള്ളൂ. ഇതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു തരാമോ പ്ലീസ്? അത് വളരെ വൃത്തിയായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതെ. ചിലരൊക്കെ സെന്റൻസ് മാത്രം എഴുതും. ഇപ്പം എനിക്ക് മനസ്സിലാകത്തില്ല ഇത് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യാനാണോ അത് എന്നോട് പറയുന്നതാണോ ഇനി വെറുതെ കോമന്റ് ചെയ്തതാണോ ഒന്നും മനസ്സിലാവില്ല. സോ ഞാനാണോ ചോദിക്കേണ്ടത്? നീയാണോ? ഞാനാണോ ചോദിക്കേണ്ടത്? ഞാൻ ചോദിച്ചെന്താ ആൻസർ പറഞ്ഞില്ലല്ലോ. സോറി. You didn't answer my question. അത്രേ ഉള്ളൂ. സിമ്പിൾ ആസ് ദാറ്റ്. You didn't answer my question. അതിന്റെ സൈഡിൽ ഇംഗ്ലീഷിൽ എങ്ങനെ പറയുന്നുണ്ട്? ഞാൻ കരുതി ഇനി ഇവര് ചോദിക്കുവാണോ. ഇംഗ്ലീഷിൽ ഞാൻ ചോദിച്ചതിനൊന്നും നിങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. You didn't answer my question. You didn't answer my question. ഇത് ക്വസ്റ്റ്യൻ ആയിട്ട് അല്ലാതെ പ്രോപ്പർ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കണമെങ്കിൽ why didn't you answer my question എന്ന് ചോദിക്കാം. Why didn't you ആണ് ട്ടോ. So did not. Why did not? Okay. Why didn't you answer my question? Okay. ഇനി അടുത്ത്. ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ വന്നില്ലല്ലോ. He told me that he would be here, but he hasn't arrived yet. He isn't here yet. Why is that so? അങ്ങനെ ചോദിക്കാം അല്ലേ? Why is that so? Why hasn't he arrived yet? He told me that he will arrive. അല്ലേ? അങ്ങനെ പറഞ്ഞൂടെ? പിന്നെ അങ്ങനെ പറയാം. നമ്മുടെ ദേശത്തിന്റെ ലെവൽ അനുസരിച്ചായിരിക്കും. രേവതി പിച്ചിൽ ദേശത്തിലാണ് പറഞ്ഞത്. അങ്ങനല്ല, ഞാൻ കുറച്ച് കൗതുകത്തോടെയാണ് പറയുന്നത്. ദേശത്തിൽ പറയണ ഇങ്ങനെയല്ല പറയാം, മലയാളത്തിൽ പറയും. അത്രേ ഉള്ളൂ. 10 ക്വസ്റ്റ്യനായി. പെട്ടെന്ന് തീർന്നു പോലെ. പെട്ടെന്ന് തീർന്നു. വളവള ഇല്ല. വളവള വേണമെങ്കിൽ ഞങ്ങൾ വളവളയ്ക്കാം. ഓക്കെ. സോ അപ്പം നമ്മളിന്ന് 10 ക്വസ്റ്റ്യൻസ് കവർ ചെയ്തിട്ടുണ്ട്. വി ഹോപ്പ് ദാറ്റ് ദീസ് വെയർ യൂസ്ഫുൾ ഫോർ യു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പ്ലീസ് ഡു പോസ്റ്റ് ഇൻ ദ കോമൻറ്റ് സെക്ഷൻ. ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഞങ്ങൾ പൊതുവേ ഈ FAQ വീഡിയോസിൽ മാത്രമേ പറയൂ ചിരിക്കാൻ എൻ്റെ അടുത്ത് സീരിയസ് ആവുന്നുണ്ട്. ചിരിക്കും. ഓക്കെ. അപ്പം കോമൻറ്റ് സെക്ഷനിൽ സാധാരണ നമ്മൾ FAQയിൽ വരുന്ന ക്വസ്റ്റ്യൻസ് മാത്രമേ ഇങ്ങനത്തെ കോമൻറ്റിന് എടുക്കാറുള്ളൂ. പക്ഷേ സ്റ്റിൽ ഐ ബിലീവ് ദാറ്റ് നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഇവിടെ ആൻസർ തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. തരുന്നുണ്ടായിരിക്കാം, തരുന്നില്ലായിരിക്കാം, തരുന്നുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ. സോ നിങ്ങൾക്ക് ഇതുപോലത്തെ എന്തെങ്കിലും ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട് ഉണ്ട്, അത് ആൻസർ ചെയ്യണമെന്നുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യാൻ ഞങ്ങൾ അത് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ we are planning to like add the number of കോമൻസ് ഇഷ്ടംപോലെ ഉള്ളത് കൊണ്ട് ഞങ്ങൾ ഇൻക്രീസ് ചെയ്യാൻ പോകണം. നമ്പർ ഓഫ് FAQ സെഷൻസ് ഇൻക്രീസ് ചെയ്തിട്ട് നിങ്ങളുടെ കോമൻസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ അത് കൂട്ടാനായിട്ട് ഞങ്ങൾ ശ്രമിക്കുകയാണ്. അപ്പം സോ ഇനി വീക്ക്ലി ട്വൈസ് ഉണ്ടായിരിക്കും കോമൻറ്റ് സെക്ഷൻ വീഡിയോ. കാരണം ഒത്തിരി പേര് പറയുന്നുണ്ട് കോമൻറ്റിൽ നിങ്ങൾ വീഡിയോക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. യൂസർ നെയിമും കൂടി കോമൻറ്റ് ഇൻക്ലൂഡ് ചെയ്താലെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. സോ ഇഫ് യു ഫീൽ ലൈക്ക് നിങ്ങളുടെ യൂസർ നെയിമും കൂടി കോമൻറ്റിൽ പറയണം എന്നുണ്ടെങ്കിൽ മെൻഷൻ ദാറ്റ്, വിൽ ആഡ് ദാറ്റ്. അത് ഞങ്ങൾ ആഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇനി നിങ്ങളുടെ ഫ്രണ്ട്സിന് ഫാമിലിക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ മാത്രം, അല്ലാതെ വെറുതെ അയച്ച് വെറുപ്പിക്കരുത്. ഇഷ്ടമാണെങ്കിൽ മാത്രം, അതെ ഇഷ്ടമാണെങ്കിൽ മാത്രം അവർക്കിത് ഷെയർ ചെയ്യുക. അപ്പോൾ അവർ കണ്ടോട്ടെ, അവർ കുറച്ച് ഇംഗ്ലീഷൊക്കെ പഠിച്ചോട്ടെ. പിന്നെ അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കാണരുത്, കഷ്ടമുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ, പിന്നെ ഇംഗ്ലീഷ് പഠിക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ പറഞ്ഞു വന്നാൽ പിന്നെ അഡ്മിഷൻ എടുക്കുക, അങ്ങനെയല്ല. നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാം നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് നിങ്ങളെ പഠിക്കാൻ സഹായിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എൻഡ് ചെയ്താലോ നിങ്ങളെ? ഓക്കെ ഗൈസ്, സോ ഹാവ് എ ഗ്രേറ്റ് വീക്ക് ആണ് തോന്നുന്നു. ഹാവ് എ ഗ്രേറ്റ് വീക്ക്, ഹാവ് എ ഗ്രേറ്റ് ഡേ. ഹാവ് എ ഗ്രേറ്റ് വീക്കെൻഡ് ആണോ? സാറ്റർഡേ ആണോ? എനിക്കറിയില്ല എന്താ പോസ്റ്റ് ചെയ്യുന്നത്, ലൈവ് വീഡിയോ അല്ലല്ലോ ഇത്. അപ്പം സോ എനിവേസ് ഹാവ് എ ഗ്രേറ്റ് ടൈം, ഹാവ് എ ഗ്രേറ്റ് ഡേ, എൻജോയ് ചെയ്യുക ലൈഫ്. സോ ദിസ് ഇസ് രേവതി കൃഷ്ണൻ and Akshay Abraham signing off from English Mithra. Thank you and bye. Hi friends, welcome to English Mithra. Welcome to FAQ session. എല്ലാ FAQ സെഷനിലും പോലെ ഇന്നത്തെ FAQ സെഷനിലും നമ്മൾ നിങ്ങൾ അയച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഈസി ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവുകയാണ്. നമുക്ക് തുടങ്ങിയാലോ? ഇന്നൊരു വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ കോമൻറ്റ് ചോദിച്ചിരിക്കുന്നവരുടെ പേരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പേരെന്ന് പറഞ്ഞാൽ അവർ യൂട്യൂബിൽ കൊടുത്തിരിക്കുന്ന പേര്.
അത് അവരുടെ ഒറിജിനൽ പേരാണെന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുടെ പേര് ഒറിജിനൽ പേര് തന്നെ വരണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ, വീഡിയോയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാം കോമെന്റിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? ചോദിച്ചു. റൂമിൽ കൊണ്ടുവെക്ക്, കിച്ചണിൽ കൊണ്ടുവെക്കുന്നൊക്കെ നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളത് ചിക്കു ചിക്കു ചോദിച്ചേക്കണാണ് കേട്ടോ. ചിക്കു ചിക്കു, നല്ല പേര്. ചിക്കു ചിക്കു. ഓക്കെ, ചിക്കു ബോഡി, മരിച്ച ശരീരം അല്ലേ, ഡെഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. There had been calls to extend the deadline that ended on Sunday to give students more time to check their results and make corrections to their applications. Okay, അപ്പോൾ ഈ സെന്റൻസിൽ there had been calls to extend എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിന്റെ സംശയം എന്ന് പറയുന്നത് there had been കഴിഞ്ഞ് calls to extend എന്ന് വന്നതിന്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞു. ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ കോൾസ് എന്ന് പറയുന്നത് കോൾ എന്ന വേർബ് അല്ല, നൗൺ ആണ്. വിളി, ഫോൺ വിളി, അതാണ് കോൾ ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ വിളിക്കുക എന്നുള്ളതല്ല. കോൾസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ നിങ്ങൾ വിചാരിക്കല് ഫോൺ വിളികൾ വന്നു എന്നാണ് ഇത് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ പറയുന്നത് ദേ ഹാഡ് ബീൻ കോൾസ് ടു എക്സ്റ്റെൻഡ് ദ ഡെഡ് ലൈൻ എന്ന് വെച്ചാൽ ഈ ഡെഡ് ലൈൻ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോൺ വിളികൾ എന്നല്ല, വിളികൾ വന്നു. ഇറ്റ്സ് ലൈക്ക് എൻ യൂസേജ്. ഇങ്ങനെ നമ്മൾ പറയില്ലേ കോൾ ഫോർ എൻ ഇന്റർവ്യൂ, അങ്ങനെ എന്താ, അങ്ങനെ കുറച്ച് വിളികൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് എന്താ സജഷൻസ് സജഷൻസ് അല്ല, അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ഇനീഷ്യേഷൻ ഉണ്ടായിട്ടുണ്ടായിരുന്നു എന്നാ പറയുന്നത്. അപ്പം ഇവിടെ ഹാഡ് ബീൻ യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പാസ്റ്റിൽ ഒരു ടൈം തൊട്ട് ഇത്ര ടൈം വരെ ആ ഒരു ഇനീഷ്യേഷൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ അതില്ല, ഇപ്പൊ കോൾസ് ഒന്നും ഇല്ല. സൺഡേ എൻഡ് ചെയ്തു. കുട്ടികൾക്ക് അവരുടെ റിസൾട്ട് ചെക്ക് ചെയ്യാനും അതനുസരിച്ച് റീവാലുവേഷനോ അല്ലെങ്കിൽ പിന്നെ കുറെ സംഭവങ്ങളുണ്ടല്ലോ, എക്സാം ഒന്നുകൂടെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷനൊക്കെ സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഗവൺമെന്റിന്റെ ഇതിൽ നിന്ന് അവർ വിളിച്ചുകൊണ്ടേയിരുന്നു, ആപ്ലിക്കേഷന് വേണ്ടി വിളിച്ചുകൊണ്ടേയിരുന്നു എന്നാണ് പറയുന്നത്. അത് തീർന്നു. അത് ഒരു പോയിന്റ് ഓഫ് ടൈം തൊട്ട് ഒരു പോയിന്റ് ഓഫ് ടൈം വരെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അതിപ്പോൾ ഇല്ല എന്നാണ് ഇത് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തിന് ദെയർ ഹാഡ് ബീൻ കോൾസ് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് ഹാഡ് ബീൻ കോൾസ് എന്ന് വന്നിരിക്കുന്നത്? കാരണം നമ്മൾ ഓൾറെഡി പറയുന്നത് ഹാഡ് ബീൻ്റെ കൂടെ ING ഫോം ഓഫ് ദ വേർബ് അല്ലേ. കാരണം പക്ഷെ ഇവിടെ വേർബ് അല്ല യൂസ് ചെയ്തിരിക്കുന്നത്, ഇത് നൗൺ ആണ്. ഓക്കെ, ഇതൊരു നൗൺ ആണ്. ഹാഡ് ബീൻ തന്നെയാണ് ഇവിടുത്തെ വേർബ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഹൗ ഫാർ ഹാവ് യു സ്റ്റഡീഡ്? ഇസ് ദിസ് ദ റൈറ്റ് വേ ടു ആസ്ക്? It's actually a pakka Malayalam like English translation to the Malayalam. It's like an Indianism. അതെ, ഇത് യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല because നമുക്ക് ബെറ്റർ ഓപ്ഷൻസ് ഉണ്ട്. We can say what is your educational qualification which goes to ഏത് എക്സ്റ്റെൻഡ് വരെ പഠിച്ചു, സ്കൂൾ വരെ, അങ്ങനെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. പിന്നെ ഹൗ ഫാർ ഹാവ് യു സ്റ്റഡീഡ് is an okay usage. I think it's okay for you to use it, but the accepted usage അല്ല. It hasn't been accepted. കാരണം ഞാൻ ഇത് കണ്ടപ്പോഴേ ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ഇപ്പൊ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴത്തേക്ക് കണ്ടിട്ടുള്ളത് ഇറ്റ്സ് നോട്ട് an accepted usage but it's an Indianism of English. So I wouldn't suggest that നിങ്ങളത് യൂസ് ചെയ്യണമെന്ന് ഞങ്ങളിവിടെ പറയാൻ പറ്റില്ല, കാരണം ഇന്ത്യനിസം ആണെന്ന് അറിഞ്ഞുകൊണ്ട്. ബട്ട് കാണുമ്പോൾ ഓക്കെ ആണെന്നാ തോന്നുന്നത്. ലൈക്ക് ഹൗ മെനി it's okay, like if you want to use, you can use, but then you have better options. You can say what's your educational qualification. Okay, ഞാൻ ചോദിക്കാം അല്ലേ, യഥാർത്ഥത്തിൽ ഈ കാര്യം നേരത്തെ സാറിനോട് പറയാൻ ഇരിക്കുകയായിരുന്നു, ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. ആക്ച്വലി I was planning to tell this to sir എന്ന് പറയാൻ പറ്റില്ല. You can say, if you are addressing the sir, you can say, sir, actually I was planning to inform this beforehand. I was planning to inform this to you before എന്ന് പറയാം. അല്ലെങ്കിൽ you can say, ഇത് സാറിനെ അഡ്രസ് ചെയ്തല്ല പറയുന്നതെങ്കിൽ I was planning to inform this to him beforehand, അല്ലെങ്കിൽ inform this to the boss beforehand എന്നേ പറയാൻ പറ്റുള്ളൂ. You never say sir in English. എന്നുവെച്ചാൽ ഇടയ്ക്ക് അത് വന്ന് ഒന്നാമത് സർ എന്നുള്ള വിളി പുറത്ത് ഭയങ്കര കുറവാണ്. Even you call your boss by the name. For example, if you are very close to the boss and if you have a very nice relationship with him and if he has given you the permission, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ പേര് വഴി വിളിക്കാം. Like for example, ഇപ്പം അമൽ നമ്മുടെ ബോസ് ആണ്, we don't call him sir, we call him Amal. But then again, ഇപ്പം അങ്ങനെ ഒരു ഫോർമൽ റിലേഷൻഷിപ്പ് ആണെങ്കിൽ മിസ്റ്റർ അമൽ വിൽ ഡു, യു വോണ്ട് കോൾ ഹിം സർ.
യു ക്യാൻ ഈവൻ പോലീസ് ഓഫീസറിനെ പോലെ നമ്മൾ സാറിന് വിളിക്കില്ല. ഐ ഹാവൻ ഹേർഡ്. ഞാൻ ഒത്തിരി ക്രൈം ത്രില്ലേഴ്സ് ഒക്കെ കാണുന്ന ആളാണ്, പക്ഷെ ഞാൻ ഹാവൻ ഹേർഡ് ദാറ്റ്. നോട്ട് ഇൻ അവർ കൺട്രി. ഓക്കെ, നാളെ നിങ്ങൾ പോയി പോലീസുകാരനെ സാറിന് വിളിക്കാത്തതിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഇറ്റ്സ് നോട്ട് അവർ മിസ്റ്റേക്ക്. പുറത്തുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. സോറി. യാ, ഞാൻ ഇനി അടുത്ത് ഞാൻ ഈ മാസം ശമ്പളം കൂട്ടി തരുമോ? ഹൗ ഡു വി സേ ദിസ് ഇൻ ഇംഗ്ലീഷ്? യു കുഡ് ലൈക്ക് ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. ഷാൽ ബി പെയ്ഡ് മോർ ദിസ് മന്ത് ഇങ്ങനെ പറയാമോ? shall we be paid more this month? വേണ്ട. Like I'll tell you a better option. You can ask, can we expect a salary increment this month? Can we have a hike? So that's more official. Yeah, can we expect a hike or this a month? raise? Okay. Those are like various ways to ask it. ഇങ്ങനെ ചോദിക്കണ്ട. Be paid more. What is this paid more? Like അത് അങ്ങനെ ചോദിക്കരുത്. നമ്മൾ ചെയ്യുന്ന വർക്കിനുള്ള പേയ്മെന്റ്. പെയ്ഡ് മോർ എന്ന് പറയുമ്പോൾ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പേ ചെയ്യുന്ന ഒരു മീനിങ് ഒക്കെ വരും. പക്ഷെ സാലറി ഹൈക്ക് ഇസ് സംതിങ് ദാറ്റ് യു ആക്ച്വലി ഡിസേർവ്, റൈറ്റ്? ലുക്ക്, നമ്മൾ പെയ്ഡ് മോർ എന്ന് ചോദിക്കുമ്പോൾ അക്സർ പറഞ്ഞാൽ ശരിയാണ്, അങ്ങനത്തെ ഒരു ഇത് വരും. കൂടുതൽ പേയ്മെന്റ് തരാമോ എന്നുള്ളത് നമ്മൾ മലയാളത്തിൽ ചോദിക്കുമ്പോൾ സംഹൗ ഇറ്റ് ഈസ് ഫൈൻ, പക്ഷെ ഇംഗ്ലീഷിൽ ചോദിക്കുമ്പോൾ അതിന് എന്തായാലും ഡിഫറെന്റ് ആയിട്ടുള്ള, അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ഇപ്പൊ 2 മണിക്കൂർ ജോലി ചെയ്യുന്ന ഒരാൾക്ക് നമ്മൾ 100 രൂപയാണ് കൊടുക്കുന്നത് എപ്പോഴും. അയാൾ 2 മണിക്കൂറേ ജോലി ചെയ്തിട്ടുള്ളൂ. അപ്പൊ അയാൾക്ക് 200 രൂപ കൊടുക്കാമോ എന്ന് ചോദിക്കുന്നത് പോലെ ആയിപ്പോവും. നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഡിസേർവ് ചെയ്യുന്നതിനെക്കാട്ടും കൂടുതലല്ലല്ലോ ചോദിക്കുന്നത്. നമ്മൾ ഡിസേർവ് ചെയ്യുന്ന സംഭവമാണ്, ആ ഒരു ഇത് തരുമോ എന്നുള്ളത് ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഇറ്റ് ഗെറ്റ്സ് ബോറിംഗ് എന്നുള്ളത് റൈറ്റ് യൂസേജ് ആണോ? ബിക്കോസ് ബോറിംഗ് ഇസ് ഇൻ കണ്ടിന്യൂസ് ഫോം. It is a right usage because boring is not a verb. Continuous form ഉള്ളത് here boring is gerund ആണെങ്കിൽ verb അല്ലല്ലോ, noun ന്റെ I mean form ആണ്. yeah, പക്ഷെ ഇവിടെ verb ആയിട്ടല്ല യൂസ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തോന്നുമെങ്കിലും ബോറിംഗ് ഇസ് നോട്ട് എ വെർബ്, ഇറ്റ്സ് എൻ ആഡ്ജക്റ്റീവ്. ആഡ്ജക്റ്റീവ് ആണ് ബോറിംഗ് എന്ന് പറയുന്നത്. ing ഉള്ളതുകൊണ്ടാണ് നമ്മൾ കൺഫ്യൂസ്ഡ് ആവുന്നത്. അപ്പം ബോറിംഗ് ഒരു അഡ്ജക്റ്റീവിന് കണ്ടിന്യൂസ് ഫോം ഇല്ല, വേർബിന് മാത്രമേ കണ്ടിന്യൂസ് ഫോം ഉള്ളൂ. ഈവൻ ഇപ്പം ഒരു വേർബിൽ ing വരുവാണെങ്കിലും, മീൻസ് വേർബ് എന്ന് നമുക്ക് തോന്നുന്ന കാര്യത്തിൽ ing വരികയാണെങ്കിലും മിക്കപ്പോഴും അത് ഗരണ്ട് ആയിരിക്കും, അതായത് നൗൺ പ്ലസ് ing ഫോം ആയിരിക്കും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യുക. ഇറ്റ് ഗെറ്റ്സ് ബോറിംഗ് എന്ന് പറയുന്നത് ബോറിംഗ് വേർബ് അല്ല. സോ ആ ഒരു പ്രശ്നമില്ല. നിങ്ങൾ ഇത്ര ശ്രദ്ധിച്ചാൽ മതി, ing മുന്നേ ഉള്ള വേർഡ് വേർബ് ആയിട്ടാണോ ആക്ട് ചെയ്യുന്നത്. ഇവിടെ ബോർ എന്നുള്ള വേർഡ് വേർബ് അല്ലല്ലോ, നമുക്ക് അഡ്ജക്റ്റീവ് ആണല്ലോ. അതെ, അപ്പം ഇറ്റ് ഗെറ്റ്സ് ബോർഡ് എന്നൊക്കെ പറയുമ്പോഴും അഗൈൻ അഡ്ജക്റ്റീവ് ആണ് വീണ്ടും. അതെ, അപ്പൊ പിന്നെ നമുക്ക് ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അതുകൊണ്ടാണ് ഇറ്റ് ഗെറ്റ്സ് ബോറിംഗ് കറക്റ്റ് ആയിരിക്കുന്നത്. ഇറ്റ് ഗെറ്റ്സ് വേറൊരു അഡ്ജക്റ്റീവ് എന്താ ഇടാൻ പറ്റുന്നത്? ഇറ്റ് ഗെറ്റ്സ് വിസിബിൾ ആസ് വി approach something, it gets visible പറയുന്നത് പിന്നെ കാണാൻ പറ്റുന്നു എന്ന അഡ്ജക്റ്റീവ് ആണ്. അതുപോലെ ഇവിടെ യൂസ് ചെയ്തേക്കുന്നതാണ് ബോറിംഗ് ട്ടോ. It gets interesting. അതുപോലെ. So next ഞാൻ ചോദിക്കല്ലേ, could you explain about can have been and could have been? Can have been is not a usage because can is not a modal verb. I mean no, it's not. It's not an usage. Yeah, can have been നമ്മൾ പറയില്ല. എന്തുകൊണ്ടാ തെറ്റായിരിക്കുന്നതെന്ന് എനിക്ക് അങ്ങനെ പറയാനില്ല. യൂസേജ് ഇല്ല. It's not an usage. Can have been നമുക്ക് can is already in present form. Present have is also there. Yeah, and been is in V3 form. Doesn't make any sense. Could have been എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ളത്. ഫോമിലേ നമുക്കില്ല. Could have been would work. Could have been ആകാൻ എന്നുള്ള അർത്ഥത്തിൽ, കാരണം മീനിങ് വരുന്നില്ല. Can have been എന്ത് അർത്ഥമുള്ള ഒരു അർത്ഥമില്ല അല്ലേ? Could have been മീനിങ് ഉണ്ട്. ഇപ്പൊ മോഡൽ വെർബിലായാലും സെയിം ടെൻസിലല്ലടാ ക്യാനും ഹാവും വരുന്നത്. സോ ഇറ്റ് ഡസന്റ് മേക്ക് could have been make sense. ആകായിരുന്നു എന്നുള്ള അർത്ഥം. അതെ, you could have been a doctor. ഡോക്ടർ ആകായിരുന്നു. It could have been mean അത് എനിക്ക് ആകായിരുന്നു എന്നുള്ള രീതിയിൽ you can use. Yes. Next question. Next question is very disturbing by the way. ഞാൻ ഇങ്ങനെ വായിക്കുന്നില്ല കേട്ടോ. ക്ലാസ്സിൽ കിടന്ന് ശബ്ദം ഉണ്ടാക്കല്ലേ, മറ്റ് ക്ലാസ്സിലുള്ളവർക്കും ടീച്ചേഴ്സിനും അത് ബുദ്ധിമുട്ടാകും. ഓക്കെ, വിൽ ബ്രേക്ക് ഇറ്റ്, അത്രയും പറയാതെ. ബുദ്ധിമുട്ടാകും. ഇത് ഭയങ്കര ഇത് എഴുതിയത് ആൾക്ക് അറിയാം എന്താ എഴുതിയെന്നുള്ളത്. സോ ബട്ട് നമ്മൾ കുട്ടികളോട് സംസാരിക്കുമ്പോൾ ഒരിക്കലും ഇങ്ങനെ സംസാരിക്കാൻ പാടില്ല. ബിക്കോസ് കുട്ടികൾക്ക് ഇതായിരിക്കും ഇവർ പഠിക്കുന്നത്. ദേ വിൽ തിങ്ക് ദാറ്റ് ദിസ് ഇസ് നോർമൽ. അവർ വിചാരിക്കും ഇത് നോർമൽ ആയിട്ടുള്ള കാര്യം. ഇത് നോർമൽ അല്ല എന്ന് വീട്ടിലൊന്നും ഇങ്ങനത്തെ രീതിയിൽ സംസാരിക്കാത്തവർ
ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ചിലക്കല്ലേ എന്നാണ്. ചിലപ്പം ചിലർക്ക് അത് നോർമൽ ആയിരിക്കും, പക്ഷെ അത് നോർമൽ യൂസേജ് അല്ല, അത് ഭയങ്കര അഗ്രസീവ് ആയിട്ടുള്ളൊരു യൂസേജാണ്. ചില വീടുകളിൽ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല അവർ സംസാരിക്കുന്നത്. അപ്പം അവർക്കിത് ഭയങ്കര ബാഡായിട്ട് ഫീൽ ചെയ്യും, ഇത് മോശമാണ് എന്നൊരു തോന്നൽ അവർക്ക് നല്ല പെയിൻഫുൾ ആയിരിക്കും. അതിനെക്കാട്ടും ഹൊറിബിൾ ആയിട്ടുള്ള കാര്യം എന്താ പറയുക, കുട്ടികൾക്ക് ഇത് നോർമലായിട്ട് തോന്നുന്നു എന്നുള്ളതാണ്. ഇത് ഓക്കെയാണ്, ഇറ്റ്സ് നോട്ട് ഓക്കെ. നിങ്ങൾക്ക് കുട്ടികളോട് പറയാൻ പറ്റില്ല കാരണം ചിലക്കില്ല എന്നൊന്നും. യു ക്യാൻ സേ ഇറ്റ് ഇൻ യുവർ ഹോം, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, ദാറ്റ് ഈസ് യുവർ ചോയ്സ്. ബട്ട് ബാക്കിയുള്ളവരുടെ കുട്ടികളുടെ അടുത്ത് നമ്മൾ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചോദിക്കും, നിങ്ങൾ ഇങ്ങനത്തെ വാക്കുകളൊന്നും ചോദിച്ചാൽ ഞാനാണെങ്കിൽ എൻ്റെ കൂട്ടുകാരോടൊക്കെ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ യൂസ് ചെയ്യാറുണ്ട്. പക്ഷെ ദാറ്റ്സ് ബിറ്റ്വീൻ ഫ്രണ്ട്സ് ആണ്, അഡൾട്ട്സ് ആണ്, ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിലാണ്. പക്ഷെ ഇത് കുട്ടികളാണ്. യു കെ നോട്ട് യൂസ് ദീസ് കൈൻഡ് ഓഫ് വേർഡ്സ് വിത്ത് ചിൽഡ്രൻ ബിക്കോസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ക്ലാസ്സിൽ കിടന്ന് ചിലക്കല്ലേ എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഹൊറിബിൾ. Don't use that. So how do you think you can translate Please don't make noise or please don't make disturbance inside the classroom എന്ന് പറയാം. Please do not make noise or please do not make disturbance inside the classroom. It will make an inconvenience. Inconvenient for the teachers. ക്ലാസ്സിലുള്ളവർക്കും ടീച്ചേഴ്സിനും ബുദ്ധിമുട്ടാകും. It will be an inconvenience for the students as well as teachers in the classroom. മാത്രമല്ല ഏറ്റവും അവസാനത്തെ ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കേൾക്കാൻ ടീച്ചേഴ്സ് എത്ര അലറി വിളിക്കണം. എന്താണ് മാം ആണോ സർ ആണോന്ന് എനിക്കറിയില്ല, ശബ്ദം ഉണ്ടാക്കണം എന്ന് പറയാം. എന്താ moreover for the student sitting in the last bench, teacher has to be loud. For moreover a teacher has to make an extra effort എന്ന് പറയാം. has to be very loud എന്ന് പറയാം. Okay, that's an inconvenience എന്ന് എടുത്ത് പറയാം. For this, if you make noise, the teacher has to be very loud and the teacher has to shout. അതൊക്കെ യൂസ് ചെയ്യാം അല്ലേ? has to shout is also okay. has to shout for the last bench, for the students in the last bench to hear properly. ഇങ്ങനെയൊക്കെ പറയാം. ഇതൊരു ലെജിറ്റ് ആയിട്ടുള്ള പ്രശ്നമാണ് ആക്ച്വലി. പ്രസന്റ് ചെയ്ത് പറഞ്ഞ രീതിയിലാണ് പ്രോബ്ലം. അതുകൊണ്ട് ദയവായി നിശബ്ദരായിരിക്കുക. ഈ ഭാഷ വീട്ടിൽ ഉപയോഗിച്ചാൽ മതിയായിരുന്നു. So please keep quiet. അല്ലെങ്കിൽ please keep quiet. So like ഇത് നിങ്ങൾക്ക് നോർമൽ ആയിരിക്കാം, ബട്ട് ഇറ്റ്സ് നോട്ട് നോർമൽ. നിങ്ങൾക്ക് മാത്രമായിരിക്കും അത് നോർമൽ. ഇപ്പോൾ പലരും വിചാരിക്കുന്ന നാടൻ ഭാഷയാണ്, ഇത് നാടൻ ഭാഷയാവുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ മലയാളത്തിന് ഇതായിട്ട് പറയല്ല, മലയാളത്തിൽ നല്ല രീതിയിൽ ഇത് ഞാൻ പറഞ്ഞുതരാം. ക്ലാസ്സിൽ ബഹളം ഉണ്ടാക്കരുത്, ക്ലാസ്സിലെ മറ്റു കുട്ടികൾക്കും ടീച്ചേഴ്സിന് ഇത് പ്രശ്നമാകും. അത് മാത്രമല്ല പുറകിലിരിക്കുന്ന കുട്ടികൾക്ക് കേൾക്കാനായിട്ട് ഒത്തിരി ശബ്ദത്തിൽ എനിക്ക് പറയേണ്ടി വരും, അതൊരു ബുദ്ധിമുട്ടാണ്, ദയവായി മിണ്ടാതിരിക്കുക. ഇതാണ് നോർമൽ രീതി, പ്രോപ്പറായിട്ട് നമുക്ക് പറയേണ്ടത്. ഇവിടെ അലറി വിളിക്കുക പോട്ടെ, ചിലക്കല്ലേ, ദാറ്റ് ഈസ് അവരെ ഡീഗ്രേഡ് ചെയ്യുന്നത് പോലെ കുട്ടികളെ നമ്മൾ ഒരു അതെ ഇങ്ങനെ ലൈക്ക് ആനിമൽസിനോടൊക്കെ നമ്മൾ പറയുന്ന പോലെ തോന്നുക അങ്ങനെ ഒരു ഇതായിരിക്കും കിട്ടുന്നത്. പേരൻസ് മൈറ്റ് അണ്ടർസ്റ്റാൻഡ്, ടീച്ചേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യേണ്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, യു ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. കറക്റ്റ് ആണോ? കറക്റ്റ് ആണ്, പക്ഷെ കെയർഫുള്ളിന് ഒരു എല്ലേ ഉള്ളൂ. അതെ, കെയർഫുൾ ഷുഡ് ഹാവ് ബീൻ കെയർഫുൾ. നിനക്ക് സൂക്ഷിക്കായിരുന്നു എന്നുള്ളത്, കുറച്ചുകൂടി സൂക്ഷിക്കായിരുന്നു എന്നുള്ളത്. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? Where were you all this time? Where were you all this time? Where were you all this while? അതെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ. ഇനി ഒരു സംശയം, ഐ ഹാവ് ബീൻ ഇൻ ദുബായ് ആണോ ഐ ഹാവ് ബീൻ ടു ദുബായ് ആണോ ശരി? ഐ ഹാവ് ബീൻ ടു ദുബായ് ആണ് കുറച്ചുകൂടി ശരി. ഐ ഹാവ് ബീൻ ഇൻ ദുബായ് സംഹൗ മീൻസ് ശരിയാണ്, ബട്ട് ഡസൻറ്റ് മേക്ക് സെൻസ്. ഐ ഹാവ് ബീൻ ടു ദുബായുടെ അർത്ഥം Can you guess how many times have we done this? അങ്ങനെയാണോ? ഞാൻ വിചാരിച്ചു മടുപ്പില്ല അതിന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ 3-4 വീഡിയോയിലായിരുന്നു നമ്മൾ പറഞ്ഞോണ്ടിരിക്കുക. You can say I've been to Dubai only when you've been there for a while, like you've come back. സന്ദർശിച്ചിട്ട് ഞാൻ രേവതി എന്നോട് പറയാം ഞാൻ ദുബായ് പോയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. I've been to Dubai. I've been in Dubai is not. ദുബായിയുടെ ഉള്ളിൽ പോയിട്ടുണ്ട്, അകത്ത് പോയിട്ടുണ്ട്. That doesn't make sense. അതുകൊണ്ടാണ് കേട്ടോ, ഗ്രാമാറ്റിക്കലി ഇറ്റ്സ് ഓക്കെ, ബട്ട് ഇറ്റ് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. അതുകൊണ്ടാണ് ബീൻ നമ്മൾ യൂസ് ചെയ്യുന്ന വെൻ യു വിസിറ്റഡ് എ പ്ലേസ്. ഞാൻ ദുബായ് വിസിറ്റ് ചെയ്തിട്ടുണ്ട് അത്രയും പറഞ്ഞാൽ പോരെ. അപ്പോൾ അതിന് ബീൻ ഇൻ ദുബായ് എന്ന് പറയുമ്പം ഐ ബീൻ ഇൻ എ ഫ്ലൈറ്റ്, അല്ലെങ്കിൽ ഐ ബീൻ ഇൻ എ പ്ലെയിൻ, ഞാൻ ഒരു പ്ലെയിനിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. ദാറ്റ് മേക്ക് സെൻസ്. ബട്ട് ഐ ബീൻ ഇൻ ദുബായ് എന്ന് പറയുമ്പോഴത്തേക്ക്
ദുബായ് ഒരു കലമായിട്ട് നമ്മൾ അതിന്റെ അകത്ത് കയറിയ പോലെ ഉണ്ടാവും. അതുപോലെ ഉണ്ടാവും. ബട്ട് ഗ്രാമാറ്റിക്കലി ഇറ്റ്സ് കറക്റ്റ്. ദുബായ് ആണ് നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യത്തിന് ശരി. നിങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, ഞാൻ ദുബായ് പോയിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ, അതാണ് എഴുതിയിട്ടും ഇല്ല എന്ത് ഉദ്ദേശിച്ചാ എഴുതിയേക്കുന്നതെന്ന്. ഓക്കെ, മെൻഷൻ ചെയ്യാം കേട്ടോ, എന്താണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളത് മെൻഷൻ ചെയ്യുക, എങ്കിൽ മാത്രമേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. ഇഫ് യു ആർ നോട്ട് കോൺഫിഡൻറ്റ് ഇൻ യുവർ ഇംഗ്ലീഷ്, അത് നിങ്ങൾ എഴുതിയിരിക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നില്ലെങ്കിൽ എഴുതിക്കോ, കുഴപ്പമില്ല. ബട്ട് അടിയിൽ മലയാളത്തിലും കൂടി അത് മെൻഷൻ ചെയ്യും. കാരണം അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാവത്തില്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ നമ്മൾ അതിന് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലായില്ല എന്ന് പറഞ്ഞ് പിന്നീട് അടുത്ത താഴത്തെ കോമന്റിലോട്ട് പോകും. പിന്നെ നമ്മൾ പുറകിലത്ത് നോക്കത്തില്ല. അങ്ങനത്തെ ഒരു പ്രശ്നമാണ്. നമുക്ക് ഒത്തിരി കോമൻസ് വരുന്നുണ്ട്. സോ മേക്ക് ഷുവർ ദാറ്റ് നിങ്ങളത് ഇംഗ്ലീഷിൽ എഴുതിക്കോ, തെറ്റാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ബട്ട് താഴെ ഒന്ന് മെൻഷൻ ചെയ്യട്ടോ മലയാളത്തിൽ, എന്നാലേ നമുക്കത് മനസ്സിലാവത്തുള്ളൂ. യെസ്, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഞാൻ മറ്റേ പ്രത്യേകിച്ച് പറയാനുള്ളത്, അത് കണ്ടതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ കാര്യം പറഞ്ഞത്. ഈ ഒരു ടീച്ചറിൻ്റെ ഇത് ആക്ച്വലി സ്റ്റുഡൻസിനോട് മലയാളത്തിലാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, ഇംഗ്ലീഷിലാണ് പഠിപ്പിക്കുന്നത്, ഉറുദു, ഹിന്ദി, ഏത് ഭാഷയാണെങ്കിലും, നമ്മൾ തമിഴാണെങ്കിലും നമ്മൾ അവരോട് സംസാരിക്കേണ്ട ഒരു രീതിയുണ്ട്. ബിക്കോസ് ഇവരിത് കണ്ടിട്ടല്ലേ അവര് നാളെ എങ്ങനെ സംസാരിക്കുന്നതെന്ന് നമ്മൾ ഇന്ന് എങ്ങനെ പഠിപ്പിക്കുന്നു അനുസരിച്ചിരിക്കും. എൻ്റെ കസിൻ്റെ കുട്ടികളും എൻ്റെ ഫ്രണ്ട്സിൻ്റെ കുട്ടികളൊക്കെ ടീച്ചർ കളിക്കും. എടാ ഒരു വടി എടുത്ത് ചുമ്മാ ഈ പാവേനൊക്കെ ഇങ്ങനെ അടിക്കുക, ലൈക്ക് ചറഞ്ചം പുറഞ്ചം ഇങ്ങനെ അടിക്കുകയാണ്. ഐ ഫീൽ സോ ബാഡ്. ഇങ്ങനെ ഇതാണോ, മീൻസ് ഇതാണോ ഇവർ കാണുന്നത്? ഇതാണ്, അതാണ് അവർ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. കാണുന്ന സാധനം ദേ ആർ ട്രൈങ് ടു ആക്ട് ഇറ്റ് ഔട്ട് അവരുടെ രീതിയിൽ. ബട്ട് ദാറ്റ് ഈസ് ഹൊറിബിൾ. അപ്പം ഞാൻ എന്നെ വിചാരിച്ചു, ഇങ്ങനെയാണോ പഠിപ്പിക്കുന്ന സ്കൂളിൽ? Maybe that's not what they we understand the teacher's side as well. We've also been teachers. Now the thing is, I mean, we are teachers. The thing is, നമുക്ക് രണ്ട് രീതിയിലും ചെയ്യാം. നിങ്ങളിപ്പോൾ ഒരു ഇത്രയും മാത്രം വിചാരിച്ചാൽ മതി. നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കാൻ വന്നു, നിങ്ങൾ എഴുതുന്നത് ഫുള്ള് തെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. ടീച്ചർ വീണ്ടും വീണ്ടും പറഞ്ഞായിരുന്നു, വീണ്ടും തെറ്റാ. അപ്പം നിങ്ങളോട് പറയാണ്, ഇതെന്ത് ഇത് വല്ലതും ഒന്ന് പഠിച്ചുകൂടെ, ഇത് എന്തിനാ ഇങ്ങനെ പഠിക്കാൻ വേണ്ടി വരുന്നത്, നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല എന്ന് ഞങ്ങൾ പറയുകയാണ്. നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യും? അതുപോലെ ഫീസ് കൊടുത്ത് പഠിക്കാൻ വരുന്ന കുട്ടികളല്ലേ, അതേപോലെ തന്നെ. അപ്പം നിങ്ങളോട് പറയുമ്പം നിങ്ങൾക്കത് ഫീൽ ചെയ്യില്ലേ? അക്സയ്ക്ക് അറിയോ, ഒരു ടീച്ചർ ഒരു എന്തോ ഒരു മെസ്സേജ് അയച്ചിട്ട് ഓക്കെ ഫൈൻ എന്ന് മെസ്സേജ് അയച്ചിരുന്ന് കംപ്ലയിൻറ്റ് വന്നു. ഓക്കെ ഫൈൻ എന്ന് മാത്രം മെസ്സേജ് അയച്ചാൽ മതിയോ, ഇങ്ങനെയാണോ മെസ്സേജ് അയക്കേണ്ടത്, ഇതാണോ ഒരാളിനോട് സംസാരിക്കുന്ന രീതി എന്ന് പറയും കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ ഫൈൻ എന്ന് മാത്രമേ ഉള്ളൂ, വേറൊന്നുമില്ല. സോ നിങ്ങളത് ആലോചിക്കുക, നിങ്ങൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് നോക്കുക, നിങ്ങൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം എനിക്കാണെങ്കിൽ ഒരാൾ റീഫണ്ടിന് വേണ്ടിയിട്ട്, റീഫണ്ട് അല്ലല്ലോ എന്തിനായിരുന്നു, ട്രെയിനിൽ മാറ്റി തരുന്നതിന് വേണ്ടിയിട്ടൊരു മെസ്സേജ് വന്നായിരുന്നു. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് വന്നത്. അപ്പം ഞാനാണെങ്കിൽ പെട്ടെന്ന് ആ ധൃതിയിൽ പെട്ടെന്ന് സ്പീഡിൽ പറഞ്ഞു പോയപ്പോൾ പിന്നെ എനിക്കൊരു ഫീല്, ഈശ്വരൻ ഞാൻ പ്രോപ്പറായിട്ടല്ലേ സംസാരിച്ചത്. പിന്നെ ഞാൻ പുറകെ പോയി ട്രെയിനറെ മാറ്റി തന്നോ, ഹെൽപ്പ് ഡെസ്കിലെ നമ്പർ കിട്ടിയെന്ന് ഞാൻ പിന്നെ എൻക്വയറി ചെയ്തു, ബിക്കോസ് ഐ ഫെൽറ്റ് ബാഡ്. അപ്പോൾ അതാണ് സംഭവം. സോ നിങ്ങൾ ഉറപ്പായിട്ടും ഇഫ് യു ആർ ടീച്ചേഴ്സ്, എത്ര പ്രായത്തിലുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, we understand the effort of the teacher to manage a class. പക്ഷേ അതേസമയം ഇറ്റ്സ് ഓൾസോ അബൌട്ട് ദി സ്റ്റുഡന്റ് ആൻഡ് ഇറ്റ്സ് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ്. ബിക്കോസ് നമുക്ക് ഭയങ്കര റോളുണ്ട് ഒരു കുട്ടിയുടെ സ്വഭാവത്തെ ഹാൻഡിൽ ചെയ്യാന്ന് പറയുന്നത്. സ്കൂൾ ഈസ് ദയർ സെക്കൻഡ് ഹോം. അവർക്ക് വീട്ടിൽ ഇനി എന്തെങ്കിലും അവർ പഠിച്ചിട്ടില്ലാത്ത ഉണ്ടെങ്കിൽ കൂടെ യു ക്യാൻ ലൈക്ക് മേക്ക് ഇറ്റ് അപ്പ് ഇൻ സ്കൂൾ. സോ when you are being a teacher, be a good teacher. Consider that also. Okay, അപ്പോൾ നമുക്ക് എൻഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ സെഷൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇംഗ്ലീഷ് സംസാരിച്ച് പഠിക്കാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, കോഴ്സ് ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഓക്കെ ആണ്, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലത്തെ ഡൗട്ട്സും കാര്യങ്ങളുണ്ടെങ്കിൽ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക, ഞങ്ങളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ചർച്ചകൊണ്ടിരിക്കില്ല എന്ന് പറയാനാണെങ്കിൽ കാര്യമില്ല, ഫേക്ക് സെഷനാണ്, ഇൻട്രാക്റ്റീവ് സെഷനാണ്. ഓക്കെ, അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഈസ് രേവതി കൃഷ്ണൻ ആൻഡ് അബ്രഹാം സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര. താങ്ക് യു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഇംഗ്ലീഷ് മിത്ര, വെൽക്കം ടു ഫേക്ക് സെഷൻ. ആസ് യൂഷ്വൽ നമ്മൾക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട് കോമന്റ് ബോക്സിൽ വന്നത്. അപ്പം നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. 10 questions. പക്ഷെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ കഴിഞ്ഞ പ്രാവശ്യം എഴുതി വായിച്ച പോലെ ഒരു കോട്ട് വായിച്ച് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന വിചാരിച്ചു കേട്ടോ. So I've taken a quote. This is from Maya Angelou. Okay, my favorite great writer. Yeah, mine too. Quote idana: people will forget what you said, people will forget what you did, but people will never forget what you how you made them feel. Yes, yeah, that is true. സത്യമാണ്. ഇപ്പം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ എന്താ ചെയ്തത് എല്ലാം ആൾക്കാർ മറന്നു പോകും. പക്ഷേ
നമ്മൾ അവരെ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത് ഒരിക്കലും മറക്കത്തില്ല. ഈവൻ ഞാനും മറക്കില്ല എന്നെ ഒരാൾ എങ്ങനെ ഫീൽ ചെയ്യിപ്പിച്ചു എന്നുള്ളത്. Now for people who listen to it, അവർക്ക് ഇത് നെഗറ്റീവ് കോട്ട് ആയിട്ട് തോന്നി കാണും, പോസിറ്റീവ് കോട്ട് ആയിട്ട് തോന്നി കാണും. ഇതാണ് ഇപ്പൊ നമ്മള് ഇപ്പോൾ ടി വിയിൽ ഒരാളെ കുറിച്ച് നമുക്കിപ്പോൾ പേഴ്സണലായിട്ട് ഒരാളെ കുറിച്ച് ആളെ അറിയാക്കാന്ന് വിചാരിച്ചു. നമ്മൾ ടി വിയിലൊക്കെ കുറേ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഈ ട്രോളൊക്കെ കാണുമ്പോഴും പക്ഷെ നമുക്കത് അഫക്റ്റ് ഇല്ല. കാരണം ആ ആൾ നമ്മളെ ഫീൽ ചെയ്യിപ്പിച്ചത് വേറൊരു രീതിയിലാണ്. ദാറ്റ്സ് വെരി ട്രൂ, സത്യമാണത്. എൻ്റെ ക്ലോസ് സർക്കിളിൽ യു നോ മീ വെരി വെൽ റൈറ്റ്. അപ്പം എനിക്കറിയാം ഐ ഡോണ്ട് ഹാവ് മെനി ഫ്രണ്ട്സ്, ബട്ട് എൻ്റെ ക്ലോസ് സർക്കിളിലുള്ള ഫ്രണ്ട്സ് അല്ലെങ്കിൽ എൻ്റെ നിലനിന്ന് പോകുന്ന ഫ്രണ്ട്സ് നിലനിന്ന് പോകുന്ന മെയിൻ കാരണം ദ വേ ദേ മേഡ് ദം ഫീൽ. യു, ദിവ്യ, അമൽ, പിന്നെ ഇല്ല കൗശി, പിന്നെ ഡെന്നി, അങ്ങനെ കുറച്ച് പേര് മാത്രം. ദേ മേഡ് മീ ഫീൽ എ സർട്ടൻ വേ. അതുകൊണ്ടാണ് അവരിപ്പോഴും എൻ്റെ ഫ്രണ്ട്സ്. സച്ച് എ ട്രൂ കോട്ട്. മായ ആൻസില ഷീസ് ലൈക്ക് ഗ്രേറ്റ്. ലൈക്ക് ഐ സെഡ്, ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾക്ക് അത് ഈ ഒരു നെഗറ്റീവ് ടച്ച് ആണ് തന്നെങ്കിൽ നിങ്ങൾ ആരെയും നിങ്ങൾ അതിന്റെ ആയിരിക്കും. പക്ഷെ നിങ്ങൾ ഒരു എന്തെങ്കിലും ഒരു നല്ല പ്രവൃത്തി ചെയ്തതിന്റെ ആണെങ്കിൽ അയാൾ എന്നും നിങ്ങളെ ഓർക്കുന്നത് അങ്ങനെയായിരിക്കും. ദാറ്റ്സ് എ പോസിറ്റീവ് തിങ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു അബദ്ധം കാണിച്ചിട്ടുണ്ട്. ഐ വാസ് ഡൂയിങ് സം വർക്ക് ആൻഡ് ഇറ്റ് വാസ് വെരി ഹെക്ടിക്. അപ്പോൾ എനിക്കൊരാൾ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പേഴ്സണലായിട്ട് ഇങ്ങനെ കോഴ്സിനെ കുറിച്ചൊരു കംപ്ലൈൻ്റ് ആണ്, അതായത് അദ്ദേഹത്തിന് കോളിംഗ് ആപ്റ്റിറ്റ്യൂഡ് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. ഹി ആസ്ക്ഡ് മീ, ടോൾഡ് മീ ദാറ്റ്. അപ്പോൾ ഐ വാസ് നോട്ട് ഇൻ എ ഗുഡ് മൂഡ്, ഓക്കെ, ആൻഡ് ഐ ടോൾഡ് ഹിം എന്നോട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല, യു ഹാവ് ടു റിപ്പോർട്ട് ടു ദ ഹെൽപ്പ് ഡെസ്ക്, ഐ കനോട്ട് ഡു എനിത്തിങ് എന്ന്. അപ്പം ആ ഒരു ഇതിന് ഞാൻ പറഞ്ഞു. ദ മൊമെന്റ് ദാറ്റ് ഓഡിയോ റെക്കോർഡിംഗ് വാസ് സെൻഡ്, അങ്ങനെ ഒരിക്കലും പറയണ ആളല്ല അല്ല, ബട്ട് ആ സമയത്ത് അങ്ങനെയായിരുന്നു. ഐ റിഗ്രറ്റഡ് എവറിത്തിങ് ഐ സെഡ്. പിന്നെ ഞാൻ അയാളെ വീണ്ടും കോൺടാക്ട് ചെയ്തു, ലൈക്ക് ഓക്കെ ആയോ, പിന്നെ പുള്ളിക്കാരൻ്റെ നമ്പർ ഞാൻ വാങ്ങിച്ചു. ഐ സെൻഡ് ഇറ്റ് ടു ദ ഹെൽപ്പ് ഡെസ്ക്. വേറെ ട്രെയിനറിനെ കൊടുത്തു. ആ ട്രെയിനറിനെ ഞാൻ പേഴ്സണലായിട്ട് വിളിച്ച് പറഞ്ഞു, ദിസ് പേഴ്സൺ ഹാഡ് എ ബാഡ് എക്സ്പീരിയൻസ്, യു ഷുഡ് ടേക്ക് ഗുഡ് കെയർ ഓഫ് ഹിം എന്ന് വിളിച്ചു. പിന്നെ ഞാൻ വിളിച്ച് ചോദിച്ചു ട്രെയിനറിനോട് സംസാരിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അതെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തു. ബട്ട് ദ മൊമെന്റ് ഐ സെഡ് ഇറ്റ് ഐ റിഗ്രറ്റഡ് ഇറ്റ്. ദ നെക്സ്റ്റ് സെക്കൻഡ് അത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ലൈക്ക് എപ്പോഴും ആൾക്കാർ ഒരുപോലെ ഇരിക്കണം എന്നില്ല, പക്ഷെ ചില സമയത്ത് ലൈക്ക് യു കനോട്ട് ഡു എനിത്തിങ്. വേറെ ഇൻസ്റ്റൻസ് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ എനിക്കൊരു പാഴ്സൽ തരാനായിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. ദ ഗായ് വാസ് ഫസ്റ്റ് റിസപ്ഷനിൽ നിന്ന് ടെസ്റ്റ് ചെയ്തെടുത്ത് മോശമായിട്ട് പെരുമാറി. ഞാൻ എവിടെ സൈൻ ചെയ്യേണ്ടത് നോക്കി പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് ചൂടായി. ഐ ഡിഡൻറ്റ് നോ ദ ഗായ്. എനിക്ക് വേണമെങ്കിൽ പുള്ളിയെ വിളിച്ച് കംപ്ലൈൻറ്റ് ചെയ്യാൻ, പക്ഷേ ഞാൻ ചെയ്തിട്ടില്ല. ബട്ട് ഐ ഡിഡൻറ്റ് നോ ദ ഗായ്, ബട്ട് ദ വേ ഹി ടോക്ക് ടു മീ ഐ ഫെൽറ്റ് റിയലി ബാഡ്. അത് ഞാൻ പയ്യനെ ഇതുവരെ വന്നിട്ടില്ല, ഇത് സംഭവം കാണിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞു. I still remember the face. Yeah. You don't, the way you make others feel is a very important thing. The whole summary is that be kind. Be kind to we can do something. It's to be kind. kind. If they are being inappropriate, then you have to voice it out. Allade you can be kind. Okay, ഇനി നമുക്ക് അടുത്ത നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം. ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. Okay, the first question is വായിക്കട്ടെ, എഴുതിയെടുത്തോ? ശരി. To be signed in the presence of invigilator എന്നതിലെ signed എന്തുകൊണ്ടാണ് V3 or V2 ഫോമിൽ വരുന്നത്? To be signed എന്നായാൽ മീനിങ് എന്താവും? തെറ്റാവും. To be signed എന്നായാൽ മീനിങ് തെറ്റാവും. To be signed നമുക്ക് പറയാൻ പറ്റത്തില്ല. To be signed എന്ന് യൂസ് ചെയ്യുന്നത് ബിക്കോസ് ഇറ്റ്സ് ഇൻ ദ പാസീവ് വോയിസ്. ടു ബി സൈൻഡ് ബൈ സംവൺ. ആ ബൈ സംവൺ ഇവിടെ പറയുന്നില്ല, കാരണം ഇവിടെ ആര് ചെയ്തു എന്നുള്ളതിലല്ല, എന്ത് ചെയ്തു എന്നുള്ളതിനാണ് പാസീവ് വോയിസിൽ കൂടുതലും പ്രാധാന്യമുള്ളത്. ടു ബി സൈൻ, അവിടെ സൈൻ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ ആര് സൈൻ ചെയ്യുന്നുള്ള ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷേ ദ കംപ്ലീറ്റ് സെന്റൻസ് വുഡ് ബി ടു ബി സൈൻഡ് ബൈ സംവൺ ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഇൻവിജിലേറ്റർ എന്നാണ് വരേണ്ടത്. പക്ഷെ ഇവിടെ ആര് ചെയ്തു എന്നുള്ളതിൽ ഇമ്പോർട്ടൻസ് ഇല്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അത് നേരത്തെ ഉള്ള സെന്റൻസിൽ മെൻഷൻ ചെയ്തത് കൊണ്ടോ ആയിരിക്കാം ഇവിടെ വരാത്തത്. അതിതാണ് the answer sheet. The answer sheet should be signed or the answer sheet is given to be signed അല്ലെങ്കിൽ answer sheet is to be signed in the presence of the അങ്ങനെയാണ് ഇൻവിജിലേറ്റർ. അതിന്റെ അർത്ഥം മുകളിലത്തെ സെന്റൻസിലോ അല്ലെങ്കിൽ ഈ സെന്റൻസിന്റെ എവിടെയെങ്കിലോ ഓൾറെഡി ആരാണ് ഇത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ സെന്റൻസിൽ അത് പറയുന്നില്ല, കാരണം അതിനൊരു ഇമ്പോർട്ടൻസും ഇല്ല. ഈ സംഭവം ഇൻവിജിലേറ്ററിന്റെ മുന്നിൽ വെച്ചാണ് സൈൻ ചെയ്യേണ്ടത് എന്നുള്ള ഇമ്പോർട്ടൻസ് മാത്രമേ ഉള്ളൂ. ഇറ്റ്സ് പാസീവ് വോയിസ്. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നു ഏതെങ്കിലും ഒരു ഓക്സിലറി വേർബിന്റെ മുന്നിൽ
V3 ഫോം വന്നിട്ടുണ്ടെങ്കിൽ അത് കാരണം അത് പാസീവ് വോയിസിലാണ്. നമ്മളിത് എടുത്ത് പറയാതെ, ഇപ്പം നമ്മളെപ്പോഴും ഗ്രാമർ റൂൾസ് പഠിപ്പിക്കുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്, ഷുഡ് ഹാവ് ബീൻ കഴിഞ്ഞിട്ട് ING ഫോമാണ് വരേണ്ടത്. ചില പാസീവിൽ വരുമ്പോൾ അത് V3 ഫോമാണ്. നമ്മളത് എടുത്ത് പറയാതെ V3 ഈ പാസീവ് ഫോം എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ വളരെ ചെറുതായിട്ട്, എസ്പെഷ്യലി ഈ റൂൾസ് റെഗുലേഷൻ ന്യൂസ് പേപ്പർ ലാംഗ്വേജ് ആണ് പാസീവ്. അതുകൊണ്ടാണ് നമ്മളത് പറയാത്തത്. നമ്മൾ ആരും മലയാളികൾ രാവണൻ രാമനാൽ കൊല്ലപ്പെട്ടു എന്നല്ലല്ലോ പറയുന്നത്. നമ്മൾ രാവണനെ രാമൻ കൊന്നു എന്നല്ലേ പറയുള്ളൂ. അപ്പൊ നമ്മുടെ ലാംഗ്വേജിലായാലും ഉണ്ട് ഈ കർത്തരി കർമ്മണി പ്രയോഗം എന്ന് പറയുന്ന സംഭവം. എഴുത്ത് ഭാഷ കൂടുതലും പത്രങ്ങളിലും പിന്നെ സാഹിത്യപരമായിട്ടുള്ള എഴുത്തിലും ഒക്കെ മാത്രമേ നമ്മുടെ സ്പോക്കൺ കാഷ്വൽ ഇംഗ്ലീഷിൽ പാസീവ് ഫോം വരുന്നത് വളരെ കുറവാണ്. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാത്തത്. ഓക്കെ, ഇനി അടുത്തത് ഞാൻ ചോദിക്കാം. ഓക്കെ, നമ്മൾ തമ്മിൽ കണ്ടു പരിചയമുണ്ട്, പക്ഷെ എവിടെ വെച്ചെന്ന് ഓർമ്മ കിട്ടുന്നില്ല. ഓക്കെ, we've met before but I don't remember where. I don't remember where. അത്രേ ഉള്ളൂ. നമ്മൾ മുന്നേ കണ്ടിട്ടുണ്ട്, പക്ഷെ എവിടെ വെച്ചാണെന്ന് പരിചയമില്ല. ഈ വേറെ അവസാനം വരുന്ന അത്ര കോമൺ ആയിട്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമല്ല. എപ്പോഴും വേർ ആർ യു, വേർ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ്. ഐ ഡോണ്ട് നോ വേർ എന്ന് വെച്ചാൽ എവിടെയാണെന്ന് അറിയില്ല എന്നുള്ളതാണ് കേട്ടോ. എവിടെ എന്ന് സെന്റൻസിൽ വന്നാൽ അതെല്ലാം ക്വസ്റ്റ്യൻ അല്ല. അതെ, ക്വസ്റ്റ്യൻ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവല്ലോ എവിടെയായിരുന്നു നീ എവിടെ പോയേക്കുമായിരുന്നു അങ്ങനെയൊക്കെ ചോദിക്കുമ്പോഴാണ് ക്വസ്റ്റ്യൻ ആവുന്നത്. ഇത് ക്വസ്റ്റ്യൻ അല്ല, ഇത് ജസ്റ്റ് എവിടെയുള്ള വാക്ക് യൂസ് ചെയ്തേ. ചോദിക്കട്ടെ അടുത്തത്, ഐ ഹാഡ് ഫിനിഷ് ആണോ, ഐ ഹാവ് ഫിനിഷ്ഡ്, ഐ ഹാഡ് ഫിനിഷ്ഡ്, ഇതിന്റെയൊക്കെ ലൈക്ക് ഒന്ന്. ഓക്കെ, ഐ ഹാഡ് ഫിനിഷ് തെറ്റാണ്. ഹാഡ് എന്നുള്ളൊരു ഓക്സിലറി വേർബ് വരുമ്പോൾ അതിനുശേഷം വരുന്ന വേർബ് എപ്പോഴും V3 ഫോമിലായിരിക്കണം. ഓക്കെ, സോ ഐ ഹാവ് ഫിനിഷ്ഡ് കറക്റ്റ് ആണ്. ഐ ഹാവ് ഫിനിഷ്ഡ് ദ വർക്ക് ഫിനിഷ് ചെയ്യുന്ന കംപ്ലീറ്റ് എന്നുള്ളതാണ് യൂസ് ചെയ്യുന്നത്. ഐ ഹാവ് ഫിനിഷ്ഡ് മൈ ഫുഡ് അങ്ങനെയൊക്കെ പറയാം. ലൈക്ക് പൂർത്തിയാക്കി എന്നുള്ള, കംപ്ലീറ്റ് ചെയ്തു അല്ലെങ്കിൽ തീർത്തു എന്നുള്ള അർത്ഥത്തിലാണ്. ഓക്കെ, അത് കറക്റ്റാണ്. ഐ ഹാഡ് ഫിനിഷ്ഡും കറക്റ്റാണ്, പക്ഷെ പുറകിൽ എന്തെങ്കിലും വാലും കൂടി വേണം. ഐ ഹാഡ് ഫിനിഷ്ഡ് മൈ വർക്ക് ബിഫോർ ഹീ കെയിം എന്നുള്ളത് പുറകിൽ എന്തെങ്കിലും വേണം. അല്ലെങ്കിൽ ജസ്റ്റ് ചുമ്മാ ഐ ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ സെൻറ്റൻസ് കംപ്ലീറ്റ് അല്ല. സ്പോക്കൺ ഇംഗ്ലീഷിലെ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം, അപ്പോഴൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഗ്രാമാറ്റിക്കലി സ്പീക്കിംഗ് നമ്മൾ ഒരു വാല് വേണം, ഒരു കംപ്ലീഷൻ ഇല്ല. ഐ ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞാൽ എന്ത്, ഐ ഹാവ് ഫിനിഷ്ഡും കംപ്ലീഷൻ ഇല്ല, ഐ ഹാഡ് ഫിനിഷ്ഡും കംപ്ലീഷൻ ഇല്ല. സെൻറ്റൻസിൽ പുറകിൽ എന്തെങ്കിലും കൊടുക്കണം. ബട്ട് ഐ ഹാഡ് ഫിനിഷ്ഡ് ഇസ് എ കറക്റ്റ് യൂസേജ്, ഐ ഹാവ് ഫിനിഷ്ഡ് ഇസ് എ കറക്റ്റ് യൂസേജ്. ഐ ഹാഡ് ഫിനിഷ് അല്ലെങ്കിൽ ഐ ഹാവ് ഫിനിഷ് എന്ന് നമ്മൾ പറയില്ല. ഓക്കെ, ഹാഡ് ആയാലും ഹാവ് ആയാലും V3 ഫോം ഓഫ് ദ വേർബ് ഉണ്ടായിരിക്കണം. ഇനി അടുത്ത എൻ്റെ അല്ലേ? അതെ. നേരിട്ട് വന്ന് ക്ഷണിക്കാത്തത് കൊണ്ട് കല്യാണത്തിന് വരാതിരിക്കരുത്. പുള്ളിക്കാരനാണോ പുള്ളിക്കാരത്തിയാണോന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു ഉത്തരം തന്നിട്ടുണ്ട്, പക്ഷെ അത് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല കാരണം അതിൽ മിസ്റ്റേക്സ് ഉണ്ട്. നേരിട്ട് വന്ന് ക്ഷണിക്കാത്തത് കൊണ്ട് കല്യാണത്തിന് വരാതിരിക്കരുത്. Even though I'm not inviting you in person, you should attend the wedding or you should come. Yeah, you must come to the wedding. അല്ലെങ്കിൽ just because I haven't invited you in person. അങ്ങനെ പറയുമ്പോൾ പിന്നെ we'll have to say വരാതിരിക്കരുത്. But then it's the same meaning, right? Yeah, അപ്പം അങ്ങനെ പറയാം. ഈവൻ ദോ എന്ന് വെച്ചാൽ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും എന്നുള്ള എങ്കിലും എന്ന രീതിയിലാണ് ഈവൻ ദോ അവിടെ യൂസ് ചെയ്തത് കേട്ടോ. അതാണ് ഒരു കോംപ്ലിക്കേറ്റഡ് വേർഡ് നമ്മൾ യൂസ് ചെയ്തോളൂ. ഈവൻ ദോ ഐ എം നോട്ട് ഇൻവൈറ്റിംഗ് യു ഇൻ പേഴ്സൺ again. നേരിട്ടെന്നുള്ളത് കാണിക്കുന്നതാണ് നമ്മൾ ഇൻ പേഴ്സൺ എന്ന് പറയുന്നത്. വിൽ ഹാവ് ടു ടോക്ക് ഇൻ പേഴ്സൺ അങ്ങനെ പറയുന്നത്. ഓക്കെ, യാ, ഇനി അടുത്ത് ഞാനാണ് അല്ലേ. അവരെന്ത് ചെയ്യുന്നു എന്നതിനെ വാട്ട് ഡു ദേ ഡസ് എന്ന് എന്തുകൊണ്ടാ പറയാത്തെ? വാട്ട് ഡു ദേ ഡസ് എന്ന് പറയില്ല. ഇപ്പം ആളുകൾക്ക് കൺഫ്യൂഷൻ ഉള്ള കാര്യം എന്താ വെച്ചാൽ വാട്ട് ഡു ദേ ഡു, രണ്ട് ഡു അങ്ങനെ അങ്ങനെയൊന്നുമില്ല. വാട്ട് ഡു ദേ ഡു അതാണ് കറക്റ്റ്. വാട്ട് ഡു യു ഡു നമ്മൾ വാട്ട് ഡു യു ഡു, വാട്ട് ഡു ദേ ഡു, വാട്ട് ഡു വി ഡു. കഴിഞ്ഞു. അത് കറക്റ്റ് അല്ല കേട്ടോ. വാട്ട് ഡു ദേ ഡസ് എന്ന് ഒരിക്കലും വരില്ല. ദേയുടെ കൂടെ വരാറില്ലല്ലോ, എവിടെയെങ്കിലും വരാറുണ്ടോ? ഒരിടത്തും വരില്ല. ഹാവ് ഹാഡ് ഹാസ് ഹാഡ് ഒക്കെ നമ്മൾ യൂസ് ചെയ്ത് അതുപോലെ തന്നെ ഉള്ളു. വാട്ട് ഡു ദേ ഡു അത് കറക്റ്റ് ആണ്, അതിലൊരു മിസ്റ്റേക്കും ഇല്ല. ഓക്കെ, ഞാൻ ഇന്നലെ മുടക്കായിരുന്നു, ലീവിലായിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ടീച്ചർ എന്തൊക്കെയാണ് ക്ലാസ്സിൽ പഠിപ്പിച്ചത്? I was on leave today. Could you tell me what the teacher could you tell me what was taught in class today? What the teacher taught in class today? Yeah, okay. ടീച്ചറിനോടാണ് സംസാരിക്കുന്നതെങ്കിൽ നമുക്ക് മലയാളികൾക്ക് ടീച്ചർ എന്ന് വിളിച്ചൊരു ഇതുണ്ട്. പക്ഷെ നമ്മള് പുറത്ത് പോകുമ്പോൾ അവരങ്ങനെ വിളിക്കില്ല. സൗണ്ട്സ് വെരി വാട്ട് ഡിഡ് ദ ടീച്ചർ ടീച്ച് ടുഡേ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ വരുന്നത് നമ്മൾ വേറെ ആളോടെ ചോദിക്കുന്നത് പോലെ. നമ്മൾ ടീച്ചർ എന്നുള്ള രൂപയ്ക്ക് ഇംഗ്ലീഷിൽ നമ്മൾ ഒരാളെ അഭിസംബോധന ഹീ ഈസ് മൈ ടീച്ചർ എന്ന് പറയും. അല്ലാതെ
ടീച്ചർ എവിടെ പോയതാ, ടീച്ചർ വേർ ഡിഡ് യു ഗോ നമ്മൾ ആക്ച്വലി ഇംഗ്ലീഷിൽ ചോദിക്കില്ല. ഒത്തിരി സീരീസ് ഒക്കെ കാണുന്നവർക്ക് അറിയാം, അവിടെ മിസ്റ്റർ, മിസ് അല്ലെങ്കിൽ മിസ്സസ് എന്നുള്ള യൂസേജ് വരും. നമ്മുടെ ഏഷ്യൻ കൺട്രീസിലാണ് ടീച്ചർ എന്നുള്ള യൂസ്. ഈ കൊറിയൻ അതിലൊക്കെ അങ്ങനെ സെൻപായ് ഒപ്പ അങ്ങനത്തെ. അപ്പം ഈ കൊറിയൻ ഡ്രാമാസ് നമ്മുടെ ഏഷ്യൻ കൺട്രീസിൽ അങ്ങനത്തെ ഒരു യൂസേജ് ഉണ്ടെങ്കിൽ പോലും വെസ്റ്റേൺ കൺട്രീസ്, ഇംഗ്ലീഷൊക്കെ വെസ്റ്റേൺ ലാംഗ്വേജ് അല്ലേ, വെസ്റ്റേൺ കൺട്രീസിൽ അങ്ങനെ ഒരു യൂസേജ് കണ്ടിട്ടില്ല. മീൻസ് എസ്പെഷ്യലി ഇംഗ്ലീഷ് ലാംഗ്വേജിൽ. ചിലപ്പോൾ റഷ്യൻ ജർമ്മനിലൊക്കെ ഉണ്ടാവും, ബട്ട് ഇംഗ്ലീഷ് ഫ്രഞ്ചിലും ഇല്ലല്ലോ, അങ്ങനെയല്ല. പിന്നെ അതേപോലെ വാട്ട് പോർഷൻസ് വേർ കവേർഡ് ടുഡേ എന്നും വേണമെങ്കിൽ നമുക്ക് പഠിപ്പിച്ചെന്നുള്ളതിനേക്കാൾ ചോദിക്കാം. വാട്ട് വാസ് ടോട്ട് ടുഡേ എന്നുള്ള പോലെ തന്നെ വാട്ട് ഓൾ പോർഷൻസ് വേർ കവേർഡ് ടുഡേ എന്നും ചോദിക്കാം കേട്ടോ. ശരി, ഇനി ഞാനാണ് ഓക്കെ. അക്ഷിത അക്സഹായ് എന്റെ പേരുള്ള ഒരാൾ, എന്റെ സ്പെല്ലിംഗ് പറയാം. ഓക്കെ ശരി. അപ്പോ വലിയ വായിൽ ചെറിയ വർത്തമാനം. ഓ, ഇത് നമ്മൾ ചെയ്തൊരു വീഡിയോ ആണല്ലേ. അതെ. അപ്പം അതില് വേറൊരു പ്രോവർബ് പുള്ളിക്കാരത്തി പറഞ്ഞിരിക്കുകയാണ്, വലിയ വായിൽ ചെറിയ വർത്താനം എന്നുള്ള ഒരു സാധനം മാത്രമല്ലേ, അതിനുള്ള ഒരു എക്സ്പ്രഷൻ ആണ് an old head on young shoulders. നമ്മളന്ന് പറഞ്ഞത് വലിയ വായിൽ ചെറിയ വർത്താനം പറയരുത് എന്നുള്ളതാണ്. അതിന് നമ്മൾ സ്പീക്ക് അക്കോർഡിംഗ് ടു ഏജ് എന്നായിരുന്നു പറഞ്ഞത്. That can also be used. This is also good. Yeah, a good expression. Good expression. അത് നല്ലതാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് ഇടാന്ന് വിചാരിച്ചത്. ഓക്കെ, ഞാൻ ചോദിക്കാണ്, വാട്ട് എൽസ്, എനിത്തിങ് എൽസ് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട് എൽസ് എന്ന് വെച്ചാൽ വേറെ എന്താ എന്നുള്ള അർത്ഥമാണ്. വാട്ട് എൽസ് ഡു വി ഹാവ്, വേറെ എന്താ നമുക്കുള്ളത്. പിന്നെ ഏതാ ചോദിച്ചാൽ എനിത്തിങ് എൽസ് എന്ന് വെച്ചാൽ മറ്റെന്തെങ്കിലും. ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേ, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ, മറ്റെന്തെങ്കിലും, വേറെന്തെങ്കിലും എന്നൊക്കെയുള്ള മീനിങ് ആണ് എനിത്തിങ് എൽസിനുള്ളത്. എല്ലാ സിറ്റുവേഷനും ഇത് ഒരുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേ, ഡു യു ഹാവ് വാട്ട് എൽസ് ടു സേ നമുക്ക് ചോദിക്കാൻ പറ്റില്ല. അപ്പൊ സോ വാട്ട് എൽസ് ഡു യു ഹാവ് വാട്ട് എൽസ് ഡു യു ഹാവ് എന്ന് ചോദിക്കാം. പക്ഷെ ഡു യു ഹാവ് വാട്ട് എൽസ് ടു സേ എന്ന് നമുക്ക് ചോദിക്കാൻ പറ്റില്ല. സോ എല്ലാം നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റില്ല. അർത്ഥം നമുക്ക് ഏറെക്കുറെ ഇത് ഒരുപോലെ ആണല്ലോ എന്ന് തോന്നുമെങ്കിലും യു കനോട്ട് യൂസ് ഇറ്റ് ഇൻ ദ സെയിം വേ. സിനോണിമസ് അല്ല. സെന്റൻസ് സ്ട്രക്ചറിൽ എന്തായാലും സെന്റൻസ് സ്ട്രക്ചർ ആ പ്രശ്നം. വാട്ട് എൽസ് ഡു യു ഹാവ് ടു സേയും ഡു യു ഹാവ് എനിത്തിങ് എൽസ് ടു സേക്കും ഒരേ അർത്ഥമാണുള്ളത്. പറയാനുണ്ടോ? പക്ഷെ നമ്മൾ ഒരേപോലെയാണോ അത് പറഞ്ഞല്ല. അപ്പം സെന്റൻസ് യൂസ് ചെയ്യുമ്പോൾ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, ഇനി അടുത്തത്. ഇറ്റ്സ് മീ റൈറ്റ്. എത്രാമത്തത് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാ? ഞങ്ങളുടെ വീഡിയോ സ്ഥിരം കാണുന്ന ആൾക്കാരാണ് ഇപ്പോൾ ഓൾറെഡി ഉത്തരം പറഞ്ഞിട്ട് കാണും. ബട്ട് എത്രാമത്തെ എന്ന് പറയുമ്പോഴത്തേക്ക് ദ പ്രോബ്ലം ഇസ് ദർ ഇസ് നോ എക്സാക്ട് വേർഡ്. ഇപ്പം എനിക്കറിയാം കോമന്റിൽ ഒരു ഹൗ മെനിയത്ത് എന്ന് യൂസ് ചെയ്താൽ പോലെ സിമ്പിൾ ആയിട്ട് ഹൗ മെനിയത്ത് എന്ന് യൂസ് ചെയ്യൂ എന്നൊക്കെ പണ്ഡിതന്മാരെ കൊടുക്കും. ബട്ട് ദാറ്റ്സ് നോട്ട് റൈറ്റ്. എനിക്ക് ആഗ്രഹമുണ്ട് ഹൗ മെനിയത്ത്, ഹൗ മച്ചത്ത് എന്നൊക്കെ യൂസ് ചെയ്യാൻ. എഗെയിൻ ഹൗ മെനിയത്ത് എഗെയിൻ ഹൗ മെനി എന്നുള്ള യൂസേജ് വരുമ്പോഴും കൗണ്ടബിൾ നൗൺസിന്റെ കൂടെ മാത്രമേ നമുക്ക് മെനി യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അൺകൗണ്ടബിൾ നൗൺസിന്റെ കൂടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഹൗ മെനി ഹൗ മച്ച് ഇതൊക്കെ തെറ്റാണ് കേട്ടോ. ഇറ്റ്സ് നോട്ട്. ഇത് ഇതുവരെയും ആരും അംഗീകരിച്ചിട്ടില്ല. ഇന്ത്യക്കാരെന്ന് ജനറലി പറയാനും പറ്റത്തില്ല. കുറേ ആൾക്കാരുണ്ട്, മീൻസ് എല്ലാം അറിയാമെന്നുള്ളൊരു തോന്നലുള്ള ആൾക്കാരാണ് ഈ ഹൗ മെനിയത്തൊക്കെ പറയുന്നത്. ഭാവിയിൽ ചിലപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുമായിരിക്കും, പക്ഷെ ഇതുവരെ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് എവിടെയും പോയി നിങ്ങൾ ഹൗ മെനിയത്ത് എന്ന് ചോദിച്ചാൽ നിങ്ങളെ കളിയാക്കി ചിരിക്കത്തേ ഉള്ള ആൾക്കാർ, ബിക്കോസ് ദാറ്റ്സ് റോങ്. നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം. ഇഫ് ഇറ്റ്സ് എ ഫോർമൽ സിറ്റുവേഷൻ അനുസരിച്ച് ഇപ്പോൾ എത്രാമത്തെ പ്രധാനമന്ത്രിയാണ്, എത്രാമത്തെ മുഖ്യമന്ത്രിയാണ്, അങ്ങനത്തെ കേസുകൾ വാട്ട് ഈസ് ദ ഓർഡിനൽ സ്റ്റാറ്റസ് അല്ലെങ്കിൽ വാട്ട് ഇസ് ദ ക്രോണോളജിക്കൽ ഓർഡർ അത് യൂസ് ചെയ്യാം. വാട്ട് ഈസ് ദ പൊസിഷൻ ഓഫ് സമൺ ആസ്. ഇപ്പം ഇൻഫോർമൽ കേസസിൽ എത്രാമത്തെ പിറന്നാളാണ്, ഹൗ ഓൾഡ് ആർ യു, എത്ര ക്ലാസ് വരെ പഠിച്ചു, വാട്ട് ഈസ് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ, യു കൻ യൂസ് ഹൗ ഫാർ ഹാവ് യു സ്റ്റഡീഡ്. പിന്നെയും കുഴപ്പമില്ല. ബട്ട് ഐ ഹവ് നെവർ ഹേർഡ് ഇറ്റ് being used anywhere, but still it's fine. But I won't promote that because it's not accepted. ഞാൻ ചെക്ക് ചെയ്തപ്പോൾ അത് അക്സെപ്റ്റ് ആയിട്ട് ഞാൻ എവിടെയും കണ്ടില്ല. എനിക്ക് കിട്ടിയ ഉത്തരം മൊത്തം ഇന്ത്യൻ യൂസേജ് ആണ്, ഇന്ത്യക്കാർ മാത്രമേ ഇങ്ങനെ പറയുള്ളൂ, നേറ്റീവ് സ്പീക്കേഴ്സ് ഇങ്ങനെ പറയില്ല എന്നാണ്. സോ ഐ വുഡൻറ്റ് പ്രൊമോട്ട് ദാറ്റ്. ബട്ട് നെവർ യൂസ് ഹൗ മെനിയത്ത് ഇസ് ബ്ലണ്ടർ. സത്യമാണ്, ഞാൻ എല്ലായിടത്തും നോക്കി. ഐ തോട്ട് ദാറ്റ് മൈറ്റ് ബി റൈറ്റ് എന്ന്. അതല്ല എനിക്ക് പ്രശ്നം. ഹൗ മെനിയത്ത് ശരിയാണെന്ന് ചോദിക്കുന്നവരുണ്ട്, ദാറ്റ് ഈസ് ഫൈൻ. നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവാം. പക്ഷെ ഹൗ മെനിയത്ത് ശരിയാണ് എന്ന് പറയുന്നവരുണ്ട്. ഇഫ് യു ഡോണ്ട് നോ ദെൻ പ്ലീസ് ജസ്റ്റ് ഡോണ്ട് റിപ്ലൈ ടു ദ ക്വസ്റ്റ്യൻ. ഞങ്ങളുണ്ട് ഇവിടെ ആൻസർ കൊടുക്കാനായിട്ട്.
ഓക്കെ സോ ഡോണ്ട് യൂസ് ഹൗ മെനി എവറിത്തിങ് എൽസ് ഇസ് ഫൈൻ. ഇൻഡയറക്റ്റ് ആയിട്ട് ചോദിക്കാം, തിരിച്ചു കുത്തിയൊക്കെ ചോദിക്കാം ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ഒരു ഇതുണ്ട്. പിന്നെ ഞാനാണ് ഡോണ്ട് ആഡ് എനിത്തിങ് ആർ 2 നെഗറ്റീവ് വേർഡ്സ്. ക്യാൻ വി യൂസ് 2 നെഗറ്റീവ് വേർഡ്സ് ടുഗദർ? നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, ഡോണ്ട് ആൻഡ് എനിത്തിങ് ആർ 2 നെഗറ്റീവ് വേർഡ്സ്. അതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറഞ്ഞേക്കോ, പക്ഷെ ഫസ്റ്റ് ഓഫ് ഓൾ അവിടെ തന്നെ തെറ്റി. രണ്ടും നെഗറ്റീവ് വേർഡ്സ് അല്ല. ഡോണ്ട് നെഗറ്റീവ് ആണ്, ഡൂന്റെ നെഗറ്റീവ് ആണ് ഡോണ്ട് എന്ന് പറയുന്നത്. അപ്പൊ എനിത്തിങ് എന്തിന്റെ നെഗറ്റീവ് ആണ്? എനിത്തിങ് എന്ന് പറയുന്നത് എന്തെങ്കിലും എന്നാണ് മീനിങ്. അവിടെ എന്തെങ്കിലും ഉണ്ടാകാം, എന്തെങ്കിലും ഇല്ലാതിരിക്കാം. എന്തെങ്കിലും ഉണ്ടോന്നും ചോദിക്കാം, എന്തെങ്കിലും ഇല്ലേന്നും ചോദിക്കാം. ഇത് രണ്ടും നമ്മള് എനിത്തിങ് ആണ് ഉപയോഗിക്കുന്നത്. ഐ ഡിഡ്ന്റ് സേ എനിത്തിങ്, ഞാൻ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. അപ്പൊ ഐ ഡിഡ്ന്റ് സേ എനിത്തിങ് എന്ന് രണ്ട് നെഗറ്റീവ് ആണെങ്കിൽ ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും. ഐ ഡിഡ്ന്റ് സേ നത്തിങ് എന്ന് പറയാൻ പറ്റില്ല. പിന്നെ അവിടെയാണ് മിസ്റ്റേക്ക്. നത്തിങ് ആണ് നെഗറ്റീവ് വേർഡ്. എനിത്തിങ് ഇസ് എൻറ്റയർലി a positive word because we don't know whether there is something or not. Anything is neither positive, like not negative, right? Yeah. Can we use 2 negative words together? No, again, you can't. ഇവിടെ 2 നെഗറ്റീവ് വേർഡ്സ് എവിടെ ഉപയോഗിച്ചിരിക്കുന്നത് കാണിച്ചിട്ടില്ല. പക്ഷേ ലൈക്ക് there might be situations where this is wrong, like don't say nothing. അങ്ങനെ നമ്മൾ പറയത്തില്ല. പിന്നെ say nothing. don't you have anything to say ല് don't do anything വരുന്നുണ്ട്, പക്ഷെ അത് തെറ്റല്ല. നെഗറ്റീവ് വേർഡ്സ് അല്ല രണ്ടും. ഇറ്റ്സ് എനിത്തിങ് എന്ന് പറയുമ്പോൾ അവിടെ ഒരു സാധ്യതയുണ്ട്, എന്തെങ്കിലും ഉണ്ടാകാം, എന്തെങ്കിലും ഉണ്ടാവാതിരിക്കാം. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സാധ്യതയുണ്ട്. ഇപ്പം എനിത്തിങ് ഏത് സാഹചര്യത്തിൽ യൂസ് ചെയ്ത് ഇറ്റ്സ് എ ന്യൂട്രൽ വേർഡ് ഓർ സംടൈംസ് ഇറ്റ്സ് എ പോസിറ്റീവ് വേർഡ്, ബട്ട് നെവർ എ നെഗറ്റീവ് വേർഡ്. ഇറ്റ്സ് നെവർ എ നെഗറ്റീവ് വേർഡ്. ഓക്കെ ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. നമ്മൾ ഈ 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തല്ലേ? ഓക്കെ, അപ്പം 10 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലത്തെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെ എന്താ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ള ചാനലാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഷെയർ ചെയ്യാം. അതുപോലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഇറങ്ങിയിട്ടുള്ള ഒരു ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കയറി അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വളരെ വ്യക്തമായിട്ട് ചോദിച്ച് മനസ്സിലാക്കുക. എനിക്ക് പല അഡ്മിഷൻസും പ്രശ്നമാകുന്നതിൻ്റെ കാരണം അവരാരും ഓഡിയോ ക്ലിപ്പ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. ഓഡിയോ ക്ലിപ്പൊക്കെ അയക്കുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുക. നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം അഡ്മിഷൻ എടുക്കുക. ഞങ്ങളുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പം അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം signing off from English Mithra. Thank you. Bye bye. Have a great day. Bye. Hi friends, welcome to English Mithra. ഇംഗ്ലീഷ് മിത്രയുടെ FAQ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 10 ക്വസ്റ്റ്യൻസ് ആണ് 10 ക്വസ്റ്റ്യൻസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ 10 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചിട്ടുള്ള 10 ക്വസ്റ്റ്യൻസ് തന്നെയാണ്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഒത്തിരി കോമൺസ് തോന്നിയ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തിട്ടുണ്ട്. ഒത്തിരി പഴയതും എടുത്തിട്ടുണ്ട്. ആക്ച്വലി കുറേ പഴയതും എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കിടക്കാം. അതെ, അതിന് മുന്നായിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഞാൻ ഓക്കെ, ലോങ് ടൈം നോ സീ എന്ന് നമുക്ക് പറയാൻ പറ്റും. ലോങ് ടൈം നോ സീ എന്ന് പറയാൻ പറ്റുമെന്ന് പലർക്കും ഡൗട്ട് ഉണ്ട്. പറയാൻ പറ്റും. ഇറ്റ്സ് ആൻ ആക്സെപ്റ്റഡ് യൂസേജ്. ഇപ്പം നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സുബോധ്. അതിനകത്ത് സുബോധ് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ലോങ് ടൈം നോ സീ എന്ന് പറയുമ്പോൾ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണെങ്കിൽ പോലും അത് ആക്ച്വലി ഒരു കറക്റ്റായിട്ടുള്ള യൂസേജ് ആണ്, ആക്സെപ്റ്റഡ് ആണെന്ന് പറഞ്ഞപ്പോൾ അതിൽ കോമൻസ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ തെറ്റാണെങ്കിൽ നിങ്ങൾ എന്തിനാണ് പഠിപ്പിക്കുന്നതെന്ന്. തെറ്റാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഗ്രാമാറ്റിക്കലി ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്. ലോങ് ടൈം നോ സീ എന്ന് പറയുമ്പോൾ വേർബും ഇല്ല, സബ്ജക്റ്റും ഇല്ല, ഒബ്ജക്റ്റും ഇല്ല, ഒന്നുമില്ല, സെൻറ്റൻസ് അല്ല. സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് വേ ആണ്. ലൈക്ക് എവറിത്തിങ് ഈസ് സ്കാറ്റേഡ് ഹിയർ ആൻഡ് ദെയർ. അപ്പോൾ അതുകൊണ്ടാണ് ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നത്. പക്ഷേ മോസ്റ്റ് ഓഫ് ദി ഇഡിയംസ് ആ ഗ്രാമാറ്റിക്കലി ഇൻകറക്റ്റ് അല്ലേ? ഇഡിയംസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ കുറേ ഉണ്ട് അങ്ങനെ. അപ്പോൾ അതൊക്കെ അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ അത് പറ്റില്ല. ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ് ലോങ് ടൈം നോ സീ. സോ നമ്മളിപ്പോൾ നോക്കുവാണെങ്കിൽ ആ ഡിക്ഷണറിയിൽ അത് ആക്സെപ്റ്റഡ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ അത് ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു യൂസേജ് ആണ്. ഇപ്പം നമ്മൾ അയ്യോ എന്നുള്ള വാക്ക് എടുക്കുകയാണെങ്കിൽ മലയാളം വാക്കാണ്. എല്ലാവർക്കും അറിയാം അയ്യോ എന്നുള്ള മലയാളം വാക്കാണ്. എന്താ നമ്മളിപ്പം എവിടെയെങ്കിലും വീഴുമ്പം ഒരു എക്സ്ക്ലമേഷൻ പോലെ അയ്യോ എന്ന് പറയുന്നത്. ഇപ്പോൾ അതൊരു ഇംഗ്ലീഷ് വാക്കും കൂടിയാണ്. കാരണം ഇത് ഓക്സ്ഫോർഡ് ഡിക്ഷണറിയിൽ അത് ഇടം പിടിച്ചിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലും ഉള്ളൊരു വാക്കുമാണ്. സെയിം മീനിങ് ആണ്. നമ്മൾ എവിടെയെങ്കിലും വീഴാനോ എങ്കിലും പോകുമ്പോൾ പെട്ടെന്ന് ഔട്ട് ഓഫ് സർപ്രൈസ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു എക്സ്ക്ലമേറ്ററി വേർഡായിട്ടാണ് അയ്യോ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ആക്സെപ്റ്റ്. അപ്പം നമുക്ക് വാദിക്കാൻ പറ്റില്ല അത് ഇംഗ്ലീഷ് വാക്കല്ലല്ലോ എന്ന്. ആണ്, ഇനി തൊട്ട് അത് ഇംഗ്ലീഷ് വാക്കാണ്. സോ ഇറ്റ്സ് an accepted usage. Yes, it's a very informal way of saying it. Like, you know, when you say long time no see, it's not that അവിടെയുള്ള ആൾക്കാർക്ക് ഗ്രാമർ അറിയില്ലാത്തതുകൊണ്ട് അവരങ്ങനെ ആക്കിയതല്ലല്ലോ. അതൊരു വേ ഓഫ് സേയിങ് ഇറ്റ് അല്ലേ. അതൊരു കുറച്ചുകൂടി ഒരു ഭയങ്കര ഇൻഫോർമൽ ആണത്. നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കാണുമ്പോൾ നമ്മൾ ഒത്തിരി ആയാലോ കണ്ടിട്ടുണ്ടെന്ന് പറയുന്ന സാധനമാണത്.
അതെ. അപ്പം so that's an accepted ഇത് thing. സംഭവം എന്ന് വെച്ചാൽ ബിക്കോസ് ഇംഗ്ലീഷ് ഇസ് ലൈക്ക് വേറൊരു ലാംഗ്വേജ് ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒത്തിരി ഓവർലി കറക്റ്റ് ആവാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമ്മൾ മലയാളത്തിലാണെങ്കിൽ പോലും ഇപ്പം നമ്മൾ ഈ എന്താ എൻ്റെ അച്ഛനൊക്കെ പറയും നമ്മൾ വാ താ പോ എന്നങ്ങനെയൊന്നും പറയാൻ പാടില്ല. വരൂ തരൂ പോകൂ എന്ന് വേണം പറയാനെന്നുള്ളത്. എൻ്റെ അമ്മ ഫോർ വൺ പേഴ്സൺ എനിക്ക് എൻ്റെ അച്ഛൻ്റെ നിന്ന് കുറേ വഴക്ക് കിട്ടിയിട്ടുള്ളത് ആ ഒരു ഇതിനാണ്. വാ താ എന്നൊന്നും നമ്മൾ പറയാൻ പാടില്ല, ഇറ്റ്സ് ആക്ച്വലി റൂഡ് എന്ന്. അപ്പോൾ നമ്മൾ അങ്ങനെ പറയണമെന്ന്. സോ നമ്മളതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറയുന്നത്. പക്ഷെ നല്ലതായിട്ട് മലയാളം സംസാരിക്കുന്നവർ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭയങ്കര നല്ല വാക്കുകളും ഗ്രാമറും ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ തിങ്. നമ്മൾ മലയാളത്തിലായാലും നമ്മൾ നമ്മുടെ ഫ്രണ്ട്സ് തമ്മിൽ കാണുമ്പോൾ തന്നെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെയൊന്നും പറഞ്ഞല്ലോ, കുറെ ആളിലൂടെ കണ്ടിട്ട് അങ്ങനെയൊക്കെയല്ലേ. That's the same way of saying it. Yes. Yeah. ഇനി അടുത്തത്, ഇന്നലെ ഞാൻ ഫോൺ വിളിച്ചായിരുന്നു പക്ഷെ കിട്ടിയില്ല. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയും? Okay, you can maybe say I tried calling you yesterday but it didn't get through, or the call didn't get through. വിളിച്ചിട്ട് കിട്ടിയില്ല എന്ന് നമ്മൾ പറയാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. Call didn't get connected. Yeah, call didn't get connected. അതും പറയാം. Call didn't get through. Be used. Yeah. But call didn't get through is a very good usage because most of the people, most of our students doesn't know that. I mean, most of our students don't know that. അപ്പോൾ അത് നല്ലൊരു ഫ്രേസ് ആണ്, ഗെറ്റ് ത്രൂ എന്നുള്ളത്. കോൾ കണക്റ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം ഡിഡിന്റ് ഗെറ്റ് ത്രൂ എന്നുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ഇനി മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എൻ്റെ വഴി. ഇതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? ഫ്രം നൗ ഓൺ യുവർ ഓൺ. ഫ്രം നൗ ഓൺ യു ആർ ഓൺ യുവർ ഓൺ. ഇനി തൊട്ട് നിനക്ക് നിന്റെ കാര്യം വഴിന്ന് നമ്മൾ അങ്ങനെ എക്സാക്ട് വേർഡ് ഒന്നും ഇല്ല. നിനക്ക് നിന്റെ കാര്യം എനിക്ക് എന്റെ കാര്യം. സെയിം മീനിങ് ആണ് ഈ ഒരു ഫ്രേസിന് വരുന്നത്. എക്സാക്ട്ലി സെയിം മീനിങ് ആണ് വരുന്നത്. ഇനി തൊട്ട് നിന്റെ കാര്യങ്ങൾ നീ തന്നെ നോക്കിക്കോണം, ഞാൻ നോക്കത്തില്ല. അതാണല്ലോ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതിന്റെ എക്സാക്ട് ആയിട്ടുള്ള ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ആണ് ഇത് വരുന്നത്. തൊട്ട് ഫ്രം നൗ ഓൺ യു ആർ ഓൺ യുവർ ഓൺ. നീ നിനക്ക് സ്വന്തമായിട്ടുള്ള നിന്റെ ഉത്തരവാദിത്തത്തിലാണ് നീ ഞാനായിട്ടൊരു ബന്ധമില്ല. ഇനി അടുത്ത് ഞാനല്ലേ ചോദിക്കണ്ടേ, ഡിഫറൻസ് ബിറ്റ്വീൻ അറൗണ്ട് ആൻഡ് ഓൾമോസ്റ്റ്. അറൗണ്ട് ആൻഡ് ഓൾമോസ്റ്റ് ദർ ഈസ് എ ഡിഫറൻസ്. ഐ മീൻ രണ്ടും ഉപയോഗിക്കുന്നത് ഒരു കാര്യത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന കാര്യങ്ങളെ പറ്റി പറയാനാണ്. ലൈക്ക് സമയത്തിന് ഐ എം ഓൾമോസ്റ്റ് ദെയർ എന്ന് പറഞ്ഞാൽ എന്താ, ഞാൻ അവിടെ എത്താറായി, തൊട്ടടുത്ത് തന്നെ ഉണ്ടെന്നാണ്. ഐ റീച്ച് ദെയർ അറൗണ്ട് 5:30 എന്ന് പറഞ്ഞാൽ ഞാൻ 5:30 ആവാറാകുമ്പോഴത്തേക്കും 5:30 കറക്റ്റ് അല്ല. I'll reach there at 5:30 എന്ന് പറഞ്ഞാൽ ഞാൻ 5:30 കറക്റ്റ് അവിടെ എത്തും. I'll reach there around 5:30 എന്ന് പറഞ്ഞാൽ എനിക്ക് 5:20 ചെല്ലാം, 5:40 ചെല്ലാം, അങ്ങനെ. അതുമായിട്ട് ക്ലോസ് ആയിട്ട് ഇറ്റ്സ് ഓൾമോസ്റ്റ് 12 o'clock എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ്സ് ലൈക്ക് വെരി നിയർ ടു 12 o'clock. 12 o'clock ആകാൻ കുറച്ച് സമയം ഉണ്ടായിരിക്കുള്ളൂ. അറൌണ്ട് 12 o'clock എന്ന് പറഞ്ഞാൽ 12 o'clock ആകാൻ നീ ഇഷ്ടംപോലെ സമയം ഉണ്ടായിരിക്കും. ചിലപ്പോൾ 12 o'clock കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇറ്റ്സ് നോട്ട് ഈവൻ ക്ലോസ് ടു ദ എക്സാക്ട്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറൻസ്. അതെ, ഓൾമോസ്റ്റ് കുറച്ചുകൂടെ ക്ലോസ് ആണ്. അറൌണ്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു റൗണ്ട് പറയുമ്പോഴാണ് കീപ്പ് ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യന്, ഷാൽ വി ഗോ ഫോർ എ മൂവി. ഇത് ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ പറയോ? ഷാൽ വി ഗോ ഫോർ എ മൂവി എന്ന് പറയാം. ആസ് യു സെഡ് ഷാൽ വി ഗോ ടു സീ എ മൂവി എന്ന് ചോദിക്കാം. To watch a movie, so not see a movie, to watch a movie. Shall we go to watch, അങ്ങനെ നമ്മൾ പറയില്ലേ, shall we go watch a movie? Go watch a movie, that is also correct. നമുക്ക് അല്ലാതെ പറഞ്ഞാൽ shall we go for a movie is that's correct. That is one. the correct one. Yes. ഇനി അടുത്ത് ഞാനാണ് ചോദിക്കേണ്ടത് അല്ലേ? Can we use would instead of used to? Yes. Pastൽ ഒരു കാര്യം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ലൈക്ക് നൗ വി ഡോണ്ട് ഡു ദാറ്റ്. യൂസ് ടു എന്ന് പറയുമ്പോൾ ഐ യൂസ് ടു ഗോ, I used to wake up at 6 when I was a student. I used to go for long walks എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, when I was a child എന്ന് പറയുമ്പോൾ you can say that I would go for long walks when I was a child എന്നും പറയാം. I would go for long walks ന്റെ കൂടെ I think we should always use this scenario when I was a child. You don't need used to കൂടെ അത് വലിയ അത്യാവശ്യമില്ല. I used to do this പറയുമ്പം we don't really have to mention the time period and stuff like that. But when it comes to would, you have to because would-ന് പല യൂസേജ് ഉണ്ട്. So then it will be wrong if you don't mention the time period and stuff like that. Used to എന്ന് പറയുമ്പോൾ അതിനൊരു യൂസേജ് ഉള്ള എന്താണ്, ഞാൻ ഇങ്ങനെ ചെയ്യുമായിരുന്നു എന്ന് പറയാനായിട്ട്. ബട്ട് വുഡിന് വേറെ ഒത്തിരി യൂസേജ് ഉള്ളതുകൊണ്ട് what she said is right. You have to mention the time period. When I was a child, when I was your age, അല്ലെങ്കിൽ when I was in college, അങ്ങനെ എന്താണോ ടൈം പീരീഡ് എന്ന് വെച്ചാൽ അത് മെൻഷൻ ചെയ്യണം.
ഓക്കെ, I have to ask, right? യെസ് യു ഹാവ് ടു ആസ്ക്. You sing too good എന്ന് പറയുമോ? യൂസിങ് ടു ഗുഡ് എന്ന് പറയില്ല, യൂസിങ് വെൽ. Yeah. യൂസിങ് വെൽ, Really well. യൂസിങ് റിയലി വെൽ. അങ്ങനെയൊക്കെ പറയാം. പക്ഷെ യൂസിങ് ഗുഡ് എന്നേ Your പറയത്തില്ല. songs are too good. Yeah, എന്ന് അങ്ങനെ പറയാം. പറയാം. That I've heard, but you sing too good എന്ന് ഞാൻ അല്ല പറയില്ല, പറയില്ല. അങ്ങനെ പറയില്ല. You sing well or you sing really well. അങ്ങനെ പറയാം. ഇനി എൻ്റെ അല്ലേ, വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ദി ഇംഗ്ലീഷ്? The English. English is the language, okay? English with a capital letter E is the language. Whereas the other one, the English എന്ന് പറയുന്നത് is the people of England. ഇംഗ്ലണ്ടിലെ ആളുകളെയാണ് നമ്മൾ the English എന്ന് പറയുന്നത്. അതെ, I've also heard. ഞാൻ ലൈക്ക് വൺ ഓഫ് മൈ ടീച്ചേഴ്സ്, ലൈക്ക് ഷീ കറക്റ്റഡ് മീ, ഇത് the ഇംഗ്ലീഷും when I said the English is a very good language എന്നങ്ങനെ ഞാൻ എഴുതിയപ്പോൾ she corrected that the English is the people of English and English is the language. The English is the people of England. Yeah. അതെ, അപ്പോൾ അത് നെക്സ്റ്റ് ഇറ്റ്സ് യുവർ ചാൻസ്. Yeah. So supposed to ന്റെ usage എന്താണ്? That's the last question. Supposed to into usage, supposed to you use instead of expected to, like you are supposed to do this and supposed to do this, You're supposed to go there. supposed to do this എന്ന് പറയുമ്പോൾ it means that you are expected to do this എന്ന് വെച്ചാൽ നീ ഇത് ചെയ്യണമെന്ന് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അത് നിന്റെ ഡ്യൂട്ടി ആണെന്ന് കാണിക്കുകയാണ്. You're supposed to study for the exam. Which means it's your duty to study your exam. That is what is expected from your side. അതാണ് അർത്ഥം വരുന്നത്. ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത്, അല്ലെങ്കിൽ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. യു were supposed to be here. അതെ, അങ്ങനെ നീ ഇവിടെ ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. സോ ദിസ് ഇസ് വാട്ട് യു ഹാഡ് ടു ഡു, ലൈക്ക് അതായിരുന്നു നിന്റെ ജോലി, അതായിരുന്നു നീ ചെയ്യേണ്ടിയിരുന്നത്, അതാണ് നീ ചെയ്യുമെന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്തിരുന്നത്. ആ ഒരു അർത്ഥത്തിലാണ് നമ്മൾ സപ്പോസ് ടു യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഐ തിങ്ക് വീവ് കവർ 10 questions very quick, very fast. പെട്ടെന്ന് തീർക്കും. yeah. I think some people want പെട്ടെന്ന്, so we thought we thought that we'll clear it പെട്ടെന്ന്. Yeah. But if you have doubts like this, please post it in the comment section. ഞങ്ങൾ അത് വീഡിയോയിൽ പ്രസൻറ്റ് ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് മറുപടിക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. കോമന്റിന് മറുപടി തരുന്നതായിരിക്കും. കോമന്റിന് റിപ്ലൈ തരുന്നതായിരിക്കും, കോമന്റിന് മറുപടി തരുന്നതായിരിക്കും. എന്ന് റിലേ വിട്ടിരിക്കുകയാണ് എൻ്റെ അക്സർ ഈസ് ഓൾവേസ് പെർഫെക്റ്റ്. എൻ്റെ കുറച്ച് റിലേ ഇന്ന് പോയിരിക്കുകയാണെന്ന് തോന്നുന്നു. ഓക്കെ, സോ ഐ തിങ്ക് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ചാനൽ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, ഇത് എപ്പോഴും ഞാനാ പറയുന്നത്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൺസിഡർ ചെയ്യുക. അതേപോലെ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ്, സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുക, കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൗൺസിലറിനോട് ചോദിച്ചത് ക്ലിയർ ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് കോഴ്സ് ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇതൊക്കെല്ലാം ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. അപ്പോൾ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ, മറ്റൊരു ഇൻട്രസ്റ്റിംഗ് FAQ സെഷനിൽ കാണുന്നത് വരെ, ദിസ് ഇസ് രേവതി കൃഷ്ണൻ ആൻഡ് അക്സ അബ്രഹാം signing off from English Mithra. Thank you and have a great day. Bye. Hi friends, welcome to FAQ session. ഇന്നത്തെ FAQ സെഷനിലും പതിവ് പോലെ നമ്മൾ നിങ്ങൾ ചോദിച്ചിട്ടുള്ള കുറച്ച് നല്ല ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ആൻസർ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിന് മുമ്പേ so ഞാൻ റീസെന്റ് ആയിട്ട് ഒരു ആർട്ടിക്കിൾ വായിച്ചു ബൈ ദി ആഫ്രിക്കൻ റൈറ്റർ ചിമ്മമണ്ട അഡിച്ചി, ആൻഡ് ഹെർ ആർട്ടിക്കിൾ, the name of the article was, the title was we should all be feminists. Okay, so that is a big thing. Okay, to raise the question, why should feminist, എന്തിനാണ് നിങ്ങളെ ഫെമിനിസ്റ്റ് എന്ന് വിളിക്കേണ്ടത്, അതിന്റെ ആവശ്യം എന്താണ്? സോ ആസ് ഫാർ ആസ് ഐ നോ, ഫെമിനിസ്റ്റ് അല്ലെങ്കിൽ ഫെമിനിസം എന്ന് പറയുന്നത് ഇപ്പോൾ ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. ഫെമിനിസ്റ്റ്, അവളുടെ ഫെമിനിറ്റി, ഓക്കെ, ദാറ്റ് ഇസ് ദ femininity, that is the word that is being currently used in social media platform. But എന്താണ് ആ വാക്കിനൊരു പ്രശ്നം? Why are people being so, അവർക്കെന്താ ഇത്ര വെറുപ്പ് തോന്നാൻ ഈ ഒരു വാക്കിനോട്? എല്ലാ arrogant ആയിട്ടുള്ള പീപ്പിളും ബൈ ഡിഫോൾട്ട് ഫെമിനിസ്റ്റുകളാണ്, for no reason, whether they believe in that or not. ഒരു ഞാൻ വേറെ എക്സാമ്പിൾ പറയാം. ഭോപ്പാലിലോ ഇവിടെ ഒരു പെൺകുട്ടി ഒരു സ്വിഗ്ഗി ഡെലിവറി ബോയിനെ അടിച്ചപ്പം അവർ ഫെമിനിസ്റ്റ് ആയി. ഷീസ് നോട്ട് എ ഫെമിനിസ്റ്റ്. ഫെമിനിസ്റ്റ് എന്ന് പറയുന്നത് ഒരു പെണ്ണിന് എവിടെ പോയി എന്ത് തോന്നിയാസം കാണിക്കാം, ആരെ വേണമെങ്കിലും ഉപദ്രവിക്കാം, ആരെ വേണമെങ്കിലും ചീത്ത പറയാം, അവള് ഫെമിനിസ്റ്റ്. ദാറ്റ്സ് നോട്ട് ഫെമിനിസം. ഫെമിനിസം only asks for one thing, equality in all bases. അതായത്
എന്താ ഒരു എന്താ ഈക്വൽ പേ, ഒരാണിന് ഇത്ര ഞാൻ ചെയ്യുന്ന സെയിം ജോലിക്ക് ഒരാണിന് ഇത്ര പേ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്കും അത്ര തന്നെ പേ കിട്ടണം. അല്ലെങ്കിൽ ഒരാണിന് ഇന്ന റൈറ്റ്സ് ഉണ്ട്, അതേ റൈറ്റ്സ് എനിക്കും വേണം. പഠിത്തത്തിനുള്ള റൈറ്റ്സ്, ജീവിക്കാനുള്ള റൈറ്റ്സ്, ഫ്രീ എക്സ്പ്രഷന് വേണ്ടിയിട്ടുള്ള റൈറ്റ്, എൻ്റെ ലൈഫ് എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫ്രീഡം വേണം. അതാണ് ഫെമിനിസം എന്ന് പറയുന്നതിൻ്റെ ഹോൾ ഐഡിയ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ഏതെങ്കിലും ഒരു സ്ത്രീ പോയി ഒരു പുരുഷനെ കൊന്നു അവള് ഫെമിനിസ്റ്റ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്, ഡസന്റ് വർക്ക് ലൈക്ക് ഇപ്പം നമ്മൾക്ക് അങ്ങനത്തെ ഒരു തോട്ട് വരുന്നത് തന്നെ രേവതി ഇസ് ബിക്കോസ് പീപ്പിൾ ഡോണ്ട് നോ വാട്ട് ഫെമിനിസം ഇസ് അബൌട്ട്. അത് എവിടുന്നാ ജനിച്ചത്, അതിന്റെ ഒറിജിൻ എന്താന്ന് ആളുകൾക്ക് അറിയില്ല. സംഭവം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്കൊരു മോനും മോളും ഉണ്ടെങ്കിൽ ആ മോനും മോൾക്കും ഒരേപോലത്തെ അവകാശങ്ങളായിരിക്കണം ഉണ്ടാകുന്നത്. അതായത് മകന് പഠിക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ മകൾക്കും പഠിക്കാനുള്ള അവകാശമുണ്ട്. മകന് ജോലി ചെയ്യാനുള്ള അവകാശം ഉണ്ടെങ്കിൽ അത് മകൾക്കും ഉണ്ട്. മകന് എന്താ അവന് ഇഷ്ടമുള്ള ഡ്രസ്സ് ഇട്ട് അവന് ഇഷ്ടമുള്ളതുപോലെ കറങ്ങി നടക്കാനുള്ള അവകാശം ഉണ്ടെങ്കിൽ മകൾക്കും അതേ അവകാശം തന്നെ ഉണ്ട്. അത്രേ ഉള്ളൂ. ഇറ്റ്സ് നോട്ട് അബൌട്ട് ലൈക്ക് മാൻ ഹേറ്റിംഗ് ഒന്നുമല്ല. ആണുങ്ങളെല്ലാം ദുഷ്ടന്മാർ. എനിക്ക് അച്ഛനുണ്ട്. ആസ് ഫാർ ആസ് ഐ നോ ഹി ഈസ് ദ ബിഗ്ഗസ്റ്റ് ഫെമിനിസ്റ്റ് ദാറ്റ് ഐ നോ. എനിക്ക് അറിയാവുന്നത് വെച്ച് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ സ്ത്രീ മാത്രമായിരിക്കണം എന്നില്ല. മെൻ ക്യാൻ ഓൾസോ ബി ഫെമിനിസ്റ്റ്. Yes, we should all be feminists. Nathu, she's inviting men as well to be feminists. And most of my friends, guys, they're all feminists. Most of the people that I know that are there in this office are feminists. ഇതിന്റെ ഒറിജിൻ തന്നെ മെയിൽ സുപ്രമസി അതിന്റെ ഹൈറ്റിൽ നിന്നപ്പം വിമന് ജീവിക്കാൻ പോലുള്ള റൈറ്റ് ഇല്ലായിരുന്ന ഒരു പോയിന്റിലാണ് ഫെമിനിസം റൈസ് ആവുന്നത് തന്നെ, വേർ ദേ വർ ആസ്കിങ് ഫോർ ഇക്വാലിറ്റി. അപ്പൊ നിങ്ങൾ പറയുന്ന ഫെമിനിസ്റ്റുകൾ ഉണ്ട് ആക്ച്വലി സ്പീക്കിംഗ്. ഓക്കെ, ആ അതിനെ യൂസ് ചെയ്തിട്ടുള്ള ആളുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഈ ഇടയ്ക്ക് രൺവീർ സിംഗിന്റെ ഒക്കെ ഫോട്ടോ റിലീസ് ആയപ്പോഴത്തേക്ക് അതിനെതിരെ കേസ് എടുത്ത് അൺനെസസറി കാര്യം. അതൊന്നും ഫെമിനിസ്റ്റിന്റെ ഇതിൽ പെട്ടതേ അല്ല. ദാറ്റ്സ് നോട്ട് വാട്ട് വി നീഡ്. അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വേണ്ടത് അതല്ല. ദാറ്റ്സ് നോട്ട് അവർ പ്രോബ്ലം. ഓക്കെ, കീപ്പിംഗ് ദാറ്റ് ഓൾ aside, so feminism is not anything bad and you can also be a feminist. We should all be feminists. നിങ്ങൾ അതിനെക്കുറിച്ച് കുറച്ചുകൂടി നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്നുണ്ടെങ്കിൽ അതിനെ കേഴ്സ് ചെയ്യാതെ അതിനെ ബാഡ് ആണെന്ന് പറയുന്നതിന് പകരം നിങ്ങൾ അതിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കൂ. നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ കുറിച്ച് അറിയില്ല, പലരും പല കാര്യങ്ങളും പറയുന്നു. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കിട്ടാനായിട്ട് അതിനെക്കുറിച്ചൊന്ന് പഠിച്ചു നോക്കുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ I'll read. Okay, കാരണം this is for you. മാഡത്തിന്റെ ലൈവിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു, രേവതിയുടെ ലൈവിൽ കേട്ടോ. വൈദ്യൻ കൽപ്പിച്ചതും രോഗി ഇച്ഛിച്ചതും പാല്, ഇത് ഇംഗ്ലീഷിൽ എങ്ങനെ പറയാ എന്നാണ് ചോദിച്ചത്. മൈൻഡ് ചെയ്തില്ല, കോഴ്സിൽ ചേരാത്തത് കൊണ്ടായിരിക്കും. ഇത് ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയത് മാമനാണ്, ഹനീനാണ്. അപ്പം എനിക്ക് മനസ്സിലായി, എനിക്കിട്ടൊരു പണി തന്നതാണ്. ഞാൻ അതിനുള്ളത് പിന്നെ മറുപടി പറഞ്ഞോളാം. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചോദിച്ച ആളുടെ ചേട്ടൻ സത്യമായിട്ടും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ഇതിനങ്ങനെ ചെയ്യുന്ന ലൈവിന്റെ ഉദ്ദേശം തന്നെ നമ്മുടെ കോഴ്സിൽ ഇല്ലാത്ത സ്റ്റുഡൻസുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയാണെങ്കിൽ FAQ സെഷന്റെ ആവശ്യം പോലും ഇല്ലല്ലോ. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് എൻ്റെ വാട്സാപ്പിൽ പഠിക്കുന്ന കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം നൽകിയാൽ പോരെ. ലൈവിൽ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ. അതാണ് ലൈവില് നമ്മൾക്ക് ഒരു ക്വസ്റ്റ്യൻ അല്ല വരുന്നത്, ഒത്തിരി ക്വസ്റ്റ്യൻസ്. നമ്മൾ ഒത്തിരി ക്വസ്റ്റ്യൻസ് മിസ് ചെയ്തിട്ടാണ് ലൈവ് എടുക്കുന്നത്. കാരണം ഒരേ മിനിറ്റിൽ 5-6 ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ട് നമ്മൾ ഇപ്പുറത്തിരിക്കുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അതെല്ലാം അഡ്രസ് ചെയ്ത് വിടാൻ വേണ്ടി. പിന്നെ ലൈവില് നമ്മുടെ കോഴ്സിൽ നമ്മൾക്ക് എത്ര ലക്ഷം, ഐ മീൻ വി ഹാവ് ലാക്സ് ഓഫ് പീപ്പിൾ who have studied here. അപ്പൊ നമ്മൾ ഓരോ പേരും വരുമ്പോഴത്തേക്കും ഇത് ഞങ്ങളിവിടെ പഠിച്ചതാ, ഈ കൊച്ചിന്റെ ക്വസ്റ്റ്യൻ എടുക്കാമെന്ന് ചെയ്തിട്ടല്ല നമ്മൾ ക്വസ്റ്റ്യൻ എടുക്കുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ചേട്ടൻ അങ്ങനെ വിചാരിക്കരുത്. ആൻഡ് ദ പ്രോബ്ലം ഇസ് ഓൾസോ ദാറ്റ് ഇതിനൊരു എക്സാക്ട് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇല്ല. ഇഫ് യു വാണ്ട് ഐ ക്യാൻ സേ the doctor and the patient wanted the same things, അല്ലെങ്കിൽ doctor and the patient wanted same thing. അതാണ് wanted milk എന്ന് പറയാൻ പറ്റില്ല. the patient wanted milk, the doctor suggested milk. അങ്ങനെയും പറയാം. ലിറ്ററൽ മീനിങ്ങേ പറയാൻ പറ്റുള്ളൂ. ദർ ഇസ് നോ സിമിലർ പ്രോവർബ് ഇൻ ഇംഗ്ലീഷ് ആസ് ഫാർ ആസ് ഐ നോ. ബട്ട് ഇഫ് യു നോ ഇറ്റ് യു ക്യാൻ സജസ്റ്റ് ഇറ്റ് ഇൻ ദ കോമന്റ് സെക്ഷൻ. നിങ്ങൾക്ക് പറയാം. പക്ഷെ എനിക്കറിയാവുന്നിടത്തോളം ഇതിന്റെ എക്സാക്ട് ട്രാൻസ്ലേഷൻ ഇതാണ്. പക്ഷെ അല്ലാതെ ഒരു സിമിലർ ട്രാൻസ്ലേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, കൾച്ചറിന്റെ ഭാഗമായിട്ടുള്ളതാണ് പ്രോവർബ്സ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ഒരു പഴഞ്ചൊല്ലാണ്. അപ്പൊ ഇതിനു വേണ്ടി നമ്മൾക്ക് കാണാൻ വിറ്റാലും ഓണം ഉണ്ണണം, ഇതൊക്കെ നിങ്ങൾ ഇംഗ്ലീഷ് കാണാൻ വിറ്റും ഓണം ഉണ്ണണം. ഇംഗ്ലീഷുകാർക്ക് ഓണം ഉണ്ടോ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേണ്ടി? ഇല്ല. അതിനുള്ള ഇക്വലന്റ് ഇല്ല അവരുടെ കയ്യിൽ. ഇതിനുള്ള ഇക്വലന്റ് നമ്മൾക്ക് ഇതുവരെ അറിയാവുന്ന വെച്ചിട്ട് as far as I am concerned and she is concerned, we don't know whether you know an equivalent exists or not. അത് ഞങ്ങളുടെ പ്രശ്നമല്ല, that is not there, you know. So yeah, ചേച്ചിയും അനിയത്തിയും പോലെയാണ് ഇരിപ്പ്, നിൽക്കുമ്പോഴും അങ്ങനെ തന്നെ നടക്കുമ്പോഴും. പക്ഷെ ചേച്ചി അനിയത്തി എന്ന് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? സോ സ്വീറ്റ്. എങ്ങനെ പറയാം? if we are concerned, I am the younger sister and she is the elder one. Elder and younger sister. Elder sister and younger sister. ഞങ്ങൾ രണ്ടുപേരും
I mean, if you're saying it that way, you look like sisters എന്ന് പറഞ്ഞാൽ മതി. You look like elder sister and younger sister എന്ന് പറയണ്ട. ഇപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ എക്സാക്ട് മലയാളം തന്നെ നമുക്ക് വേണം, അങ്ങനെയല്ല. ഇറ്റ് ഡസന്റ് വർക്ക് ദാറ്റ് വേ. അവർ സംസാരിക്കുന്ന രീതി തന്നെ ഡിഫറെന്റാ. നമ്മളിപ്പം പുറത്ത് പോയിട്ട് രണ്ടുപേരും ഒരുപോലെ ഇരിക്കുന്ന കാണുമ്പോൾ ഓ യു ലുക്ക് ലൈക്ക് എൽഡർ ആൻഡ് യങ്ങർ സിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഹൗ ഡു യു നോ? ചിലപ്പോൾ ഞങ്ങൾ സെയിം പ്രായമായിരിക്കും, എങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്നത്? സോ ദാറ്റ്സ് നോട്ട് പ്രോപ്പർ. സേ യു ലുക്ക് ലൈക്ക് സിസ്റ്റേഴ്സ്, അത്രയും മതി. എൽഡർ ആണോ എങ്ങനെയാണെന്നൊന്നും doesn't matter. Okay, നമ്മുടെ ഒരു വീഡിയോയില് ഞാൻ ചെയ്ത വീഡിയോ ആയിരുന്നു, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ മറ്റേ റെഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നു. സോ someone said background color of your place makes me feeling negative. So ഇത് കറക്റ്റ് ആണ്? ആ സെന്റൻസ് കറക്റ്റ് ആണ്? അല്ല, തെറ്റാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ ഓഫ് യുവർ പ്ലേസ് makes me feeling negative എന്ന് പറയല, makes me feel negative എന്ന് വേണമെങ്കിൽ പറയാം. gives a negative feeling, a negative vibe എന്ന് പറയാം. അതാണ് better. Okay, gives me the creeps. Yeah, the background color of your place change ചെയ്യണമെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ട്. gives me a negative feeling. ചേഞ്ച് ചെയ്യാനൊന്നും പറ്റത്തില്ല ബാക്ക്ഗ്രൗണ്ട്. ലുക്ക്, ഡിഫറെന്റ് പീപ്പിൾ ഡിഫറെന്റ് പെർസ്പെക്റ്റീവ്. എനിക്ക് റെഡ് കളർ ഭയങ്കര ഇഷ്ടമാണ്. ഇറ്റ്സ് വൺ ഓഫ് മൈ ഫേവറേറ്റ് കളർ. ഐ ഡോണ്ട് ഫീൽ എനിത്തിങ് നെഗറ്റീവ് വെൻ ഐ സീ റെഡ്. മേ ബി അക്സയ്ക്ക് റെഡ് ഇഷ്ടമല്ലായിരിക്കും. അക്കോർഡിംഗ്ലി നമുക്ക് ലോകത്തിനെ മാറ്റാൻ പറ്റുമോ? No, there is a belief, it's a misbelief actually, that black and red is a sign of danger or negativity and stuff like that. നമുക്ക് അതൊക്കെ മാറ്റണ്ടേ? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ട്രാഫിക്കിന്റെ അവിടെയൊക്കെ ഓക്കെ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, എളുപ്പത്തിന് വേണ്ടി അവർ ചെയ്യുന്നുണ്ടായിരിക്കും. റിയൽ ലൈഫിൽ nobody is. Red rose represent love. Red rose represent love. You don't give your lover white rose and say I love you, right? It doesn't work. The red rose and love ne represent. Then how can you say that red is a color of negative? Maybe you don't like the color, question is there, but it doesn't mean that everyone should hate it. I love the color red. I don't know about you. I love the color. No, I love the color red. Yeah. Okay. This is a very good question, by the way. I have noticed different types of usages in the daily newspaper when someone changed their name and address, like change by, thereby change, changed as, do hereby change. Which are the correct usage? അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ correct usage just so അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ change by doesn't make sense, but it might make sense if you say it in a sentence. Like പക്ഷെ ഞാൻ ചിന്തിക്കുമ്പോൾ I change my name by എന്ന് പറയാം. It has been changed by എന്നൊക്കെ പറയാം. അതും I don't know how proper that is. ബാക്കിയെല്ലാം it makes sense. Yeah, thereby change. This person thereby changed their address from this to this. Changed as, the name is changed as. I do hereby change my name from this to that. Right. അങ്ങനെ പറയാം. പക്ഷെ ചേഞ്ച് ബൈ എന്ന് യൂസ് ചെയ്യാമെന്ന് എനിക്ക് ഉറപ്പില്ല. ബട്ട് ഇഫ് ഐ റെഡ് എ സെന്റൻസ് ദെൻ ഇറ്റ് മൈറ്റ് മേക്ക് സെൻസ്. പക്ഷേ സെന്റൻസ് തന്നിട്ടില്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിക്കുമ്പോൾ പ്ലീസ് ഇൻക്ലൂഡ് എ സെന്റൻസ് സോ ദാറ്റ് വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വാട്ട് യു ആർ ട്രൈങ് ടു ടെൽ. ഓക്കെ, കോണ്ടെക്സ്റ്റിന് ഔട്ടായിട്ടൊരു വാക്ക് വരുമ്പോൾ ചിലപ്പോൾ ഇറ്റ് ഡസൻറ്റ് മേക്ക് സെൻസ്, ബട്ട് ആ കോണ്ടെക്സ്റ്റിൽ വരുമ്പോൾ ഇറ്റ് ക്യാൻ മേക്ക് സെൻസ്. സോ അതൊന്ന് ഇത് ചെയ്യാം. ഇപ്പോൾ അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് അഡ്മിഷൻ ഇസ് പ്രോസസിംഗ് നൗന്നോ അഡ്മിഷൻ ഇസ് ബീങ് പ്രോസസ്ഡ് നൗന്നോ പറയാൻ പറ്റുമോ എന്നാണ് ആളുടെ ചോദ്യം. Admissions are open. Yeah, like have you seen this board, admissions are open? അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നമ്മൾ അങ്ങനെ അധികം ശ്രദ്ധിക്കാറില്ല. അതെ, പക്ഷേ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അതിൽ നിന്നൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ഇപ്പോൾ അഡ്മിഷൻ അഡ്മിഷൻസ് ആർ ഓപ്പൺ. ഇപ്പോൾ അഡ്മിഷൻ അഡ്മിഷൻ കൊടുത്തു, അത് അണ്ടർ പ്രോസസ് ആണെങ്കിൽ then you can say admission is under process, but you cannot say that admission is being processed. ഞാൻ കേട്ടിട്ടില്ല. ഓക്കെ, നീ ഇത്രയും നേരം എവിടെയായിരുന്നു? ആക്ച്വലി എവിടെയാണ് ചോദിക്കണമെന്ന് തോന്നുന്നു. നീ ഇത്രയും നേരം എവിടെയായിരുന്നു? Have you been so long എന്ന് പറയില്ല. Where have you been all this time? Where have you been all this while? അങ്ങനെ പറയാം. ഓക്കെ, ഇനി ഞാനല്ലേ ചോദിക്കണ്ടേ? ദിസ് ഇസ് വാട്ട് ഐ വാസ് തിങ്കിങ് ഓഫ് സെയിങ് ബിഫോർ. അത് നമ്മുടെ ക്വസ്റ്റ്യൻ അല്ലേ? മറ്റേ സാറിനോട് ഞാനിത് പറയാൻ വേണ്ടിയിട്ടിരിക്കുകയായിരുന്നു, പറയണമെന്ന് വിചാരിച്ചത്. അതിങ്ങനെ പറയാൻ പറ്റുമോ? ദിസ് ഇസ് വാട്ട് ഐ വാസ് തിങ്കിങ് ഓഫ് സെയിങ് ബിഫോർ. അതങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ സെന്റൻസിന് ഇതിന്റേതായിട്ടുള്ള ഒരു അർത്ഥമുണ്ട്. This is what I was thinking of saying before അടുത്താണ് എനിക്ക് പ്രശ്നം. You before, no. It doesn't make much sense actually. But you can actually use the sentence. ഞാൻ ഇത് നേരത്തെ പറയാൻ ഇതായിരുന്നു ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ചിരുന്നത് എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ it's okay. It's not, you cannot say that it's wrong.
ഇറ്റ്സ് നോട്ട് റോങ് ബട്ട് ഇറ്റ്സ് കൺഫ്യൂസിങ് എ ബിറ്റ്. Yeah. അതാണ് നിങ്ങൾക്കിത് ഞാൻ ഐ വാസ് പ്ലാനിങ് ടു ടെൽ ദിസ് ബിഫോർ ഹാൻഡ് എന്നൊക്കെ സിമ്പിൾ ആയിട്ട് പറയാം. ഇങ്ങനെ വളഞ്ഞൂത്തി പറയേണ്ട ആവശ്യമില്ല. ബട്ട് ഇറ്റ്സ് കറക്റ്റ്, ഇറ്റ്സ് നോട്ട് റോങ്. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ യു ഹാവ് ടു ആസ്ക്. That's okay. ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ജോലി ചെയ്യുകയാണ്. I'm working here for the time being. അല്ലെങ്കിൽ I work here for the time being is more correct. Yeah. ഇപ്പം ജോലി ചെയ്തോണ്ടിരിക്കുമ്പോൾ ഒരാൾ ചോദിക്കുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് ഇവിടെ ജോലി ഐ എം വർക്കിംഗ് ഹിയർ ഫോർ ദ ടൈം പീരീഡ് എന്ന് പറയാം. അല്ലെങ്കിൽ ഐ വർക്ക് ഇൻ ദിസ് പ്ലേസ് ഫോർ ദ ടൈം ബീയിങ് എന്ന് ജനറൽ ആയിട്ട് Or പറയാം. I work here temporarily, I think can also work. Yeah. Yeah. Okay, next question. Buy and purchase തമ്മിലുള്ള ഡിഫറൻസ് എന്താ? Buy is more of an informal usage. Yeah. കാരണം എന്ന് വെച്ചാൽ buy that pen. I bought a pen. Okay, buy യുടെ Yeah. that bought as in past past tense. tense ആണ് bought. Buy എന്ന് പറയുമ്പോൾ it's more informal. Yeah. Purchase is very formal. You can't say that I went to purchase a pen. You just say that I went to buy a pen. Okay, purchase is more like paper thing. Yeah, it's a formal thing, and moreover it's about big dealings. Big dealings I and think. very formal word. Yeah. It doesn't mean that you cannot use it in an informal situation or anything. You can definitely use it in an informal situation, but I would suggest to use buy. Yeah, remember ഈ കടക്കാരൊക്കെ like they go and purchase materials. And have you heard about this word purchasing power? Yeah. Something like that. Yes. So it's a very formal, It's a very formal usage. But then again, you can use I went to purchase some stuff. You can say it doesn't Yeah. sound right, but still it's correct. എന്നാലും കുറെ സാധനമൊക്കെ വാങ്ങിക്കുമ്പോഴാ പിന്നെയും നമ്മൾ പർച്ചേസ് അത് കറക്റ്റ് ആണ് പക്ഷെ കുറച്ചുകൂടി ബെറ്റർ ബൈ ആണ്. Informal cases. Formal purchase is the correct. How about watching movie? How about a cup of soup? How about playing cricket? ഇതൊക്കെ ശരിയാണെന്നാണ് ക്വസ്റ്റ്യൻ. Watching a movie. മൂവി എന്ന് വേണം, അതാ നമ്മൾ ഇവിടെ ഒരു തെറ്റ് ഉള്ളത്. ഓക്കെ, ഹൗ അബൌട്ട് വാച്ചിങ് മൂവി എന്ന് നമ്മൾ പറയില്ല. കാരണം മൂവി എന്ന് പറയുമ്പോൾ എത്ര ആയിരം മൂവീസ് ഉണ്ടല്ലേ. അപ്പൊ നമ്മൾ അതിൽ ഒരെണ്ണം അല്ലേ പറയുന്നത്, ഒരു മൂവി കാണുന്നതിനെ പറ്റിയല്ലേ പറയുന്നത്. സോ യു ഷുഡ് ബി ലൈക്ക് ഹൗ അബൌട്ട് വാച്ചിങ് എ മൂവി. പക്ഷേ ഹൗ അബൌട്ട് എ കപ്പ് ഓഫ് സൂപ്പ് ഇസ് കറക്റ്റ്. ഓക്കെ, How about playing ക്രിക്കറ്റ് ഇസ് ഓൾസോ കറക്റ്റ്. കാരണം ഇവിടെ ജെറൻഡ് ഫോം ആ വന്നേക്കുന്നത് പ്ലേയിങ്ങിന്റെ. ഓക്കെ, അപ്പൊ അത്രയുമേ ഉള്ളൂ. 10 ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, ഇന്ന് ഷോർട്ട് സെഷൻ ആയിരുന്നു തോന്നുന്നു. കുഴപ്പമില്ല, അറിഞ്ഞിരിക്കേണ്ട. ഓക്കെ, സോ നമ്മൾ ഇന്നത്തെ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ ചെറിയ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവായത് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യുക. കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് അത് നമുക്കൊണ്ട് പറ്റുന്ന കാര്യത്തിനുള്ള നമ്മൾ മറുപടി പറയുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ചാനലിൽ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലത്തെ ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാം. അപ്പം പിന്നെ അതുപോലെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫോർ ദ ടൈം ബീയിങ് ദിസ് ഇസ് രേവതി കൃഷ്ണൻ and Abraham signing off from English Mithra. Thank you. Bye. Hi friends, welcome to English Mithra and welcome to FAQ session. So ഇന്നത്തെ FAQ സെഷനിലും നമ്മൾ പതിവായിട്ട് ചെയ്യുന്ന കാര്യം തന്നെ എന്താ, ക്വസ്റ്റ്യൻസിന് അതെ മറുപടി പറയാം. അപ്പം ഇന്ന് നമുക്ക് ഒരു കോട്ട് കേട്ട് നോക്കിയാലോ. ഞാൻ എന്നെങ്കിൽ കഴിഞ്ഞ ദിവസം ഭയങ്കര ഡൗൺ ആയിരുന്നു, ഡിപ്രഷൻ. എല്ലാവരും എല്ലാ ദിവസവും ഒരുപോലെ ഇരിക്കില്ലല്ലോ. അപ്പം ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് എന്ന് പറയാൻ പറ്റില്ല, ഇറ്റ് വിൽ ബി എ വെരി റോങ് യൂസ്. ഞാൻ കുറച്ച് ഡൗൺ ആയിരുന്നു. ഐ വാസ് ഫീലിംഗ് എ ബിറ്റ് നെഗറ്റീവ്. അപ്പം ഞാനാണെങ്കിൽ ഇങ്ങനെ ഇൻസ്റ്റഗ്രാം റീൽ ഇങ്ങനെ നോക്കി പോവായിരുന്നു. അപ്പം നോക്കി പോയപ്പം ഒരു ഹർഷദ് ബാങ്ക ഒഫീഷ്യൽ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേജിൻ്റെ പേര്. എനിക്കറിയില്ല, പ്രൊനൗൺസ് ചെയ്ത് തെറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ ഐ എം സോറി. അപ്പം ആ പുള്ളിക്കാരൻ്റെ ഒരു ഇതാണ് കേട്ടോ. ദ വേൾഡ് മൈറ്റ് ഹാവ് different perspectives and opinions about you, so it doesn't matter. None of it matters. What matters is that what kind of opinion and perspective you have about yourself. ലോകത്തിൽ പല ആളുകൾക്കും നിങ്ങളെക്കുറിച്ച് പല ഒപ്പീനിയനും പല ചിന്താഗതിയായിരിക്കും നിങ്ങളെക്കുറിച്ച്. ഇപ്പോൾ ചിലപ്പോൾ എന്നെ എടുക്കുകയാണെങ്കിൽ ചില ആളുകൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഈ പെണ്ണെ കാണാൻ കുരങ്ങച്ചയെ പോലെ ഉണ്ടായിരിക്കുമല്ലോ എന്ന്. പക്ഷേ കുറേ ആളുകൾ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരാൾക്ക് ഞാനായിരിക്കും ലോകത്തിലെ ഏറ്റവും പ്രിറ്റിയസ്റ്റ് ആയിട്ടുള്ള ആൾ. ഓക്കെ, ഐ വാസ് ടോക്കിംഗ് അബൌട്ട് മൈ ഫാദർ.
സോ പ്രിറ്റിയസ്റ്റ് ആയിട്ടുള്ള ആൾ ഞാനായിരിക്കും. സോ ചില ആളുകളെ നോക്കുമ്പം ഈ പെൺകുട്ടി എന്തൊരു മണ്ടിയാണെന്ന് വിചാരിക്കും. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഐ മൈറ്റ് ബി ദ മോസ്റ്റ് ഇൻ്റലിജൻറ്റ് പേഴ്സൺ ദേ ഹവ് മെറ്റ്, ഐ ഡോണ്ട് നോ, മൈറ്റ് ബി. പിന്നെ ചില ആളുകൾക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് എന്തൊരു മോശം ആറ്റിറ്റ്യൂഡാണെന്ന് വിചാരിക്കും. ചില ആളുകൾക്ക് എൻ്റെ ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായിരിക്കും. സോ ആളുകൾക്ക് ലോകത്ത് ഇത്രയും ആൾക്കാരുണ്ട്, ആളുകൾക്ക് പല പല ഒപ്പീനിയൻ ആയിരിക്കും. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ ആളുകൾ നമ്മളെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല, ആസ് ലോങ് ആസ് വി ഡൺ നത്തിങ് ടു ഹേർട്ട് ദം. നമ്മൾ അവരെ ഉപദ്രവിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത് എന്നുള്ളത് മാറ്റർ ചെയ്യുന്നില്ല. വാട്ട് മാറ്റർ ഇസ് ദാറ്റ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ വിചാരിക്കുന്നു ഓക്കെ ഞാനൊരു നല്ല വ്യക്തിയാണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഐ എം കോട്ട് ആൻഡ് കോട്ട് ഇഫ് യു ഹാവ് ഡൺ നത്തിങ് റോങ് ടു അനദർ പേഴ്സൺ. നിങ്ങൾ വേറെ ആളെ ഉപദ്രവിച്ചിട്ടില്ല, വേറെ ആൾക്കൊന്നും ചെയ്തിട്ടില്ലെങ്കിലാണ്. നിങ്ങൾ വേറെ നാട്ടുകാരെ മൊത്തം ഉപദ്രവിച്ച് നടന്നിട്ട് ഞാൻ എന്നെക്കുറിച്ച് നല്ലതാണ് വിചാരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ വേറെ ആരെയും ഉപദ്രവിക്കുന്ന ആവശ്യമില്ലാത്ത ആളുകളുടെ കാര്യത്തിലൊന്നും ഇടപെടുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് എന്ത് വിചാരിക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ദാറ്റ് ഈസ് ഇറ്റ് ഷിയർഡ് മീ അപ്പ് എ ലോട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ശരിയാണല്ലോ, എന്നെ സംബന്ധിച്ച് ഞാൻ ആർക്കും ഒരു ഉപദ്രവം ചെയ്യുന്നില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കി എൻ്റെ ഇതിന് ഞാൻ പോകുന്നു. So I think I am a good person. At least for me, I am a good person. I am an okay person. So it cheered me up. Yeah, this might make a lot of people yes, stay. that was a very good Harshad Banga official. Yeah. ചുമ്മാ വെറുതെ മോട്ടിവേഷൻ അല്ല, makes a lot of sense. ഇൻസ്റ്റഗ്രാം റീൽസിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില ആളുകൾ ചില കാര്യങ്ങൾ പറയും. ഇറ്റ്സ് വെരി എഫക്റ്റീവ്. ചില ആളുകൾ ചില കാര്യങ്ങൾ പറയുമ്പം ഇറ്റ് ടച്ചസ് യുവർ ഹാർട്ട്. Some people they might not want to hear it, but there are some people who'll feel better when they hear this. അത് കേൾക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞെങ്കിൽ എന്ന് വിചാരിച്ച് ഇരിക്കുന്നവരുണ്ടായിരിക്കും. So I think these reels are awesome. Yeah, motivational reels. Yes. And this one is a really good one. Yeah. Okay, we'll start with the questions. Okay, so the first question is should we start ചെയ്യുന്ന questions പറഞ്ഞു തരാമോ? ഷുഡ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നെങ്കിൽ ചെയ്യണോ, എന്തെങ്കിലും നമ്മൾ ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഷുഡ് വെച്ച് ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഷുഡ് ഐ കം, ഞാൻ വരണം. ഷുഡ് ഐ ഗോ, ഞാൻ പോകണം. ഷുഡ് ഐ ഗോ, ഷുഡ് ഐ ലീവ്, ഞാൻ പോകണം. ഞാൻ പോകണം. പിന്നെ ഷുഡ് ഐ ബി പ്രസൻറ്റ് ഫോർ ദിസ്, ഞാൻ ഇവിടെ ഉണ്ടായിരിക്കണം എന്ന് നിർബന്ധമാണോ ഇതിന് വേണ്ടിയിട്ട്. സോ ചെയ്യണോ, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണോ എന്ന് ചോദിക്കാനായിട്ട് യു ക്യാൻ യൂസ് ഷുഡ് ആസ് എ ക്വസ്റ്റ്യൻ വേർഡ്. യെസ് ഷുഡ് യൂസ് ചെയ്ത് നമുക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കാം. ഓക്കെ, ഇനി അടുത്തത് എല്ലാവരുടെയും മൈൻഡ് എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ല. ആൾക്കാർ വിചാരിക്കും ഈ മലയാളം വായിക്കാൻ അറിയത്തില്ല, എന്തെങ്കിലും വിചാരിച്ചു. Nobody can have the same mindset all the time or always. സത്യമാണ്, സത്യമല്ലേ? അക്സ ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്നു. ക്യാമറ അങ്ങോട്ട് ഓഫ് ആക്കുമ്പോ അക്സ അപ്പുറത്ത് കിടന്ന് എനിക്ക് അങ്ങ് വയ്യരേവതി എന്ന് പറയും. ദ സെയിം ഗോ ഫോർ മീ. മീൻസ് എപ്പോഴും നമ്മൾ ഒരുപോലെ ആയിരിക്കണം എന്നില്ല. ചില സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, ചില സമയത്ത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചത്താ മതി എന്ന് വിചാരിക്കും. ചില സമയത്ത് നമ്മൾ ഭയങ്കര ലേസി ആയിരിക്കും, ചില സമയത്ത് എണീറ്റ് ഓഫീസിൽ വരാൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കും, അത്ര ഇതായിരിക്കും. അപ്പം എല്ലാവരും എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഇത് എപ്പോഴും പ്രശ്നം എന്താണെന്നറിയാം, സെലിബ്രിറ്റിയുടെ കേസിൽ. ഒരു സെലിബ്രിറ്റി നമ്മളിപ്പോൾ കാണത്തില്ലേ, ടോവിനോയുടെ ആരാധകരോട് മോശമായിട്ട് പെരുമാറി. യു ഷുഡ് തിങ്ക് ദറ്റ് ഹീ ഈസ് ഓൾസോ എ ബേസിക് ഹ്യൂമൻ ബീങ്. ചിലപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് പേഴ്സണൽ പല ഇഷ്യൂ ഉണ്ടായിരിക്കും. ഇവിടെ നമ്മുടെ സനസിക്കല്ലേ, അവനൊരു ദുൽഖറിൻ്റെ ഇവിടെ ഒരു സെൽഫി എടുത്തത്. അപ്പോൾ ആ ഫോട്ടോയിൽ ദുൽഖർ ചിരിക്കുന്നില്ല, ആ പള്ളിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ഫോട്ടോയാണ്. ആ സമയത്ത് പുള്ളിക്ക് സെൽഫി എടുക്കാനുള്ളൊരു മൂഡായിരിക്കത്തില്ല. ആ സമയത്ത് പുള്ളി വേറെ എന്തെങ്കിലും വീട്ടിൽ എന്തെങ്കിലും ഇഷ്യൂ അല്ലെങ്കിൽ എന്തെങ്കിലും ടെൻഷനിലായിരുന്നു കാണാം. ഒരു മനുഷ്യരല്ലേ, എല്ലാവരും എപ്പോഴും ചിരിച്ചുകൊണ്ട് സ്ക്രീനിൽ കാണുന്നവരിക്കാൻ പറ്റില്ലല്ലോ. സോ ദാറ്റ് ഇസ് അത് നല്ലൊരു കാര്യമാണ് കേട്ടോ പറഞ്ഞത്. എല്ലാവരുടെയും മൈൻഡ് സെറ്റ് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. ഓക്കെ, അടുത്തത് എന്റെ യോഗ്യത എന്തെന്ന് എന്നെ സ്നേഹിച്ചവർക്കൊഴികെ ആർക്കും മനസ്സിലാവില്ല. KGF 2. യെസ്, KGF-ലെ ഡയലോഗ് അത്. Nobody other than the people who have loved me can understand or knows my value, my integrity അല്ലെങ്കിൽ my virtue. യോഗ്യത എന്ന് പറയുമ്പോൾ ക്വാളിഫിക്കേഷൻ എന്നാണ് അർത്ഥം. ബട്ട് ഈ ഒരു ഡയലോഗിൽ അത് വരുന്നില്ല. എൻ്റെ യോഗ്യത എന്ന് പറയുമ്പം SSLC പാസ്ഡ്, ഡിഗ്രി കംപ്ലീറ്റഡ് വിത്ത് ഡിസ്റ്റിങ്ഷൻ അല്ലല്ലോ. യോഗ്യത എന്ന് പറയുമ്പോൾ ഞാൻ എന്തർഹിക്കുന്നു എന്നുള്ളതല്ലേ, എൻ്റെ അർഹത എന്നുള്ളതല്ലേ. അപ്പോൾ ആ കേസിൽ എൻ്റെ വിർച്യു, എൻ്റെ വാല്യൂ അല്ലെങ്കിൽ എൻ്റെ ഇൻറ്റിഗ്രിറ്റി എന്താണെന്ന് എന്നെ സ്നേഹിച്ചവർക്ക് മാത്രമേ മനസ്സിലാകുള്ളൂ അല്ലേ. ഓക്കെ, സോ ഇനി എൻ്റെത്. പ്ലീസ് കോൾ മീ വൺസ് യു റീച്ച്ഡ് ഹോം. കറക്റ്റ് ആണോ?
കറക്റ്റ് അല്ല. എന്താ കറക്റ്റ് അപ്പം? യു കെൻ സേ പ്ലീസ് കോൾ മീ വൺസ് യു ഹാവ് റീച്ച്ഡ് ഹോം ഓക്കെ, ഓർ വൺസ് യു റീച്ച് ഹോം. റീച്ച്ഡ് ഇപ്പം ഇവിടെ ആൾ ഡൗട്ട് ചോദിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ് യു റീച്ച്ഡ് എന്ന് വന്നത്? അങ്ങനെ വരില്ലല്ലോ, അങ്ങനെ വരില്ല. യു ഹാവ് റീച്ച്ഡ്. ദ പ്രോബ്ലം ഇസ് ഷീ മൈറ്റ് ഹാവ് ഹേർഡ് ദിസ് ഫ്രം സംവെയർ. നമ്മൾ ഇങ്ങനെ പറയാം, പ്ലീസ് കോൾ മീ വെൻ യു റീച്ച്ഡ് ഹോം. വെൻ യു എന്നേ വരത്തുള്ളൂ, യു ഹാവ് എന്ന് പറയില്ല എപ്പോഴും. സോ അങ്ങനെ വരുമ്പോൾ ആ യു കേട്ടിട്ടില്ല. അതുപോലെ തന്നെയാണ് ഇസ് ഹി ഗോൺ വരുന്നത്. ഹാസ് ഹി ഗോൺ എന്ന് പറയുമ്പോഴത്തേക്ക് ഹീസ് ഗോൺ എന്ന് പറയത്തില്ലേ? ഹീസ് ഗോൺ എന്ന് പറയുമ്പോൾ ആൾക്കാർ ഹി ഈസ് ഗോൺ എന്നാണ് വിചാരിക്കുന്നത്. ഹീസ് ഗോൺ എന്ന് പറയുമ്പോൾ ഹി അപ്പോസ്ട്രോഫി യെസ് വിച്ച് ഈസ് ഓൾസോ ഹി ഹാസ്. അങ്ങനെ കൺഫ്യൂഷൻ വരാം. സോ പ്ലീസ് കോൾ മീ വൺസ് യു റീച്ച്ഡ് ഹോം ഓർ പ്ലീസ് കോൾ മീ വൺസ് യു റീച്ച് ഹോം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ്. ഹാസൻറ്റ് റീച്ച്ഡ് അബി യെറ്റ്. ഇത് കറക്റ്റ് ആണോ? ഓക്കെ, ഇത് കറക്റ്റ് അല്ല. ഹാസൻറ്റ് അബി റീച്ച്ഡ് യെറ്റ് എന്നാണ് നമ്മൾ ചോദിക്കേണ്ടത്. ഹാസൻറ്റ് റീച്ച്ഡ് അബി യെറ്റ് എന്നല്ല. ഇവിടെ ക്വസ്റ്റ്യൻ്റെ സെന്റൻസ് ക്വസ്റ്റ്യൻ കൺസ്ട്രക്ഷൻ റോങ് ആണ്. എല്ലാം കറക്റ്റ് ആണ്. ഇതും ഗ്രാമറിന്റെ ഒരു ഭാഗമാണ്. ദിസ് ഇസ് വേർ യു നീഡ് ടു നോ ഹൗ ടു കൺസ്ട്രക്ട് എ സെന്റൻസ് ഓർ എ ക്വസ്റ്റ്യൻ. സോ ഹിയർ വാട്ട് ദ പ്രോബ്ലം ഈസ് ഹാസൻറ്റ് അബി റീച്ച്ഡ് യെറ്റ് എന്നാണ് ചോദിക്കുന്നത്. അതായത് നമ്മൾ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് ആണ് വരേണ്ടത്. ഇഫ് ദർ ഇസ് നോ ഓക്സിലറി വേർബ്. ഇവിടെ ഇപ്പം ഹാസ് ഒരു ഓക്സിലറി വേർബാണ്, ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുകയാണ്. അപ്പം ഹാസൻറ്റ് അബി റീച്ച്ഡ് യെറ്റ്. ബട്ട് ഇപ്പം നീ എന്താണ് ചെയ്തത്? ഓക്കെ, നീ എന്താണ് ചെയ്തത്? അപ്പം വാട്ട് യു ഡൺ ഇറ്റ് എന്ന് ചോദിക്കില്ല, വാട്ട് യു ഹാവ് ഡൺ ഇറ്റ് എന്ന് ചോദിക്കില്ല, വാട്ട് ഹാവ് യു ഡൺ ഇറ്റ് എന്ന് ചോദിക്കില്ല. അപ്പോൾ അവിടെ ക്വസ്റ്റ്യൻ വേർഡ് കഴിഞ്ഞിട്ട് ഓക്സിലറി വേർബ് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് കഴിഞ്ഞിട്ട് വേർബ് കഴിഞ്ഞിട്ട് പിന്നെ ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഒബ്ജക്റ്റ്, അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ ടൈം. ഈ കേസിൽ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത് ഹാസ് എന്ന വാക്കാണ്. അപ്പം ഹാസൻറ്റ് അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ് അബി വേർബ് റീച്ച്ഡ് യെറ്റ് ടൈം. ഓക്കെ, ഇവിടെ ഒബ്ജക്റ്റ് ഇല്ല. ഓക്കെ ഓക്കെ, അടുത്തത് I should ask the question. Okay. So they're saying it was just a comment. Okay, it was not a doubt, but it was a comment, but we found it interesting, so we thought about taking it in. Revati doesn't allow to speak other tutor. അതർ ട്യൂട്ടറിന്റെ പേര് പോലും പറയാനുള്ള സ്പേസ് ഞാൻ കൊടുത്തിട്ടില്ല. അതെ, എന്താ അതർ ട്യൂട്ടർ? എന്തൊരു സ്വഭാവമാണ് ഇവിടെ ഇവിടെ കൊണ്ട് സംസാരിപ്പിക്കാൻ ഞാൻ പെടുന്ന പാട് എനിക്ക് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. ഓക്കെ, സോ ദി തിങ് അപ്പൊ എന്താന്ന് വെച്ചാൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഞങ്ങൾ പറയുക, ഈ സെന്റൻസിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ നമ്മളത് തിരിച്ചു തരാന്ന് വെച്ചാൽ എന്തെങ്കിലും ഗുണം ഉണ്ടാവണ്ടേ ഇങ്ങനത്തെ കോമെന്റ്സിലൊക്കെ. രേവതി doesn't allow the other tutor to speak എന്നാണ്. Allow speak the other tutor is completely wrong. The sentence construction is way out of line. Revati doesn't allow other tutor to speak, and it's not my decision to let her speak. അവൾക്ക് സംസാരിക്കണമെങ്കിൽ അവൾക്ക് സംസാരിക്കാം. It's not my job to make her speak, but I do that, by the way. പക്ഷെ എന്ന് വെച്ചാൽ അവൾക്ക് സംസാരിക്കണമെങ്കിൽ അവൾക്ക് സംസാരിക്കാം, അത് എൻ്റെ ഇതില്ല. എവിടെയെങ്കിലും ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ച് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും. എനിവേ, അടുത്ത ക്വസ്റ്റ്യൻ. ഹി ഈസ് ഗോൺ എന്ന് പറയുമോ? ഹി ഈസ് ഗോൺ എന്ന് പറയില്ല, ഹി ഹാസ് ഗോൺ എന്നാ പറയുന്നത്. ഹീസ് ഗോൺ, ഹി അപ്പോസ്ട്രോഫി എസ് ഗോൺ. അപ്പൊ അങ്ങനെ കാണുമ്പോൾ ഹി ഈസ് ഗോൺ എന്നുള്ളൊരു തെറ്റിദ്ധാരണയാണ്. ഹി ഹാസ് ഗോൺ. ഓക്കെ, അങ്ങനെ പറയുള്ളൂ. ഡസ് ഇറ്റ് മേക്ക് എനി സെൻസ്? യെസ്. യാ, ലൈക്ക് ഹി ഈസ് ഗോൺ എന്ന് കേട്ടപ്പോൾ ആരോ മരിച്ചു പോയ പോലെ എനിക്ക് തോന്നി. Oh my god, please, sorry. Next question. Pessimist. Mikey. The PM thanked His Excellency for his visit to India. Is it the correct way? Yeah, it is the correct way. Thank ഇവിടെ it doesn't act as a thank is a verb, right? Thanked, congratulated, disciplined. You'll say the PM thanked His Excellency is when we നമ്മൾ അങ്ങനത്തെ ആൾക്കാർക്ക് വേണ്ടിയാ ഹിസ് എക്സലൻസി എന്ന് പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ഡൗട്ട് എന്ന് എനിക്ക് മനസ്സിലായി. ഈ ഹിസ് എക്സലൻസി ആയിരിക്കും ഇത് വന്നേക്കുന്നത് എന്ന് വെച്ചാൽ അത്രയും വെരി വെരി ഇമ്പോർട്ടന്റ് പീപ്പിൾ ഒക്കെ ഇല്ലേ. ഫോർ ഹിസ് വിസിറ്റ് ടു ഇന്ത്യ ആണോ ഡൗട്ട് എന്ന് വന്നേക്കുന്നതെന്ന് അറിയില്ല. ഇല്ല, ഇത് ഭയങ്കര ഒരു കോമൺ യൂസേജ് അല്ലല്ലോ ഹിസ് എക്സലൻസി. നമുക്ക് രാജാക്കന്മാരൊക്കെയാണ് പറയുന്നത് അല്ലേ, അങ്ങനെ അത്രയും വെരി വെരി ഇമ്പോർട്ടന്റ് പീപ്പിളിനെയാ. അതെ. അപ്പം
The PM thanked him. ഇവിടുത്തെ him ആരാണ്? His Excellency. His Excellency Most ആ person. probably this person is from a royal family. Family. നമ്മൾ പ്രസിഡന്റിനെ ആണെങ്കിലും the president എന്നേ പറയത്തുള്ളൂ. Mr. President എന്നേ പറയത്തുള്ളൂ. We don't address president of a country as His Excellency as far as I know. റോയൽ ഫാമിലിയിലുള്ള ആൾക്കാരെയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം നേപ്പാളിലൊക്കെ റോയൽ ഫാമിലിയുടെ ഒരു ഇതുണ്ടല്ലോ, അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയാണ് നമ്മൾ ഹിസ് എക്സലൻസി എന്ന് പറയുന്നത് എനിക്കറിയാവുന്നിടത്തോളം. Okay, next question. Okay. Does he gone, is he gone, has he gone, is this usages are correct? Okay. Okay. Does he gone നമ്മൾ പറയില്ല, does he go അത്ര മതി. Is he gone എന്ന് പറയില്ല, is he going എന്ന് പറയും. Has he gone is correct. അവൻ പോയോ എന്നുള്ളത്. Okay. Is this usages are correct? അവിടെയാണ് ശരിക്കും നമ്മുടെ മിസ്റ്റേക്ക് വരുന്നത്. Is this usages are correct doesn't make any sense because ഈ ഒരു ഫ്രേസിൽ തന്നെ ഇങ്ങനെ is മാറും വന്നേക്കാണ് സെയിം ഇതില്. അങ്ങനെ വരില്ല. ഇപ്പൊ നമ്മൾ is this usage correct? Okay. അല്ലെങ്കിൽ are these usages correct? അല്ലാതെ is this are നമ്മൾ വരില്ല. If you have the word is in a phrase, in a sentence എന്ന് ഞാൻ പറയില്ല, മേ ബി സെന്റൻസിൽ കണക്റ്റിംഗ് കൺജങ്ഷൻസ് ഒക്കെ യൂസ് ചെയ്ത് രണ്ട് ഫ്രേസസ് ആക്കാമല്ലോ അല്ലേ. സോ ഒരു ഫ്രേസിൽ എന്തായാലും ഇസും ആറും ഒരുമിച്ച് വരില്ല. ഓക്കെ, ദാറ്റ്സ് റോങ്. പക്ഷെ ഇത് ഒത്തിരി പേര് വരുത്തുന്ന ഒരു കോമൺ മിസ്റ്റേക്കാണ്. ഓക്കെ, ബോർഡറിൽ ചെയ്യാം ഇത് ശരിയാണോ എന്ന് പറഞ്ഞിട്ട് എങ്ങനെ പറയാൻ. യെസ്, the white men have been long gone for years or the white men have gone for years. ഇത് കറക്റ്റ് ആണോ? ഇതിൽ ഏതാ കറക്റ്റ് എന്നാണോ ക്വസ്റ്റ്യൻ? എന്താ ക്വസ്റ്റ്യൻ ഇതിൽ ഏതാ കറക്റ്റ് എന്നാണ്. The white പറഞ്ഞോ. The white men have been long gone for yearsനകത്ത് ആദ്യം 4 years കട്ട് ചെയ്യാം. നമുക്ക് എന്തെങ്കിലും ലോങ് ഗോൺ പറയുന്ന സമയത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള ടൈം പറയാറില്ല. ഓക്കെ, അപ്പൊ 4 years നമ്മൾ കട്ട് ചെയ്തു. ഇനി ദ വൈറ്റ് മെൻ ഹാവ് ബീൻ ലോങ് ഗോൺ നമ്മൾ പറയില്ല, വി സേ ദ വൈറ്റ് മെൻ ആർ ലോങ് ഗോൺ. പോയി, ഒത്തിരി വർഷങ്ങൾ ലോങ് ഗോൺ എന്ന് പറഞ്ഞാൽ അവർ പോയി, ഇനി തിരിച്ചു വരാൻ പോകുന്നില്ല. the white men have gone for years എന്ന് നമ്മൾ പറയത്തില്ല. അങ്ങനെ പറയുമ്പോൾ ഉള്ളതെന്ന് അവരെവിടെ പോയിട്ട് ഇപ്പൊ തിരിച്ചു വരും, അങ്ങനത്തെ ഒരു അർത്ഥം വരും. then have gone somewhere, have gone for years means it gives the idea that the white men have gone for years. Doesn't make any sense. Yeah, it doesn't make much sense. The white men are long gone. I believe that he is speaking about Britishers. ആണെന്ന് തോന്നുന്നു. സോ ദ ബെസ്റ്റ് വേ ടു സേ ഇസ് ദിസ്, ഹാവ് ബീൻ ലോങ് ഗോൺ എന്ന് പറയില്ല, ആർ ലോങ് ഗോൺ എന്നേ പറയുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ദാറ്റ് വാസ് ദി 10th question. ക്വസ്റ്റ്യൻസ് യാ കംപ്ലീറ്റ് ആയി. പേടിക്കല്ലാതെ ഞാൻ സംസാരിക്കാൻ സ്പേസ് ഒന്നുമില്ല എന്നുള്ള എന്തെങ്കിലും പരാതികളുണ്ടോ എക്സാമൊക്കെ ഉണ്ടെങ്കിൽ ആ കോമൻറ്റ് ഇട്ട ആളുടെ കോമൻറ്റ് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ അദ്ദേഹത്തിനോട് ബന്ധപ്പെട്ടാൽ ഓക്കെ. സോ ഓക്കെ, സോ നമ്മളെ ആൾക്കാർക്ക് അത്ര അറിയത്തില്ല എന്ന് എനിക്ക് തോന്നുന്നു. Yeah, but I think it's not fair to pass a judgment without knowing those people. പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ ഞാനുണ്ടല്ലോ, പണ്ടൊക്കെ എന്ന് പറയുമ്പോൾ when I was 20-21 of that age, നമ്മൾ എന്തെങ്കിലും വീഡിയോ കാണുമ്പോൾ അങ്ങ് അഭിപ്രായം പറച്ചില്ല. ഞാൻ ഒട്ടും മോശക്കാരിയല്ലായിരുന്നു. ഈ കാര്യങ്ങളൊക്കെ പറയുമ്പം പീപ്പിൾ, ഞാൻ പെർഫെക്റ്റ് ആണെന്നല്ല പറഞ്ഞത്, ഐ വാസ് നെവർ പെർഫെക്റ്റ്, ഐ വാസ് നത്തിങ് ക്ലോസ് ടു പെർഫെക്റ്റ്. അപ്പം ഇങ്ങനെ കോമൻറ്റ് പാസ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഒരു കാര്യം ഇറങ്ങിയാൽ എളുപ്പത്തിൽ ആളെ കുറ്റപ്പെടുത്തുമായിരുന്നു. ബട്ട് നമ്മളെ ലൈഫിൽ കുറേ കാര്യങ്ങൾ പഠിച്ച് കുറേ കാര്യങ്ങൾ കണ്ട് മുന്നോട്ട് വന്നപ്പോഴാണ് എനിക്കറിയുന്നത് ദർ ഇസ് നമുക്ക് വേറൊരാളുടെ ലൈഫിൽ കയറിയിട്ട് ദിസ് ഈസ് റൈറ്റ് ദിസ് ഈസ് റോങ് എന്ന് പറയാനുള്ള അവകാശമില്ല. ബിക്കോസ് വി ഡോണ്ട് നോ ദം. ഓക്കെ, അൺലെസ് വി നോ ദ ഹോൾ തിങ് വി ആർ നോട്ട് ടു സേ എനിത്തിങ് അബൌട്ട് ദാറ്റ്. ഇപ്പം എന്ത് കേസ് വന്നാലും ഞാൻ അന്വേഷിക്കും ഇതിലേതാ ശരി ഇതിലേതാ തെറ്റെന്നുള്ളത്. എന്നിട്ടാണ് നമ്മൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എൻ്റെ അനിയനൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഡു യു റിമെമ്പർ ദ പൈനാപ്പിൾ ഈറ്റിംഗ് എലിഫന്റ്? The elephant who ate pineapple and Hi friends, welcome to English Mithra, welcome to FAQ session.